السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. الصلاة والسلام على رحمة للعالمين وعلى آله وصحبه أجمعين. حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا وكثرت ذنوبنا فأدركنا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقلنا يا آدم اسكن أنت وزوجك الجنة وكلا منها رغدا حيث شئتما ولا تقربا هذه الشجرة فتكونا من الظالمين. صدق الله العلي العظيم. وقال النبي المصطفى المختار الحبيب محمد صلى الله عليه وسلم: كلكم راع وكلكم مسؤول عن رعيته. صدق رسوله الكريم. പവിത്രമായ വേദിയുടെ ബഹുമാന്യനായ അധ്യക്ഷൻ, അതുപോലെ വേദിയുടെയും നമ്മുടെയും അത്താണിയും ആശാകേന്ദ്രവുമായ സയ്യിദ് ബാപ്പുട്ടി തങ്ങൾ, സമാദരണീയരായ പണ്ഡിതന്മാർ, സ്നേഹജനങ്ങൾ, ഗുണകാംക്ഷികൾ, അഭ്യുദയകാംക്ഷികൾ, സ്നേഹത്തിന്റെ പ്രതീകങ്ങളായ ചെറുപ്പക്കാർ, പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരെ, വിശുദ്ധ മുഹറമിലെ താസുആന്റെ രാത്രിയിൽ ഈ പ്രദേശത്ത് മാസാന്തം നടന്നുകൊണ്ടിരിക്കുന്ന
ഏറ്റവും വലിയ ലോക സംഘശക്തിയായ ബദരീങ്ങളുടെ മദ്ഹ് ഗീതവും തവസ്സുൽ ദുആയും ഒക്കെ അടങ്ങിയ പ്രോജ്വലമായ മജ്ലിസ് നൂറിന്റെ വാർഷികത്തിന്റെ പരിസമാപ്തിയാണ് ഈ സംഗമം എന്ന് നമുക്കറിയാം. സയ്യിദ് ഹാരിസ് അലി ശിഹാബ് തങ്ങൾ വളരെ വലിയ അർത്ഥഗാംഭീര്യമുള്ള അദ്ദേഹത്തിന്റെ ഗംഭീരമായ വാക്കുകളിൽ ഈ സദസ്സ് എന്താണ്, എന്താകണം എന്നതൊക്കെ കൃത്യമായി പറയുകയുണ്ടായി. ഞാൻ ഏൽപ്പിക്കപ്പെട്ട വിഷയം കുടുംബസമേതം സ്വർഗത്തിലേക്ക് എന്നതാണ്. എൻ്റെ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടണ്ട എന്ന് കരുതി ബദരീങ്ങളുടെ മദദ് കൊണ്ട് അള്ളാഹു ഈ സദസ്സ് കബൂലാക്കി രണ്ട് ലോകത്തും നമ്മെ രക്ഷപ്പെടുത്തട്ടെ എന്ന ദുആയിൽ നമ്മുടെ ദോഷങ്ങളൊക്കെ അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും രഹസ്യ പരസ്യമായി ചെറുതും വലുതുമായി ഇന്ന് വരെ ജീവിതാധ്യായത്തിൽ ഈ ക്ഷണികമായ യാത്രക്കിടയിൽ നാം കണ്ടുമുട്ടിയ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് പ്രകടമായ മനസ്സാവാച കർമ്മണയുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി അതിൻ്റെ കറകളെ തുടച്ച് വൃത്തിയാക്കി ഭാവിയെ പാപമുക്തമാക്കാനുള്ള തഖ്വയുടെ ഊർജം കൊണ്ട് നമ്മെ അനുഗ്രഹിച്ച് വൈജ്ഞാനിക വെളിച്ചം കൊണ്ട് നമ്മെ ശുദ്ധിയാക്കി അള്ളാഹു ബദരീങ്ങളോടൊന്നിച്ച് ബദരീങ്ങളുടെ നേതാവ് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ആമുഖമായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടുത്തെ ജിവാറിലായി അള്ളാഹു നമ്മെ എല്ലാവരെയും നമ്മുമായി ബന്ധപ്പെട്ടവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബസമേതം സ്വർഗത്തിലേക്ക് ഈ വിഷയം വേണമെങ്കിൽ ഭാര്യ ഭർത്താവ് കുട്ടികളോടൊന്നിച്ച് ഈ സദസ്സിൽ വന്നിരിക്കുന്ന ആളുകൾക്കും ബാധകമാണ്. ഒരു കുടുംബസമേതം സ്വർഗത്തിലെത്തിയ ആളുകളാണ്. എന്തുകൊണ്ട് ഈ സദസ്സ് ഒരു സ്വർഗമാണ്? മജ്ലിസുൽ ഇൽമി റൗളത്തും മിൻ റിയാദിൽ ജന്ന. വിജ്ഞാനത്തിന്റെ സദസ്സ് സ്വർഗീയ ഭൂമികയിൽ നിന്നുള്ളൊരു ഭൂമികയാണ് എന്ന് തെറ്റാത്ത നാക്കിന്റെ മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് ഈ സദസ്സിലേക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള സദസ്സിലേക്ക് കുടുംബസമേതം വന്ന ആളുകൾ ഭൂമിയിൽ സ്വർഗത്തിലാണുള്ളത്. അപ്പൊ നിങ്ങൾ കുടുംബസമേതം സ്വർഗത്തിലെത്തിയവരാണ്. ഇനി ആരെങ്കിലും ഹജ്ജിനും ഉംറക്കൊക്കെ പോകുമ്പോൾ മദീനയിലെത്തിയാൽ മാ ബൈന ബൈത്തി വ മിമ്പരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, അവരും കുടുംബസമേതം സ്വർഗത്ത് പോയവരാണ്. അങ്ങനെ പോയി വന്ന ആളുകളൊക്കെ ഈ സദസ്സിലിരിക്കുന്നുണ്ട്. ഇനി വീട്ടിൽ ആരെങ്കിലും ജമാഅത്തായിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ അതും കുടുംബസമേതം സ്വർഗത്തിലാണ്. എന്തുകൊണ്ട്? ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാക്കും അത്വയ്യിബു വന്നിസാ. നിങ്ങളുടെ ദുനിയാവിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശരീരവും ദേഹത്തെയും ദേഹിയെയും ദുനിയാവിൽ നിന്ന് മാറ്റിവെക്കുകയാണ്. എന്നിട്ട് കും എന്ന് പറഞ്ഞ് നിങ്ങളെ ദുനിയാവ്, അതിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെടുത്തപ്പെട്ടത് അത്വയ്യിബ് അത്തറാൻ വന്നിസാവു എൻ്റെ ഭാര്യമാരുമാണ്. എന്നിട്ട് പറയുന്നത് എന്റെ കൺകുളിർമ, എന്റെ സന്തോഷത്തിന്റെ ആധിക്യം അത് നിസ്കാരത്തിലേക്ക് കടന്നാലാണ്. അതുകൊണ്ട് മഹാന്മാർക്ക് നിസ്കാരത്തിന് കൈയെട്ടിയാൽ അത് സ്വർഗാണ്. അതുകൊണ്ട് ആരെങ്കിലും കുടുംബസമേതം ജമാഅത്തായിട്ട് തഖ്വയോടെ നിസ്കരിക്കുകയാണെങ്കിൽ അതും കുടുംബസമേതം സ്വർഗത്തിലാണ്. സംഘാടകർ ഇപ്പൊ ആഗ്രഹിച്ചതൊന്നല്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ വിഷയത്തിന്റെ വകഭേദങ്ങൾ തിരിച്ചെന്നത്. സംഘാടകർ ഉദ്ദേശിച്ചത് സത്യത്തിൽ എല്ലാവരും കൂടി നാളെ പാലാറ് വീഞ്ഞാറ് കളകളാരം ഒഴുക്കൊഴുകുന്ന അരുവികളാൽ സമൃദ്ധമായ പരലോകത്തൊരു സ്വർഗമുണ്ട്, അതാണ് ഉദ്ദേശിച്ചത് എന്ന് എനിക്കറിയാം. കാരണം അവിടെയാണ് കള്ളുടിക്കാൻ പറ്റുക. അവിടെ അതന്നെ ഉള്ളൂ. കള്ളുകൂടി പെണ്ണിനേറ്റ് കളിക്കുക, രസിക്കുക, ഈ ആദ്യ പരിപാടി അല്ലാത്തൊന്നും സ്വർഗത്തിലില്ല. അവിടെ ഞാൻ വാളും പരിപാടി, നോട്ടീസ് ഒട്ടിക്കലും, പശേറ്റ് നടക്കലും, മാലൊട്ടിക്കലും, തറാവിസ്കാരം, ജമാഅത്തിന് പോക്കും, ഹജ്ജും ഉംറയും, ഈ ആദ്യ പരിപാടിയൊന്നും അവിടെ ഇല്ല. അവിടെ അടിപൊളി കേന്ദ്രമാണ്. നമ്മൾ സാധാരണ കുട്ടികൾ പറയലുണ്ട് അടിച്ചൊളി കേന്ദ്രം എന്ന്, അത് സ്വർഗാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും ഇപ്പൊ തിടുക്കം കൂട്ടിക്കണോ, ഞാൻ അതിനെക്കുറിച്ച് പറയാനായിരിക്കും. ഇൻഷാ അല്ലാഹ് അതിലേക്ക് തന്നെ ഇറങ്ങാം. അല്ലാഹു തആല നമ്മളെല്ലാവരും അവിടെ എത്തിക്കട്ടെ. സ്വർഗത്ത് പോയിട്ട് കള്ളുടിക്കാൻ അല്ലാഹു തആല അവസരം നൽകട്ടെ. ഇത് കള്ള് എന്നിട്ട് ഇപ്പൊ പേടിച്ചോ? സ്വർഗത്തിലെ കള്ളാൻ പറയുന്നേ. സ്വർഗത്ത് പോയിട്ട് നാളെ ഏതോ സ്ഥലത്ത് വരുന്നപ്പോ ഒരു ചെറുപ്പക്കാരൻ കാരണം ഓൻ ഇവിടെ നല്ലോ മോന്തുന്ന ആളാ. അപ്പൊ ഇനി ഇത് അവിടുന്ന് കിട്ടുകയാണെങ്കിൽ വല്ലാത്തൊരു ദുആ എന്നുള്ള മുപ്പര് വരുത്തുന്നത്.
മൂപ്പൻ കരുതിക്കണം മൂപ്പര് ഇവിടുന്ന് മോന്തന കള്ളനായിരിക്കും അവിടുന്ന് കുടിക്കാന്നാ. അവിടുന്ന് എല്ലാവർക്കും കള്ളിട്ടും. സത്യത്തിൽ നമ്മളിവിടെ കുടിക്കാതിരിക്കണ അവിടുന്ന് കുടിക്കാനാണ്. കള്ളുടിക്കാൻ ആഗ്രഹമില്ലേറ്റാ? എനിക്ക് ഇടക്ക് തോന്നലുണ്ട് സാമ്പിൾ ഒന്ന് നോക്കിയാലോ എന്ന്. അല്ല നോക്കിയിട്ടല്ല മനുഷ്യൻ. പക്ഷെ എന്താ കുടിക്കാത്തതെന്ന് വെച്ചാൽ അവിടുത്തെ കുടിക്കാനാ. നമുക്ക് വ്യഭിചരിക്കാൻ ആഗ്രഹമില്ലാത്തോണ്ടാ. വ്യഭിചരിക്കാൻ ഒരു പെണ്ണിനേറ്റ് കളിക്കാൻ ആർക്കും ആഗ്രഹമില്ലാത്തത്? നമ്മൾ എന്താ ചെയ്യാത്തതെന്ന് വെച്ചാൽ അവിടുന്ന് പെണ്ണിനേറ്റ് കളിക്കാനാണ്. അവിടെ അതന്നെയാണ് പണി. ഇവിടുത്തെ പെണ്ണുങ്ങളും അല്ല. അവിടെ ജലദോഷമില്ല, തലവേദന ഇല്ല, പനിയില്ല, മെൻസസ് ഇല്ല, മൂത്രമൊഴിക്കാണ്ടാവില്ല, വേറെ ഒന്നും ഉണ്ടാവില്ല. അൽഹംദുലില്ലാ. അതുകൊണ്ട് ആ സ്വർഗം അവിടെ സുഖകേന്ദ്രം അവിടെയാണ്. ഇത് ICU ആണ്. ദുനിയാവ് ICUയിലാണ് നമ്മളുള്ളത്. ICUയിൽ പ്രവേശിച്ചാൽ ഡോക്ടർ പറയും കുടിക്കരുത്, കളിക്കരുത്, മിണ്ടരുത് എന്ന് പറയും. അതിൻ്റെ അർത്ഥം കൂടുതൽ മിണ്ടാനും കുടിക്കാനും കളിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരികയാണ്. അപ്പോൾ ഒരാൾ പറയണം ഞാനാണ് മുണ്ടിയ അപ്പം എന്താ അയാൾക്കെന്ന് വെച്ചിട്ട് ICU കിടന്നിട്ട് മുണ്ടിയാൽ പിന്നെ മിണ്ടാൻ പറ്റൂല, അതാണ്ടായാലും. എന്നപോലെ അള്ളാഹു തആല ദുനിയാവാകുന്ന ICUയിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു കള്ളുടിക്കരുത്. എന്തിനാണത്? കള്ളുടിക്കാനാണ്. പെണ്ണിനേറ്റ് കളിക്കരുത്. എന്തിനാണത്? പെണ്ണിനേറ്റ് കളിക്കാനാണ്. അപ്പൊ ഇതാണ് കഴിഞ്ഞാൽ പിന്നെ തന്നെയാണ് പണി. അള്ളാഹു തആല അവിടെ നമ്മളൊക്കെ എത്തിച്ചേട്ടെ. ഒന്ന് ആമീൻ പറയാം. അള്ളാഹു തആല എത്തിച്ചേട്ടെ. ബിന്നബിയിൽ മുസ്തഫ ഫജ്ഹദ് ലിദാരിൻ വദ റിളവാനും ഖാസിനുഹാ ഫജ്ഹദ് ലിദാരിൻ വദ റിളവാനും ഖാസിനുഹാ. റിളവാൻ ഖാസിനായ ഒരു നാടിന് വേണ്ടി നീ അധ്വാനിച്ചോ എന്നാണ് പറയുന്നത്. റിളവാൻ അലൈഹിസ്സലാമാണ് സ്വർഗത്തിന്റെ അതിന്റെ സെക്യൂരിറ്റി, അതിന്റെ പാറാവുകാരൻ റിളവാനാണ്. അല്ലാഹു തആല അവിടെ നമ്മളെല്ലാവരും എത്തിക്കട്ടെ. വൽജാറു അഹ്മദു വാ റഹ്മാനു ബാനിഹാ. അവിടുത്തെ കൂട്ടാളി ആരെന്നറിയോ? അത് ഹൃദയത്തിന്റെ തുടിപ്പായ ജീവിതത്തിന്റെ സുഗന്ധമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായ മക്കയിൽ ഉദിച്ച പ്രഭയായ മദീനയിൽ നിദ്ര കൊള്ളുന്ന നിലവേ, വിശ്വമാനവികാതയുടെ വിമോചന ഗീതമേ, പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ആമുഖമേ, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് النبي صلوا عليه صلوات الله عليه وينال البركة كل من صلى عليه وينال البركة كل من صلى عليه. الله 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 الله. ഹൃദയത്തിന്റെ മുത്തേ, ലോകത്തിന്റെ സത്തേ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. വൽജാറു അഹ്മദു റഹ്മാനു ബാനിഹാ. ആ സ്വർഗത്തിന്റെ ശില്പി ആരാണ്? അത് റഹ്മാനായ റബ്ബുൽ ആലമീനാണ്. അല്ലാഹുവേ, അവിടെയല്ലേ കള്ളുള്ളത്, അവിടെയല്ലേ ഫ്രൂട്ട്സ് ഉള്ളത്, അവിടെയല്ലേ പ്രായം കൂടാത്ത വിതരപ്പെട്ട മുത്തുകളെ പോലെയുള്ള കുട്ടികളുള്ളത്, അവിടെയല്ലേ ചിരിച്ചാൽ പല്ല് നക്ഷത്രങ്ങളെ പോലെ മിന്നിത്തിളങ്ങുന്ന സുന്ദരികളായ പെണ്ണുങ്ങളുള്ളത്. അതിനു വേണ്ടിയല്ലേ കുടുംബസമേതം ഒരുങ്ങേണ്ടത്? അതിനു വേണ്ടിയല്ലേ കുടുംബസമേതം ഒരുങ്ങേണ്ടത്? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കാരണം നമ്മൾ കുടുംബസമേതം സ്വർഗത്തിൽ നിന്ന് പുറത്തു വന്ന ആളുകളാണ്. നമ്മൾ നേരത്തെ സ്വർഗത്തിലായിരുന്നു, കുടുംബസമേതാണ് പുറത്തിറങ്ങിയത്. നോക്കുമ്പോൾ സ്വർഗത്തിലേക്ക് കയറ്റണ രൂപം നോക്കൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقلنا يا آدم اسكن أنت وزوجك الجنة. സ്വർഗത്തിൽ വരെ സുഖം ഉണ്ടെങ്കിൽ കൂട്ടത്തിൽ കുടുംബം ഉണ്ടാകുന്നുള്ള ഒരു സൂചന അതിലുണ്ട്.
സ്വർഗത്തേക്ക് വരെ അള്ളാഹു താല കയറ്റിയപ്പോൾ നിങ്ങൾ സമാധാനത്തോടെ കയറിക്കോളിയും സൗജിക്ക പെണ്ണുങ്ങളുണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കുടുംബം ഒപ്പം ഉണ്ടാകുമ്പോഴേ ഒരു സുഖം. കുടുംബം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതല്ലോ, കൂടുമ്പോൾ ഇമ്പം എന്നാണ്. ഇന്ന് കൂടുമ്പോൾ ഇമ്പൊന്നുമില്ല, ഭൂകമ്പാണ്. അതിന് കാരണം ഒന്ന് വേറെ. ഇന്ന് എവിടെ ഇമ്പുള്ളത്? മിഞ്ഞാന്ന് ദ്വാരക്കാൻ വന്ന എഴുത്തിലുണ്ടായിരുന്നു, ഭർത്താവിൻ്റെ പീഡനത്തിന് രക്ഷപ്പെടാൻ വേണ്ടി ഭാര്യ 500 റുപ്യാണ്. ഇതെന്നും കിട്ടുന്ന ആളാണ് ഞാൻ. നാളെ ഇവിടെ ആ തൊയ് ഫൈസിൻ്റെ നാട്ടിൽ വാതിനായപ്പോഴേ അവിടെ പള്ളി ഉദ്ഘാടനത്തിന് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവിടെ ഒരു ക്ലാസ്സിൽ ഉസ്താദ് ഒരു എഴുത്ത് കിട്ടിയാലോ, ഭർത്താവിൻ്റെ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഭാര്യ 1000 റുപ്യാണ്. അപ്പോൾ ഈ ഉസ്താദ് ക്ലാസ് എടുക്കാനിടയിൽ ദ്വാരക്കണതിന് മുമ്പ് ഇങ്ങനെ നോക്കിയാലോ ഭർത്താവ് ഇവിടെ ഉണ്ടോയെന്ന്. അത് നല്ലതാണ്. പിന്നെ പീഡനം അവിടെ മാത്രമാവില്ല, വേറെ പലയിടത്തും ഉണ്ടാവും. അത് നോക്കുമ്പോൾ മുമ്പ് തന്നെ ഭർത്താവുണ്ട്, ടവലൊക്കെ കെട്ടിയിട്ട് കുള്ളനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഭർത്താവിന് മനസ്സിലായി ഇത് 37 കൊടുത്തയച്ചാണ്. അതിൽ ഭർത്താവ് എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ദ്വാരക്കണ നിങ്ങൾ ദ്വാരുന്നോളി. ഭർത്താവിനെ ഇന്ത്യച്ചത് ഈ 1000 വെളുക്ക് എവിടുന്ന കിട്ടിയെന്നാണ്. അതിൽ മൂപ്പന് മനസ്സിലായി ഒരു 5000 റുപ്യ അലമാരയിൽ വെച്ചിട്ടാണ് വാതിന് വന്നിരിക്കുന്നത്. അതിന് 1000 വലിച്ചായിരിക്കും എന്ന് തോന്നി. അപ്പോൾ മൂപ്പര് എണീച്ച് നിന്നിട്ട് പറഞ്ഞു, ദ്വാരക്കണ നിങ്ങൾ ദ്വാരുന്നോളി, പക്ഷെ ഞാനൊരു 5000 റുപ്യ അലമാരയിൽ വെച്ചിട്ട് അങ്ങോട്ട് വന്നത്. തിരിച്ചു പോയിട്ട് എണ്ണീറ്റ് അതെങ്ങാനും കാണാതെ ഇരുന്ന അപ്പോഴായിരിക്കും എൻ്റെ സ്വഭാവം ഉണ്ട് അറിയാമെന്ന്. കുടുംബം വലിയ ഭൂകമ്പാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്ന ദമ്പതികളുടെ ഇടയിൽ ഒരു മസലത്തിന് വേണ്ടി നമ്മളൊരു ബന്ധപ്പെട്ട ഒരാൾ പറഞ്ഞു, എല്ലാ വ്യാഴാഴ്ച മുമ്പ് ദർസ് കഴിഞ്ഞിട്ട് പൊരി പോയാലും ഇവരടിയിൽ മസലത്തിലാക്കല പണി. എല്ലാ വ്യാഴാഴ്ച തന്നെ പണി. ഒരു വ്യാഴാഴ്ച എന്നപ്പോൾ ഉസ്താദ് പറഞ്ഞു, എന്താ ഇപ്പം ചെയ്യണേ, എല്ലാ ആഴ്ചയും തന്നെ എനിക്ക് പണി. ഒരു കാര്യം ചെയ്യുക, ഞങ്ങൾ രണ്ടാളും മരിച്ചാൽ അള്ളാഹു താല ഞങ്ങൾ ഒപ്പം സ്വർഗത്ത് കടത്തട്ടെ. കുടുംബസമേത സ്വർഗത്തിലല്ലോ. അപ്പോൾ ഈ പെണ്ണുങ്ങൾ പറഞ്ഞു, പൊന്നാര ഉസ്താദെ ആ പണ്ടാരക്കാലം പോണ സ്വർഗാണെങ്കിൽ അവിടെ എനിക്ക് വേണ്ട, ഞാൻ നരകത്തിന് അടി പോകാൻ തയ്യാറാ. കാരണം ഒന്ന് സുഖെടുക്കാനേ അപ്പൊ സ്വർഗത്ത് പോണ്. ഈ പഹ അവിടെ ഉണ്ടെങ്കിൽ അവിടെ എനിക്ക് വേണ്ട, ഞാൻ നരകത്ത് കിടന്നോളാം. ആ കാലത്താണ് ഇപ്പൊ കുടുംബസമേതം സ്വർഗത്തിലേക്ക് ഒന്ന് ചർച്ച ചെയ്യുന്നത്. ഏതായാലും കുടുംബം എന്ന വാക്ക് തന്നെ ഒരു ചിന്തനീയമായ ഒരു വലിയൊരു വാക്കാണ്. കുടുംബബന്ധത്തിന് അറബ് ഭാഷയിൽ പറയൽ തന്നെ റഹിം എന്നാണ്. റഹിം, അള്ളാഹിന്റെ ഇസ്മിൽ നിന്നൊരു യായിനെ കളഞ്ഞാൽ കുടുംബബന്ധായി. അർ-റഹ്മാൻ റഹീം, അതിൽ യാ പോയാൽ കുടുംബബന്ധായി. റഹിം അത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. എന്റെ ഇസ്മിനെ പകുതിയാക്കിയിട്ടാണ് കുടുംബബന്ധത്തിന് ഞാൻ നൽകിയത് എന്ന് അള്ളാഹു പറഞ്ഞതായി മുത്തു മുഹമ്മദ് മുസ്തഫ. ചൊല്ലിക്കോ മുഹമ്മദ് മുസ്തഫ. പവിത്രമായ സ്വർഗീയ ഭൂമികയിലേക്ക് അള്ളാന്റെ വിജ്ഞാനത്തിന്റെ മണികളെ പെറുക്കിയെടുക്കാൻ ഒഴിഞ്ഞ മനസ്സിൽ നിറഞ്ഞ പ്രതീക്ഷയുമായി സംഘടിച്ച പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പലർക്ക് വേണ്ടിയും തക്ബീർ ചൊല്ലിയിട്ടില്ലേ, മുദ്രാവാക്യം വിളിച്ചിട്ടില്ലേ? മുസ്ലിമേ, നമ്മുടെ മുദ്രാവാക്യം സ്വലാത്താ. ഈ തെങ്ങും തോപ്പുകൾക്കിടയിൽ മഹാന്മാരായ വാഫിമാര് സംഘടിപ്പിച്ച, കാരണവന്മാര് പിന്തുണ കൊടുത്ത, ബാപ്പുട്ടി തങ്ങളുടെ സാന്നിധ്യം കൊണ്ടറിയിച്ച ഈ സ്വർഗീയമായ ഭൂമികയിൽ നിന്ന്, തെങ്ങും തോപ്പുകളിൽ നിന്ന്, കാരക്കത്തോപ്പിൽ അന്തിയുറങ്ങുന്ന സ്വർഗീയ പൂമാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മജ്ലിസുൻ നൂറിന്റെ വാർഷിക സമ്മേളനത്തിൽ നിന്ന് കൊടുത്തയക്കുന്ന വിഭവങ്ങൾ വാങ്ങിയിട്ട് പുഞ്ചിരിക്കാൻ, അവിടുത്തെ നളറ് കൊണ്ട് രക്ഷപ്പെടാൻ, അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ദോഷങ്ങൾ കരിഞ്ഞു പോകാൻ, പ്രയാസങ്ങളുടെ പാറക്കെട്ടുകൾ മഞ്ഞുകളെ പോലെ ഉരുകി ഒലിക്കാൻ, ഖൽബിന്റെ സ്നേഹത്തിന്റെ വാതായനങ്ങളൊന്ന് തുറന്നുകൊണ്ട് അധരങ്ങൾ ചലിപ്പിക്കുമോ മുഹമ്മദ് മുസ്തഫ. തിരുധരണി മക്കമിറേ തിരുത്തരുളർ ഹക്ക് നബി, തിരുബദറുകത്തിൽ വെളിവാ തിശൈരവ് കാഫറുകളെ ബസിത്തിമിരെ ബാത്തിലിടൗ ശശിനൽ ഫുർഖാനും ഫുലർവാ ശശിനൽ ഫുർഖാനും ഫുലർവാ
മരുമോജീസാതനിലം കനതയോട് വീശിച്ചില്ലർ കമലമുഖിൽ നീക്കി തെളിവാ കടുവർ സഹബണ്ടുകൾ വടിവതിലെങ്കി മതി ഇടമിൽ ചൂസന്ത് പൊലിവാ ഇടമിൽ ചൂസന്ത് പൊലിവാ നബിയുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ. പോരാ പോരാ, ആണുങ്ങൾ ഒന്നും കൂടി ഉറക്ക സ്വലാത്തലാണ്. അത് ആ മടിയാണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നാലും എൻ്റെ തൊണ്ട ഒന്ന് തുറക്കുള്ളൂ, അടഞ്ഞ ശബ്ദമാണ്. ഇന്നലത്തെ സെറ്റ് കുറച്ച് മോശമായിരുന്നു, അതുകൊണ്ട് സൗണ്ട് ഒന്ന്. ഇന്ന് സെറ്റ് ഉഷാറാട്ടോ. ഇന്നലത്തെ അല്ല ഇന്നലത്തെ ഉഷാറാ. പക്ഷെ മിഞ്ഞാന്ന് ചെറിയ പിടുത്തം വന്നു, പിന്നെ അതിങ്ങനെ പോവാണ്. അതാണ് അതൊന്ന് തുറക്കണമെങ്കിൽ 10 സ്വലാത്ത് ഇട്ടുണ്ട്. ഉറക്കം സ്വലാത്തല്ലേ മുഹമ്മദ് മുസ്തഫ. Not the history of the person, but history of the world. മുഹമ്മദ് മുസ്തഫ. ഇംഗ്ലീഷ് ആണ്ട് വന്നപ്പോഴാ സ്വലാത്ത് കണ്ട് കേട്ടി. ഇന്നിപ്പോൾ അതിൻ്റെ കാലം ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് എന്താണെന്ന് അറിയാത്തമാരും ഉമ്മാന്ന് വിളിച്ചാ ഔട്ട് ഓഫ് ഭാഷ, മമ്മീന്ന് വിളിച്ചാൽ തള്ള കാണാ റബ്ബർ ബന്ധ് കീറിയ മാതിരി. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാം? ഉണങ്ങിയ മയ്യത്ത് എന്ന്. മമ്മി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥതല്ലേ ഉണങ്ങിയ മയ്യത്ത് എന്നല്ലേ അല്ലേ? ആ നമ്മൾ പേപ്പറിൽ വായിക്കലില്ലേ, മമ്മീനെ കിട്ടിയെന്ന്, ഉമ്മാനെ കുഴിച്ചെടുത്തുന്നാ ഉണങ്ങിയ സാധനം കിട്ടിയെന്നാണ്. അത് ഉമ്മാൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ നല്ല പുരോഗതിയുള്ള കാലമാണ്. ആയിക്കോട്ടെ, വാപ്പ ഡാഡി അഡാന്നുള്ള വാക്കൊക്കെ ഉണ്ടല്ലോ സത്യത്തിൽ അല്ലേ? എന്താ അള്ളാഹു കാത്തുരക്ഷിക്കുക. ഇംഗ്ലീഷൊക്കെ പഠിക്കണം നല്ലതാണ്. ഇംഗ്ലീഷ് പഠിക്കണം നമ്മൾ എതിരല്ല, നന്നായിട്ട് പഠിക്കണം. പഠിച്ചില്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടും വരും. പഠിക്കണം. ഏത് ഭാഷയും പഠിച്ചാൽ ആ ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ ചതിയിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി ഇസ്ലാമിനെ എല്ലാ ഭാഷകളും പഠിപ്പിച്ചു എന്നാണ്. ഭാഷയുടെ കാരണത്താലാണ്. വല്ലമ ആദമൽ അസ്മാ എന്നാണ് പറഞ്ഞത്. ഇസ്മുകളുടെ കാരണത്താലാണ് മലക്കരുടെ ഭാഗത്ത് നിന്ന് സുജൂദ് വാങ്ങിക്കൊടുത്തത്. ഓരോ വസ്തുവിൻ്റെ ഇസ്മ പഠിച്ചപ്പോൾ മലക്കരുടെ ഭാഗത്ത് നിന്ന് സുജൂദ് കിട്ടിയാൽ ഖാലിഖായ റബ്ബിൻ്റെ ഇസ്മ പഠിച്ചാൽ എന്താ കിട്ടുക? ബോക്സ് അതിൻ്റെ ഇസ്മ പഠിച്ചു, മൈക്കിൻ്റെ ഇസ്മ പഠിച്ചു, ഇതിൻ്റെ ഇസ്മ പഠിച്ചു. അപ്പം മലക്കളെ പറഞ്ഞ അള്ളാഹു തആല പറഞ്ഞു ഒരു സുജൂദ് കൊടുത്താളി എന്ന് പറഞ്ഞു. അപ്പൊ ഹൽക്കിന്റെ അസ്മാവ് പഠിച്ചപ്പോൾ സുജൂദ് കിട്ടിയാൽ ഖാലിഖിന്റെ അസ്മാവ് പഠിച്ചാൽ എന്താ കിട്ടുക? അതാണ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ സുജൂദല്ല, മുഹമ്മദ് നബിക്ക് സ്വലാത്ത് അങ്ങോട്ട് കൊടുത്തു. കാരണം സുജൂദിനൊരു പരിധി ഉണ്ട്. സുജൂദ് ഏറിയെന്ന 500 കൊല്ലം അല്ലെങ്കിൽ 100 കൊല്ലം, അതിൻ്റെയും താഴെ എന്നൊക്കെ അഭിപ്രായമുണ്ട്. സുജൂദിൽ അള്ളാഹു തആല പെട്ടിട്ടില്ല, അള്ളാഹു തആല കൽപ്പിച്ചിട്ട് മാറിക്കാണ്, അള്ളാഹു സുജൂദ് ചെയ്തിട്ടില്ല. പക്ഷെ സ്വലാത്ത് അങ്ങനെയല്ല. സ്വലാത്ത് 100 അല്ല 500 ഒന്നുമല്ല. യുസല്ലൂന എന്ന് പറഞ്ഞ മുലാരിയ ഫെയിലാണ്. ഇസ്തിംറാർ ഉണ്ടാവണം, ഒരു സെക്കൻഡ് മുറിയാൻ പാടില്ല. മാത്രല്ല ആ പണി ആദ്യം ഏറ്റെടുത്തത് സാക്ഷാൽ ഖാലിഖ് ഇന്നല്ലാഹ. അതുകൊണ്ട് ചൊല്ലിക്കോ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഒരാ കുടുംബസമേതം സ്വർഗത്തിലേക്ക് എന്നതാണ് ഞാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഡിസ്കഷൻ സബ്ജക്റ്റ്. ആ കൂട്ടത്തിൽ ഞാൻ ഈ പറയുന്നത് ക്ലിപ്പിട്ടുകൊണ്ട് ആരും എന്നെ വെല്ലുവിളിക്കരുത്. ഇത് വാദപ്രവാഹത്തിന് വേണ്ടി പറയുകയല്ല, എനിക്കതിന് താല്പര്യവുമില്ല. പക്ഷെ ചില കിതാബുകളിൽ ചില മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, കുടുംബം തുടങ്ങിയതിൻ്റെ അസ്ല് മഹ്ർ സ്വലാത്താണ്. ആദം നബി അലൈഹിസ്സലാം തന്റെ ഇണയാകുന്ന ഹവ്വായെ പ്രാപിക്കാൻ വേണ്ടി കൈനീട്ടിയപ്പോ മലക്കുകളോട് അള്ളാഹു അരുത് എന്ന് പറയാൻ വേണ്ടി കൽപ്പിച്ചു. മലക്കുകൾ അങ്ങ് തടഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു, ആദമേ, ഹവ്വായെ പ്രാപിക്കണമെങ്കിൽ മഹ്ർ കൊടുത്തോ? ആദം നബി അലൈഹിസ്സലാം ചോദിച്ചു, വമാ മഹ്റുഹാ, അവൾക്ക് ഞാൻ കൊടുക്കേണ്ട മഹർ എന്താണ്? അല്ലാ പറഞ്ഞു, സല്ലി അലാ ഹബീബി മുഹമ്മദ്, അത് എന്റെ ഹബീബിന്റെ മേലങ്ങ് സ്വലാത്ത് ചൊല്ലിക്കോ. അതുകൊണ്ട് കുടുംബത്തിന്റെ ഉത്ഭവത്തിന്റെ അസ്ല് വിത്തി മഹറായി കൊടുത്തത് സ്വലാത്താണ്. അതുകൊണ്ട് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റഹീം. റഹീം എന്നതിൽ നിന്ന് യാ പോയാൽ ശ്രദ്ധിക്കണേ, റഹീം എന്നതിൽ നിന്ന് യാ പോയാൽ റഹീം, കുടുംബം എന്തായി? വലിയ ഗൗരവമെന്നായി തന്നെ മനസ്സിലായില്ലേ? ചിലരുണ്ടാവും കുടുംബത്തിൽ ആരോടും മുണ്ടൂല, എന്നിട്ട് പരന്ന നിസ്കാരതമും കട്ടിയുള്ള തലേക്കെട്ടും കെട്ടി അങ്ങ് അടക്കമുണ്ടാവും. സ്വർഗം മണം പിടിക്കൂല മുഹമ്മദ് മുസ്തഫ. എന്ത് കളി കളിച്ചിട്ടും കാര്യമില്ല, എന്ത് കളി കളിച്ചാലും കാര്യം സ്വർഗം കിട്ടൂല. എന്തുകൊണ്ട് കേട്ടോളൂ, അള്ളാഹു ലോകത്തെ എല്ലാ സൃഷ്ടികളും സൃഷ്ടിച്ചു.
സൃഷ്ടിച്ചപ്പോ ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഫഖാമത്തിർ റഹിം, കുടുംബബന്ധം എണീറ്റ് നിന്നിട്ട് അള്ളാഹിനോട് പറഞ്ഞു, ഹാദാ മുഖാമുൽ ആയിദി ബിക മിനൽ ഖതിഅ. അല്ലാഹുവേ, ശ്രദ്ധിക്കണേ, അല്ലാഹുവേ, കുടുംബബന്ധം മുറിക്കുന്ന ആള് വരുന്നതിനെ തൊട്ട് നിന്നോട് കാവൽ തേടാനുള്ള സമയമാണിത് എന്ന്. കുടുംബബന്ധത്തിൽ വിള്ളലുണ്ടാക്കിയ ആളുകൾക്ക് ദീർഘായുസ് കിട്ടൂല എന്നുള്ള ഇനി ഹദീസ് മതി. ഓല് പെട്ടെന്ന് എങ്ങനെയെങ്കിലും ആയിട്ട് മരിച്ചു പോകും. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കാരണം കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുടെ ശർറിനെ തൊട്ട് കാവൽ തേടുന്നത് സാക്ഷാൽ കുടുംബ ബന്ധം തന്നെയാ. ഖാമത്തിർ റഹിം, കുടുംബം എണീറ്റു മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് പറഞ്ഞു, ഹാദാ മുഖാമുൽ ആയിദി ബിക മിനൽ ഖതിഅ. ഇത് കുടുംബബന്ധത്തിൽ വിള്ളലുണ്ടാക്കുന്ന, കത്രികയുടെ സ്വഭാവം കാണിക്കുന്ന ആളുടെ ശർറിൽ നിന്നോട് കാവൽ തേടാനുള്ള സമയമാണ്. അപ്പൊ അല്ലാഹു തആല എന്താ പറഞ്ഞെന്നറിയോ? മാ തർലീൻ, അനക്ക് പൊരുത്തല്ലേ, നിന്നോട് ബന്ധമുള്ളവനോട് എനിക്കും ബന്ധമാണ്, നിന്നോട് ബന്ധം മുറിച്ചവനോട് എനിക്കും ബന്ധമില്ല. ഇതാണ് കുടുംബബന്ധവുമായി ബന്ധപ്പെട്ട് എന്റെ നയം എന്ന് അള്ളാഹു പറഞ്ഞതായി മുത്ത് മുഹമ്മദ് മുസ്തഫ. ഒരു കാര്യം ഉറപ്പാണ്, എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല, കുടുംബത്തിലും ഉണ്ടാകാതെ നടക്കുകയാണെങ്കിൽ. ദീനിയായ ചില കാരണങ്ങൾ ഉണ്ടാവാം, അതല്ല ഞാൻ പറയുന്നത്. ഒരാൾ കുടുംബത്തിൽ അല്ല ഇല്ല എന്നങ്ങോട്ട് പറയാണ്, അല്ലെങ്കിൽ റസൂലുള്ളാഹിനെ പരിഹസിക്കാണ്, അല്ലെങ്കിൽ എത്ര പറഞ്ഞിട്ടും കള്ളുടി മാറ്റണില്ല, എന്നാ അവനോട് മിണ്ടാതിരുന്ന അല്പം കൂലിയിട്ടും അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ളു ഫില്ലാ, എന്നാ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതൊന്നും ഒരു പ്രശ്നമല്ല, ഏറ്റവും വലിയ കള്ളുടിയനായിരിക്കും, പക്ഷെ ബൈക്കിന്റെ ബാക്കിൽ ഇരുത്തിട്ടാണ് അങ്ങനെ കറങ്ങണ്, ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്നാ കള്ളുടിക്കരുത് എന്നുള്ള കാമ പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ പ്രശ്നം മൊത്തം ദുന്യാവിന്റെ ഫുലൂസുമലും കാര്യങ്ങളിലുമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എവിടെയാ എല്ലായിടത്തും. ഇടടുത്ത് ഒരു ജ്യേഷ്ഠനും അഞ്ചനും കൂടി എൻ്റെ റൂമിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങളെ നാട്ടില് ഞങ്ങളൊരു അനുജനുണ്ട്, ഓൻ കുവൈറ്റിലാണ്. ഓൻ ആദ്യം ഒരു പെൺകുട്ടിനെ പ്രേമിച്ചിരുന്നു, പക്ഷെ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഓൻ തോബ ചെയ്ത് ഉംറക്കൊക്കെ പോയി തോബ ചെയ്ത് നന്നായി. ഇനി പൊരയ്ക്ക് വരട്ടേന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പൊരയ്ക്ക് വരണ്ടാന്ന് പറഞ്ഞിട്ട് ഓൻ ഗൾഫിൽ തന്നെ ആയിരുന്നു പ്രേമം കാരണത്താൽ. ഇപ്പോൾ ഓൻ തോബ ചെയ്ത് നന്നായി, ഞങ്ങളോട് പൊരയ്ക്ക് വരട്ടേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പോരേന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊരു അനിയനുണ്ട് ഉസ്താദെ, ഓൻ മർക്കട മുഷ്ടി, ഓൻ കടുത്ത വാശിയിലാണ്, ഓൻ പൊരയ്ക്ക് കണ്ട് ചവിട്ടിയിട്ട് കാട്ടം പുറത്താക്കുമെന്ന് അവൻ പറഞ്ഞത്. അതുകൊണ്ട് ഇവനെ പേടിച്ചിട്ട് പൊരയ്ക്ക് വരില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, അല്ല ഓൻ നിങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നതാണ്, നിങ്ങൾ എവിടെ വയലാണെങ്കിലും ഓൻ മുമ്പിലുണ്ടാവും നിങ്ങളെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ സ്നേഹിക്കുന്ന ആളെ എനിക്കറിയില്ല, ഞാനൊരു ഫോൺ ചെയ്താൽ പറ്റുമെങ്കിൽ ഞാൻ ഇപ്പം തന്നെ ചെയ്യാന്ന് പറയാം. നിങ്ങൾ ഫോൺ ചെയ്യരുത്, നിങ്ങൾ ഓനെ നിങ്ങോട്ട് വരുത്തിയിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് അങ്ങനെ പറ്റുമെങ്കിൽ ഞാൻ ചെയ്യാം, ഞാൻ ചെയ്യേണ്ടതാണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ അവനെ വിളിച്ചോളാന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ നാടൊക്കെ പറഞ്ഞു തന്നു. ഇവർ തിരിച്ചു പോയപ്പോൾ വിളിക്കാൻ നമ്പർ ഞാൻ വാങ്ങിയിട്ടില്ല, ഓലിക്ക് തരാനും മറന്നു. എന്താ ചെയ്യാ? പക്ഷെ എനിക്കിത് തലയിൽ കയറി പിന്നെ കടമയല്ലത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവിടെ നമ്മളൊരു സുഹൃത്തുണ്ട്, സമസ്തൻ്റെ ഒരു മുഹിബായ പ്രവർത്തകരുണ്ട്, അദ്ദേഹത്തിനെ വിളിച്ചു. അദ്ദേഹത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ നാട്ടിൽ മൊയ്തീൻ അയാളെ പേര് മൊയ്തീൻ എന്നുള്ളൊരു കുട്ടി ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഒന്ന് വരാൻ വേണ്ടി പറഞ്ഞിക്കണമെന്ന് പറയണമെന്ന് പറഞ്ഞു. അതിൽ ഇയാളിങ്ങനെ പറഞ്ഞു, റഹ്മാൻ ഏത് മൊയ്തീനെ ഇപ്പം ഞാൻ തിരഞ്ഞെടുക്കുക? കുറേ മൊയ്തീൻ ഇപ്പം എൻ്റെ പരിചയത്തിൽ തന്നെ ഉണ്ട്, എന്താ കാട്ടുകയെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു എന്താ ഇപ്പം എങ്ങനെയായാലും ഇടയിൽ നിങ്ങളെങ്ങനെയും തപ്പെടുത്തിട്ട് ഇങ്ങോട്ട് പിടിയെന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ എന്താ മൂപ്പരെ ഒന്ന് അറിയണമെങ്കിൽ ഒരു ലക്ഷണം പറയണമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ലക്ഷണം തന്നെ, മൂപ്പരക്ക് ഒരു കുവൈത്തിൽ അഞ്ചനുണ്ട്, അവനും ഇവനും കൂടി മുണ്ടൂല, ഓൻ കണ്ട് നാട്ടിൽ വന്നവൻ ചവിട്ടിയിട്ട് കാട്ടം പുറത്താക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ കാട്ടം പുറത്താക്കണ്ടെന്ന് പറയാനാണ് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞു. അല്ല നമുക്ക് അതല്ലപ്പോൾ പറയാനുള്ളൂ. അതിൽ ഇയാളങ്ങനെ നടന്നിട്ട് ആദ്യം ഒരു മൊയ്തീൻ്റെ വീട്ടിലെത്തി, അതൊരു മൊയ്തീനാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു ജലീറഹ്മാനെ ഒന്ന് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന്. എന്തെന്ന് വെച്ച്. അപ്പോൾ ഇയാളെങ്ങനെ പറഞ്ഞു, എനിക്ക് കുവൈറ്റിലൊരു അഞ്ചനില്ല, ഈ വാനും കൂടി മുണ്ടലില്ല. അല്ല പറഞ്ഞു എനിക്ക് കുവൈറ്റിൽ അഞ്ചനൊന്നുമില്ല, എനിക്ക് അബുദാബിയിൽ കാക്കയുണ്ട്, ഞാനും അവനും കൂടി മുണ്ടലില്ല അറിഞ്ഞ്. അപ്പോൾ ആ മൊയ്തീനും പ്രശ്നത്തിൽ തന്നെയാണ്. നമ്മൾ ഉദ്ദേശിച്ച മൊയ്തീൻ അതല്ലേ അല്ല നോക്കാൻ. അതിൽ ഇയാളിനോട് പറഞ്ഞു ഞാൻ ഇപ്പോൾ ഒരു മൊയ്തീൻ്റെ അടുത്തുള്ളത്, പക്ഷെ കുവൈറ്റിലുള്ള അഞ്ചനും മൂപ്പരും കൂടി അല്ല പ്രശ്നം, അബുദാബിയിലുള്ള കാക്കയും മൂപ്പരും കൂടിയാണ് എന്ന് അറിഞ്ഞ്. ഞാൻ പറഞ്ഞു അതിനെ അവിടെ പിടിച്ചോളൂ, ഒറ്റ വരയിലൊക്കെ കൂടി ശരിയാക്കി പോരാറിന്. രണ്ടാമത്തെ മൊയ്തീൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഇങ്ങനെ ജലീറഹ്മാൻ വരാണ്ട്. എന്തിനാന്ന് വെച്ചാൽ പറഞ്ഞു ഇജും കുവൈത്തിൽ എനിക്കൊരു അഞ്ചുണ്ടോ മുണ്ടില്ല. അല്ല കുവൈത്തിൽ എനിക്ക് അഞ്ചനൊന്നുമില്ല, ഗൾഫിൽ എനിക്ക് ആരുമില്ല, പിന്നെ ഞാനും എൻ്റെ അമ്മയും കൂടി മുണ്ടിയിട്ട് 2 മാസം അയക്കണ. അപ്പം അതിനേക്കാളും വലിയ കുഴിയില്ല ആ മൊയ്തീൻ. സത്യത്തിൽ 3-4 മൊയ്തീൻ്റെ അടുത്ത് പോയി, 4-മത്തേറ്റപ്പോൾ ഇത് കിട്ടി, 4ഉം പ്രശ്നത്തിലാണ്. ഞാൻ പറഞ്ഞു 4നും കൂടി നിരത്തി അവിടെ ഇരുത്തിക്കോളി, ഞാനൊരു വരാ ഒരു പായസം വെച്ചോളി എന്നാണ്. നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ എല്ലാ മൊയ്തീനും കുടുംബത്തിൽ വിള്ളലുണ്ടാക്കിയിട്ടാണ്. ഒരാൾ അഞ്ചനേറ്റാണെങ്കിൽ ഒരാൾ ഉമ്മാനേറ്റ്. ചിന്തിക്കണേ അമാ തർവീ അൻ അസില മൻ വസലകി വഅഖത മൻ ഖതഅകി നബിയുനാ മുഹമ്മദ് മുസ്തഫ
കുടുംബ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കിയവനോട് അള്ളാഹുവിന് ബന്ധമില്ല. അവൻ ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല, ഉംറക്ക് പോയിട്ട് കാര്യമില്ല, സംസം മുക്കി കുടിച്ചിട്ട് കാര്യമില്ല, നിസ്കാരം പെരുപ്പിച്ചിട്ട് കാര്യമില്ല, വാല് സംഘടിപ്പിച്ചിട്ട് കാര്യമില്ല. ഉമ്മയോട് മിണ്ടാത്തവനാണോ, ഉപ്പയോട് സലാം പറയാത്തവനാണോ, ഇക്കാന്റെ സലാം അടക്കാത്തവനാണോ, കുടുംബത്തിന്റെ നേരെ മുഖം ചുളിക്കുന്നവനാണോ, റഹ്മാനായ റബ്ബിന് റഹീമായ റബ്ബിന് അവനുമായി ബന്ധമില്ല. കാരണം റഹീം എന്നതിൽ നിന്നൊരു യാ പോയാൽ കുടുംബ ബന്ധമായി. അവൻ അള്ളാഹുവിന്റെ ഇസ്മിന്റെ പരിശുദ്ധിയിൽ കളങ്കം ചേർത്തവനാണ്. കാരണം അള്ളാഹു അവന്റെ ഇസ്മിന്റെ പകുതി എടുത്തിട്ടാണ് കുടുംബ ബന്ധത്തിന് നാമകരണം നൽകിയത്. എല്ലാവരും ഒന്ന് ഉറപ്പിച്ച് വെച്ചോളി. വാള് എന്ന് പറഞ്ഞാൽ കേട്ടു പോകാനുള്ളതല്ല. ചിലരൊക്കെ ചിലപ്പം ഈമാനം അങ്ങോട്ട് കയറിയിട്ട് ഇന്ന് രാത്രി തന്നെ ശരിയാവും. അടുത്ത ആൾ വേണ്ട ഇന്ന് മൊബൈൽ കയ്യിലുള്ള കാലമാണ്. നിങ്ങൾ മിണ്ടാത്ത ആൾ അമേരിക്കയിലാണെങ്കിലും ഒരു 10 രൂപ ചിലവാക്കിയിട്ട് ഹലോ എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി തീരുമാനമാവും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലെങ്കിൽ പ്രശ്നം എന്താ പറയുക, ഒന്നും കൂടി ഞാൻ ഗൗരവത്തിൽ പറഞ്ഞുതരാം, എന്നിട്ട് മറ്റു വാങ്ങലിലേക്ക് കിടക്കാം. ഒന്നും കൂടി കേട്ടോളൂ. അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ ഒരു ക്ലാസ്സിൽ നിന്ന് ദുആ ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് പറഞ്ഞു, കുടുംബബന്ധത്തിൽ പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് എണീറ്റ് പോയി എനിക്ക് ദ്വാരക്കാനാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. ഞാൻ വിശദീകരിക്കുന്നതിന് മുമ്പ് ഒരു മിനിറ്റുകളും ചിന്തിച്ച് നോക്കാണ് എന്താ പറഞ്ഞതിന്റെ മായനാണ്. കുടുംബബന്ധത്തിൽ വിള്ളലുണ്ടാക്കിയവരുണ്ടെങ്കിൽ എണീറ്റ് പോയി എനിക്ക് ദ്വാരക്കാനാണ്. കാരണം അവളുടെ സാഹസിൽ ദ്വാരന ഉത്തരം കിട്ടൂല. ഇന്ന് ചിലപ്പം വാളിന് വന്ന ഉസ്താദ് ഇങ്ങനെ ദ്വാർക്കും, മഴ ഏൽപ്പിക്കണേ, മഴ പെയ്യൂല, എന്നിട്ട് പറയും ഉസ്താദ് ദ്വാർന്നിട്ട് ഉത്തരം കിട്ടണില്ല എന്ന്. ഉസ്താദ് ദ്വാർന്നിട്ട് ഉത്തരം കിട്ടായല്ല, അജി ഇരുന്നിട്ടാണ്. കാരണം അജും കാക്കയും കൂടി മുണ്ടിയിട്ട് 4-5 ദിവസമായില്ലേ. എന്നിട്ട് ഉസ്താദിനെ പഴിയാരാണ് ഈ എന്നാ സാസെന്ന് പോകണം, അന്ന് ഉത്തരം കിട്ടും. ഇത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ എനിക്ക് ദ്വാരക്കാനാണെന്ന്. ആരായി ദ്വാരക്കുന്നത്? ആരാനത്? അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂലാ. ഇനി അതിന്റെ മേലെ ഒരാളെ ദ്വാണ്ടോ? അള്ളാഹിന്റെ ഹബീബല്ലേ റസൂലുള്ളാഹിക്ക് അള്ളാഹു ചോദിക്കണതിന് മുമ്പ് കൊടുക്കും. മൂസാ നബി അള്ളാഹിനോട് പറഞ്ഞു, റബ്ബ് ശറഹ് ലീ സദ്രീ, റബ്ബ് ശറഹ് ലീ സദ്രീ, എനിക്ക് വിശാല മനസ്കത നൽകണേ അല്ലാ. മൂസാ അലൈഹിസ്സലാം ചോദിച്ചപ്പോൾ അല്ലാഹു ഇജാബത്ത് നൽകി വിശാല മനസ്കത കൊടുത്തു. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പോലും റബ്ബി ശറഹ് ലീ സദ്രി എന്ന് ചോദിച്ചില്ല. ചോദിക്കുന്നതിന്റെ മുമ്പ് വിശാല മനസ്കത മാത്രമല്ല, ഓപ്പറേഷൻ ചെയ്തുകൊണ്ട് 4 പ്രാവശ്യം അവിടുത്തെ നെഞ്ചകം അല്ലാഹു പിന്നെയും പവിത്രമാക്കിയതിനു ശേഷം ഇങ്ങോട്ട് ചോദിച്ചു, അലം നസ്റഹ് ലക സദറക, നിങ്ങളുടെ ശറഹ് നമ്മൾ പ്രവിശാലമാക്കി തന്നില്ല നബിയേ. മൂസാ നബിക്ക് അങ്ങോട്ട് ചോദിക്കേണ്ടി വന്നു. എന്നാ റസൂലുള്ള ചോദിക്കുന്നതിന് മുമ്പ് അതിനേക്കാൾ ഭംഗിയായി, കൃത്യമായി, വ്യക്തമായി, ശക്തമായി ചെയ്തു കൊടുത്തതിന് ശേഷം അള്ളാഹു ഇങ്ങോട്ട് ചോദിക്കുകയാണ്. കാരണം മൂസാ നബി കലീമ, മുഹമ്മദ് നബി ഹബീബ. അതുകൊണ്ടാണല്ലോ അറഫാന്റെ 9ാമത്തെ ദിവസം നോമ്പ് നോറ്റ 2 കൊല്ലത്തെ ദോഷമാണ് പൊറുക്കപ്പെടുന്നത്. എന്നാൽ ആശൂറാന്റെ നോമ്പ് നോറ്റാൽ 1 കൊല്ലത്തെ ദോഷമാണ് പൊറുക്കപ്പെടുന്നത്. കാരണം ആശൂറ മൂസാ നബിയുമായി ബന്ധപ്പെട്ടതാണ്, ദുൽഹിജ്ജ 9 മുഹമ്മദ് നബിയുമായി ബന്ധപ്പെട്ടതാണ്. ഇത് അള്ളാന്റെ ഹബീബാണ്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദ്വാരക്കുമ്പോഴാ പറയുന്നത്, കുടുംബബന്ധത്തിൽ പ്രശ്നം ഉണ്ടാക്കിയ ആളുകൾ ഉണ്ടെങ്കിൽ എണീറ്റ് പോയി എനിക്ക് ദ്വാരക്കാനാണ്. കാരണം റസൂലുള്ള ദ്വാരക്കാണ്, എന്നാലും ഉണ്ടെങ്കിൽ ഉത്തരം കിട്ടൂല എന്നതിലേക്ക് ഇശാറത്താണോ എന്ന് പോലും തോന്നിപ്പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാലൊന്ന് സാസിലൊന്നും പെട്ടെന്ന് വാക്ക് ഉത്തരം കിട്ടാത്തത്. കാരണം എങ്ങനെ നോക്കിയാലും സ്റ്റേജിലുണ്ടാവും. ഇവിടെ അല്ല കേട്ടോ, ഇവിടെ അല്ല, നിങ്ങൾ ഇനി പ്രശ്നം ഇവിടെ അല്ല, ഇവിടൊക്കെ ഒക്കെ നല്ല ഉഷാറാന്ന് എനിക്കറിയാം. ഞാൻ പോണവരെ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ. പിന്നെ വേറെ എന്തെങ്കിലും ഇവിടെ ഞാൻ ഏതായാലും ഞാൻ ഇവിടെ എല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് കുറച്ച് വിശ്വസിക്കുന്ന ആളാണ്. എനിക്ക് വേറെ റിപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല. ഒരു വിഷയം തന്നെ എനിക്ക് അതിനെക്കുറിച്ച് പറയണമല്ലോ, അതുകൊണ്ടാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല. പൊതുവെയുള്ളൊരവസ്ഥ പറയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടൊരു കാര്യം തീരുമാനിക്കുക, കുടുംബബന്ധത്തിൽ വിള്ളലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശരിയാക്കുക, നന്നാക്കുക. ചില ആളുകളൊക്കെ ഉമ്മാനോട് മുണ്ടാതെ ഹജ്ജിന് പോയ ആൾക്കാരെ മലപ്പുറം ജില്ലയിൽ എനിക്കറിയാം. ഉമ്മാനോട് മുണ്ടാതെ ഹജ്ജിന് വെച്ച് കാഹബത്തിന്റെ കില്ലടിച്ചിട്ട് ദ്വാരക്ക പുറത്തേറിനെ, പുറത്തല്ല പുറത്താ കിട്ടുക, നാടും പുറത്ത്. എന്ത് പുറത്തേറിനെ? ഉമ്മാന്റെ കാലിൻ്റെ വീട്ടിലാണ് സ്വർഗം എന്ന് മുഹമ്മദ് മുസ്തഫ.
അൽ ജന്നത്തു തഹത അഖദാമിൽ ഉമ്മഹാത്ത്, അൽ ജന്നത്തു തഹത അഖദാമിൽ ഉമ്മഹാത്ത്. ഉമ്മാന്റെ കാൽക്കീഴിലാണ് സ്വർഗമെന്ന് എനിക്കിത് പറയുമ്പോൾ ഹൃദയം പടയുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കേവലം ഒരു പീസ് ഭൂമിക്ക് വേണ്ടി സ്വന്തം മാതാവിനെ ബത്തക്ക വെട്ടും പോലെ വെട്ടി ഉള്ളി അരിയും പോലെ അരിഞ്ഞരിഞ്ഞ് മണ്ണുകൊണ്ട് കയമ്പുരണ്ട് മാംസകഷ്ണങ്ങളായി പെറുക്കി കൂട്ടിയ നാട്ടിൽ വെച്ചുകൊണ്ട് നമ്മൾ പ്രസംഗിക്കുമ്പോ അല്ലാഹുവേ, നിങ്ങളുടെ മാതാപിതാക്കളിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ് നൽകണേ അല്ലാ. ഉമ്മാന്റെ കാൽ കീഴിലാണ് സ്വർഗമെന്ന് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ചിന്തിക്ക്, ഞാൻ ഈ ഒരു ഗ്ലാസ് വെള്ളം കയ്യിൽ ഇങ്ങനെ പിടിച്ചാൽ, ശ്രദ്ധിക്കുക, ഈ ഗ്ലാസ് വെള്ളം കയ്യിൽ ഇങ്ങനെ പിടിച്ചാൽ, ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചാൽ, ആയിക്കോട്ടെ, ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചാൽ ഇതൊരു 10 മിനിറ്റ് ഞാൻ പിടിച്ചിക്കൊള്ളൂ. പിന്നെ എനിക്ക് കനം കൊണ്ട് ഇവിടെ വെക്കേണ്ടി വരും. ഉറപ്പല്ലേ? ഒരു ഫ്ലാസ്ക് പിടിച്ചാൽ 2 മിനിറ്റ്. ഈ പീഠം പിടിച്ചാലോ? എന്നാലും ഉമ്മാര് നമ്മളെ കൈ പിടിച്ചിട്ടില്ല, വയറ്റിൽ ചുമന്നു 2.5 കിലോ 3 കിലോ നമ്മളുണ്ടായിരുന്നു. വയറ്റിൽ ചുമന്നു 9 മാസം. ആ കാരണത്താൽ കാലുമക്ക് നീരിറങ്ങി, കിടത്തത്തിന്റെ രൂപം മാറ്റി, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുമ്പോൾ മണം പിടിക്കാതെ ഛർദ്ദിക്കേണ്ടി വന്നു, ഭർത്താവിന്റെ കൂടെ കിടക്കാൻ പറ്റാതായി. ഒരു സമയത്തെങ്കിലും എന്നെ ഉപദ്രവിക്കുന്നവനെ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഒന്ന് മേടിയില്ല. അപ്പോഴും എൻ്റെ മോന് പ്രയാസാവോ എന്ന് കരുതിയിട്ട് ആ തള്ള പള്ളയിൽ വെച്ചിട്ട് നമ്മളെ പോറ്റി. ചിന്തിക്കണേ. രണ്ടക്ഷരം കൊണ്ട് നേടിയെടുത്ത ബന്ധത്തിലൂടെ കയറി വന്ന പെണ്ണിനെ മണിയറയിൽ വെച്ചുകൊണ്ട് തലയുടെ മന്ത്രത്തിലൂടെ തലച്ചോറിലേക്ക് വിഷം മൂടി കയറ്റിയിട്ടുള്ള പെണ്ണിന്റെ മന്ത്രം, ആ മന്ത്രത്തിൽ വശംവദനായിട്ട് പ്രിയപ്പെട്ട പൊന്നുമാനെ പുറയിൽ നിന്ന് തള്ളിക്കളയുന്ന മക്കളെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ടൊന്ന് ചിന്തിച്ചോ. എന്നോടയുടെ അടുത്ത് തവന്നൂര് വൃദ്ധസദനത്തിൽ കയറിയിട്ടുള്ള ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ പറഞ്ഞു, വൃദ്ധസദനത്തിൽ കയറിയിട്ടങ്ങ് ഇറങ്ങിപ്പോകുമ്പോ 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൊരു ഉമ്മാമ ഇങ്ങനെ വിളിച്ചു. അടുത്ത് ചെന്ന് നോക്കി, ഉമ്മയോട് ചോദിച്ചു, ഉമ്മ നിങ്ങൾ എവിടെയാ? ഉമ്മ പറഞ്ഞു, ഞാൻ പൊന്നാനിയിലാണ് പൊന്നേ. ഞാൻ പൊന്നാനിക്കാരത്തിയാന്ന് പറഞ്ഞു. അപ്പൊ ഈ സുഹൃത്ത് പറഞ്ഞു, പൊന്നാനിന്ന് ഉമ്മ നിങ്ങൾ ഈ വൃദ്ധസദനത്തിലൊക്കെ വന്ന് നിൽക്കണമെന്ന് വെച്ചപ്പോ ഉമ്മ അറിഞ്ഞെന്താ അറിയോ, എൻ്റെ മോൻ വലിച്ചോടുന്ന എന്താ കാട്ടുക എന്ന് വെച്ചു. അതിൽ ഇയാൾ പറഞ്ഞു, മോന് വിളിക്കുമ്പോൾ വരില്ല എന്ന് പറഞ്ഞിട്ട് പുറയിൽ നിന്നൂടായിരുന്നില്ലേ എന്ന് വെച്ച്. അതിൽ ഉമ്മ പറഞ്ഞെന്താ അറിയോ, അതിനെന്നെ വൃദ്ധസദനത്തേക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുന്നല്ല, അബുദാബിക്ക് എന്ന് പറഞ്ഞിട്ട് ഇറക്കിയതാണെന്ന് പറഞ്ഞു. ഇവന് അബുദാബി പോവാണ്. അപ്പൊ ഇവൻ അബുദാബി പോകുമ്പോ ഇവന്റെ ഭാര്യ ഇവനോട് പറഞ്ഞു, തള്ളയാണല്ലോ വൃദ്ധസദനം, അത് ശരിക്കും മ്യൂസിയാണ്, പഴയ സാധനങ്ങൾ കൊണ്ടുവയ്ക്കുന്ന സ്ഥലമാണ്. അപ്പം ഇത് പഴയതായ തൊള്ളയിൽ പല്ലൊക്കെ പോയാൽ, മുടി നരച്ചാൽ, തൊലി ചുളിഞ്ഞാൽ, നടു ഒടിഞ്ഞാൽ, വടി എടുക്കുമ്പോൾ പിന്നെ നമുക്ക് പറ്റൂല. അപ്പം ഇത് കൊണ്ടൊക്കെ ഒരു മ്യൂസിയം കിട്ടണം, അതാണ് വൃദ്ധസദനം. അപ്പോൾ ഇപ്പം അബുദാബിക്ക് പോകുമ്പോൾ ഇവള് പറഞ്ഞു, ഇനി അതിനെ ഇവിടെ ഇരുത്തിയ ശല്യമാണ്. എന്താ ശല്യം എന്ന് വെച്ചാൽ, കൊലായി ഇരുന്നിട്ട് തുപ്പുമ്പോൾ മുറ്റത്ത് കോണില്ല, മാർബിൾമ വീഴുകയാണ്. ഇതപ്പോൾ പ്രശ്നം. അത് ഇവളിങ്ങനെ പിന്നെ തുടച്ച് മിനുക്കിയിട്ട് കൈ ഇങ്ങനെ കുഴയാണ്. അപ്പം ഇതിനാണ്ട് നീക്കിയാൽ പിന്നെ ആ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അപ്പം പറഞ്ഞു, അത് ഞാൻ നീക്കി തരാന്ന് പറഞ്ഞു. അതിൽ പോണേന്റെ തലേന്ന് ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ ഞങ്ങൾക്ക് അബുദാബി പോണ്ടേ? അതിലാ ചള്ള എന്റെ മുത്ത് പണിയേ, അബുദാബി കൊണ്ടുപോകല്ലേ? അപ്പൊ ഇവള് തള്ള വെച്ചു, ഉമ്മ വെച്ചു, ഓളെ കൊണ്ടുപോകണില്ലേ? ആ കമ്മാനെ കൊണ്ടുപോയിട്ട് അവിടെ ഒക്കെ കാണിച്ചിട്ട് ഓളെ കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അതിലെന്നെ ഇരുന്നിട്ട് മോന് വേണ്ടി ഒരു ദ്വായാണ്, അർച്ചോനെ ഭാര്യനെ അബുദാബി കൊണ്ടുപോകണേന് മുന്നേ കൊണ്ടുപോയില്ല, എൻ്റെ കുട്ടിക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. പിറ്റേന്ന് തള്ള അബുദാബിക്ക് പോണ മേനിയിലാ മാറ്റി. ഇപ്പത്തെ തള്ളാരുണ്ട് അങ്ങനെയല്ല. മുമ്പൊക്കെ ഒരു കറുത്ത തുണിയും വെള്ള കുപ്പായം മൊക്കനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ തള്ളാരും ചുരിദാർ ഇടുന്ന കാലാണ്. ഒക്കെ കൂടി വലിച്ചു കയറ്റിയിട്ട് ആ വള്ളിയൊക്കെ പുറത്ത് കൂട്ടിട്ട് ഇങ്ങനെ നടക്കുന്നതാണ്. അപ്പോൾ തള്ള അബുദാബിക്ക് പോണ ആ മേനിയിൽ ഇതൊക്കെ മാറ്റി പിടിച്ച് ഇങ്ങനെ കൊടുന്നിട്ട് വൃദ്ധസദനത്തെ കൊണ്ടേ ഇരുത്തിയിട്ട് പറഞ്ഞു, ഇത് എയർപോർട്ടാണ്, ഉമ്മ ഫ്ലൈറ്റ് ഇപ്പം ഇറങ്ങും, ഞാൻ ഒരു കാപ്പിയായിട്ട് വരാനായിട്ട് പായം പോയി. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ചിന്തിക്കണേ. ഞാനിത് ആദ്യമായിട്ട് തുടങ്ങിയത് എന്തിനാന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, കുടുംബസമേതം സ്വർഗം തപ്പുന്നവരെ നിങ്ങൾ തപ്പുന്ന സ്വർഗം ഉമ്മയുടെ കാൽ കീഴിലാണ്. നബിയുനാ മുഹമ്മദ് മുസ്തഫ. അത് ഈ
ബേസിലെ പ്രയോഗം ആലങ്കാരികമാണോ അല്ലേ അതവിടെ ഇരിക്കട്ടെ, വേറെ കാര്യമാണ്. ചില മഹാന്മാർ അതിന് അങ്ങനെ തന്നെ അർത്ഥതലം കണ്ടുകൊണ്ട് എല്ലാ രാത്രികളിലും ഉമ്മാന്റെ കാലിന്റെ അടിയിൽ പോയി മുത്തം വെക്കുന്ന ഇമാമിങ്ങളുടെ ചരിത്രവും മഹാന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. ചില വലിയ ഇമാമിങ്ങള് കടന്നിറങ്ങുന്നതിന്റെ ഉദു ചെയ്തിട്ട് ഉമ്മാന്റെ കാലിന്റെ അടിയിൽ പോയി മുത്തുകയാണ്. ഉമ്മാ, ഇവിടെയാണ് എന്റെ സ്വർഗം ഉമ്മ. അതല്ലേ 4000 അമ്പിയാക്കൾക്ക് സേവനം ചെയ്തു കൊടുക്കാൻ ഭാഗ്യം കിട്ടിയ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരില് 114 അധ്യായങ്ങളിൽ പരിശുദ്ധമായിട്ടുള്ള ഖുർആനിൽ ഒരു അധ്യായമുണ്ട്. ആ ലുഖ്മാൻ അലൈഹിസ്സലാം മരിക്കുന്നതിന്റെ മുമ്പേ പ്രിയപ്പെട്ട മകനോട് പറയുകയാണ്, മകനേ, വാപ്പ മരിക്കുകയാ. മരിക്കുന്നതിന്റെ മുമ്പ് വാപ്പയ്ക്ക് സ്വർഗത്തിൽ നിന്ന് വല്ലതും കൊണ്ടുവന്ന് തരണേ മോനെ. മരിക്കണതിന് മുമ്പ് സ്വർഗത്തിൽ നിന്ന് വല്ലതും തരണമെന്ന് പറഞ്ഞു. ആ മോൻ പറഞ്ഞു ഇപ്പൊ തന്നെ വേണമെന്ന് വെച്ചു. ഇപ്പൊ തന്നെ വേണമെന്ന് പറഞ്ഞു. അതിൽ ലുഖ്മാൻ അലൈഹി സ്വലാന്റെ മോൻ എടുക്കാൻ പോയെന്നറിയോ? ഉമ്മാന്റെ അടുത്ത് പോയിട്ട് ഉമ്മാനോട് ഉമ്മ കാലൊന്ന് പൊക്കുമ്പോൾ എന്നാണ് കാല് പൊക്കി കൊടുത്തു. കാലിൻ്റെ അടിയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന മൺതരികൾ കൈകൊണ്ട് വിരലുകൊണ്ട് തുടച്ചിട്ട് ഒരു ഇലയിലാക്കിയിട്ട് മുത്തം വെച്ചിട്ട് വാപ്പ കൊണ്ടുകൊടുത്തിട്ട് പറഞ്ഞു, വാപ്പേ, ഇത് ഹാദിഹി തുർബത്തും മിൻ തുറാബി ജന്നത്തി, ഇതിന്റെ സ്വർഗത്തിലെ മൺപൊടികളാണ്. അതാണ് ഇൽമ്. അപ്പൊ കുടുംബസമേതം സ്വർഗത്തിലെത്തണോ? കുട്ടികൾക്ക് ഇൽമ കൊടുക്കണം. ഒന്നാമത്തെ അതന്നെ. ഇവിടെ പറഞ്ഞ ഞാൻ ഇവിടെ കയറി വരുന്നതിന് മുമ്പ് ഇവിടെ വാഫി പ്രസംഗിച്ചൊക്കെ ഇൽമിനെ കുറിച്ചാണ്. ഇൽമ കൊടുത്തേ തീരൂ. മക്കളെ ഇൽമ പഠിപ്പിക്കണം. ഇൽമില്ലാതെ വെറും കുട്ടികളെ ദുൽമിലാക്കിയാൽ കുറെ ജുഹാലും ഫുസാക്കനെയും സൃഷ്ടിച്ചുകൊണ്ട് ഖബറിൽ പോയി കിടക്കേണ്ട അധോഗതി വന്നാൽ പ്രിയപ്പെട്ട ഉപ്പ, പ്രിയപ്പെട്ട ഉമ്മ, സ്വർഗം കിട്ടൂല. ഇന്നത്തെ പ്രിയപ്പെട്ട മക്കളുടെ അവസ്ഥ എന്താണ്? ഒരു കാര്യം ഞാൻ ആമുഖമായി സൂചിപ്പിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബം സംവിധാനിച്ചത് എന്തിനാണെന്നറിയോ? അത് സ്വർഗത്തിലേക്ക് കുടുംബസമേതം ഒരു നേതാവിന്റെ കീഴിലായി മക്കളാകുന്ന മക്കള് അണിയണിയായി പടപടയായി അതാ ഉപ്പാന്റെ കീഴിലായി നേതൃത്വത്തിലായി മുസ്തഫ നബിയുടെ ജിവാറിലെത്താൻ വേണ്ടിയാണ് കുടുംബം അല്ലാഹു സംവിധാനിച്ചത് എന്ന് പ്രമാണം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് അള്ളാന്റെ റസൂല് പറഞ്ഞത്. അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ, തസവ്വജുൽ വലൂദൽ വദൂദ, കൂടുതൽ സ്നേഹിക്കുന്ന പെണ്ണിനെയോ കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണിനെയോ നിങ്ങൾ കല്യാണം കഴിച്ചോ. ലിഅന്നി മുകാഫിറും ബികുമുൽ ഉമമ യൗമൽ ഖിയാമ, അന്ത്യദിനത്തില് എന്റെ ഉമ്മത്തിൽപ്പെട്ട നിങ്ങളുടെ എണ്ണപ്പെരുപ്പം പറഞ്ഞുകൊണ്ട് മറ്റുള്ള അമ്പിയാക്കളുടെ ഇടയിൽ എനിക്കൊന്ന് അഭിമാനം പറയാനാണ്. അതുകൊണ്ട് കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണിനെയോ കൂടുതൽ സ്നേഹിക്കുന്ന പെണ്ണിനെയോ നിങ്ങൾ കല്യാണം കഴിച്ചോ. നബിയുനാ മുഹമ്മദ് മുസ്തഫ ചൊല്ലിക്കോ, നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഹദീസേ, കൂടുതൽ പ്രസവിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിച്ചോ. കാരണം എന്താ? കൂടുതൽ പ്രസവിച്ച കുറെ മക്കളായി. അപ്പൊ കുറെ മക്കളുടെ നേതൃത്വത്തിൽ നിസ്കരിക്കുന്ന വാപ്പ, നിസ്കാരത്താമ്പുള്ള വാപ്പ, അള്ളാഹിനെ പേടിക്കുന്ന മുത്തക്കയായ വാപ്പ, സ്വാലിഹീങ്ങളായ മക്കളെയും കൂട്ടിയിട്ട് നേരെ മഹ്ശറിൽ ചെന്നിട്ട് റസൂലുള്ളാഹിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ റസൂലുള്ള ഇത് സൈദലവേജല്ലേ? സൈദലവേജ് കൂട്ടത്തിലുണ്ടാ? ഇല്ല, സൈദലവേജല്ലേ? നിങ്ങളെ മക്കളല്ല? എന്നും എന്റെ റൗദയ്ക്ക് കുറെ സ്വലാത്ത് ഇട്ടലുണ്ടല്ലോ. പിന്നെ നിങ്ങളെ മക്കളെ നിസ്കാരം അവരൊക്കെ ചിട്ടൊക്കെ എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ഇങ്ങോട്ട് വരി എന്നിട്ട് കൂട്ടിപ്പിടിക്കാനാണ് കുടുംബം. വഅലമു ഉമ്മത്ത് സയ്യിദനാ മുഹമ്മദ്. അതിന്ന് പൊളിഞ്ഞില്ലേ? കാരണം നിങ്ങളൊന്ന് ഇരിച്ചോക്കാണ്. ഇന്നത്തെ നമ്മളെ ഈ മക്കളുണ്ടല്ലോ, ഈ ട്രൗസർ ഇട്ടിട്ട് മൊബൈലും പിടിച്ചിട്ട് റോട്ടിൽ കൂടി നടക്കണ വാൽമാക്രിയുമായിട്ട മക്കള്. ഈ മക്കളെ നാളെ മഹ്ശറിൽ കണ്ട അള്ളാഹുവിന്റെ റസൂൽ ഇവരെ വെച്ചിട്ട് ഇബ്രാഹിം നബിനോട് അഭിമാനം പറയോ? നിങ്ങളെ അഭിപ്രായം എന്താ? അഭിമാനം പറയോ? കാരണം അതിന് ഇവരെ നോക്കിയപ്പം മനുഷ്യനാന്ന് തിരിയണില്ല. മനുഷ്യനാന്നും തിരിയണ്ടേ? ഞാൻ ഇവിടെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ വാള് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ച് വരാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരുണ്ട് കുറച്ച് ദൂരത്ത് ഇങ്ങനെ വരണേ. അപ്പോൾ അങ്ങനെ വരണണ്ടപ്പോൾ എനിക്കൊരു മനുഷ്യനാന്ന് തോന്നിയില്ല. കാരണം ഒരു 5-8 മുടി ഇവിടെ ഇങ്ങനെ ആടിക്കളിക്കുക. എനിക്കൊന്ന് മരക്കൊത്തി പാറി തരുമോ? ഒരു മരക്കൊത്തി ഇങ്ങനെ വരണ എനിക്ക് തോന്നാം. അപ്പം ഞാൻ അങ്ങനെ സൂക്ഷ്മമായി നോക്കിയപ്പോൾ അടുത്തെത്തിയപ്പോഴാണ് ഇതൊരു മനുഷ്യനാന്ന് മനസ്സിലായത്. കാരണം ആദ്യമൊക്കെ മുടിയെന്ന് പറഞ്ഞാൽ ഇവിടെ നന്നായിട്ട് വരണ്ടിയിട്ട് ഇളനീര് മാതിരിയായിരുന്നു.
നടുവിൽ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഇവിടെ ഒരു 5-8 മുടി ഒരു മരക്കൊത്തി വരണമായിട്ട് ഒരു ബുള്ളറ്റുമൊക്കെ ഒരു ചെറുപ്പക്കാരിങ്ങനെ വരുന്ന കണ്ട നമുക്ക് വന്നു ഒരു ജന്തു ഒരു സാധനത്തിനെ കടിച്ചുകൊണ്ടിരാണോ എന്ന് തോന്നിപ്പോകും. ഇവരെ വെച്ചിട്ട് ഇബ്രാഹിം നബിന്റെ മുമ്പിൽ അള്ളാന്റെ ഹബീബ് ഇതൊക്കെ എൻ്റെ കുടുംബത്തിലെ സ്വർഗത്തുള്ള മെമ്പർമാരാന്ന് പറയാം. വാപ്പാരെ നിങ്ങളിവിടെ ഉണ്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. നിങ്ങൾ ചിന്തിക്കുക എന്താ അന്നത്തെ കുട്ടികളുടെ അവസ്ഥ. പെൺകുട്ടികളുടെ പിന്നെ ഞാൻ പറയണില്ല. അപ്പൊ തലമ ഒരു നെറ്റ് തട്ടാണ്, ഒരു നെറ്റ്. കാരണം എന്താ, മുടി നല്ല വൃത്തിയായിട്ട് നേർച്ചൊക്കെ ഉണ്ടെങ്കിൽ മറിഞ്ഞു പോകാൻ. അതിനാണ് ഇപ്പൊ വലിയ നേർച്ച മുടി ഉണ്ടെങ്കിൽ നെറ്റ് വെച്ചാൽ കാണൂല, കറുത്തായിട്ടേ കാണുള്ളൂ. അപ്പൊ മുടി കാണാൻ അപ്പൊ ഈ നെറ്റ് വെക്കണത്. പിന്നെ ബ്ലൗസ് കുപ്പായം എന്ന് പറഞ്ഞാൽ മുകളിലൊക്കെ നല്ല വീതി ഉണ്ടാവും. ഒരു കാർ പാർക്കിങ്ങിന് സ്ഥലം ഉണ്ടാവും ഇവിടെ മുകളിൽ. പാൻ്റ് ആണെങ്കിലും ഇടുങ്ങിയിട്ട് ഒരു ഉറുമ്പിന് കയറാൻ പറ്റൂല. എന്നിട്ട് ഇങ്ങനെ പോവാ. നല്ല കുടുംബത്തിൽ നിന്ന് മക്കളാണ് ഇറങ്ങി പോണത്. അതുകൊണ്ട് ചാടിപ്പോക്ക് കൂടി. എവിടെയും നമ്മൾ വെച്ചു കൊടുക്കണേ നമ്മളെ വീട്ടിലുള്ള പെൺകുട്ടികളെയാണ്. മോന് ഗൾഫിൽ നിന്ന് പൈസ അയച്ചു, ഉണ്ടി പൈസ എന്ന് കൂട്ടുക, ഒരു 40,000 ഉണ്ടി പൈസ. അപ്പൊ അതൊന്ന് എണ്ണീറ്റാണല്ലോ ഇവനെ വിടുക. അന്നത്തെ സമാനല്ല, അല്ലാതെ വിടൂലല്ലോ. അപ്പൊ അവൻ എണ്ണണത് വരെ ഇവരൊന്നും ഉള്ളുന്ന് എണ്ണണവരെ ഓനൊന്നും അവിടെ പിടിച്ചിക്കാൻ വേണ്ടി നമ്മൾ വിടണേ +2 പഠിക്കുന്ന പെൺകുട്ടിനെ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ട് ആ പൈസ കൊടുക്കുന്ന ആൾക്ക് കൊണ്ടുകൊടുത്ത ആളെ ഇറങ്ങി. നമ്മൾ ഈ 40,000 എണ്ണിന്റെ ഇടയിൽ ഓല തമ്മിൽ മൊബൈൽ നമ്പർ കൈമാറി പരിചയപ്പെട്ടു, സംഗതിയൊക്കെ ലെവലായി. അപ്പൊ 40,000 എണ്ണിട്ടാൽ 2,000 രൂപ ചെലവായിട്ടുള്ളൂ. അപ്പോഴേക്ക് 30,000 രൂപ എടുത്തിട്ട് അവള് അവന്റെ കൂടെ ചാടിപ്പോയി. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് കുറ്റിപ്പുറം പരിസരത്ത് വെച്ചുകൊണ്ട് 3 മക്കളുള്ള ഒരു പ്രിയപ്പെട്ട പെങ്ങളതാ 2കാരനായ കൊച്ചുമോനെ തേച്ചുകൊണ്ട് ഒരു ബസ് ഡ്രൈവറുടെ കൂടെ ചാടിപ്പോവുകയാണ്. ആ കുട്ടി ഇപ്പോഴും ഉമ്മ ചോദിച്ച് കരയുകയാ. അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ഇവൻ നേരത്തെ 4-5 പെണ്ണുങ്ങളെ ഇങ്ങനെ ചാടിച്ചു കൊണ്ടുപോയവനാണ്. എന്ത് പറ്റി കുടുംബമേ? നമുക്ക് പ്രധാനമായും പ്രഥമമായും പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് ഗൗരവത്തോടെ ഞാൻ പറയട്ടെ, അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, പ്രിയപ്പെട്ട ഉമ്മ, അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, പ്രിയപ്പെട്ട ഉപ്പ, അൽ മർഅതു ഔറാ, അൽ മർഅതു ഔറാ, അൽ മർഅതു ഔറാ. നബിയുനാ മുഹമ്മദ് മുസ്തഫ പെണ്ണിനക്കനയാണ്, പെണ്ണ് ഔറത്താണ്, പെണ്ണ് മറക്കപ്പെടേണ്ടവളാ എന്ന് അള്ളാന്റെ റസൂല് പറയുമ്പോ, നീ നിന്റെ മോളെ വേശ്യകൾക്ക് വേണ്ടി ഇറക്കപ്പെട്ട നൈസായ ബ്ലൗസും ധരിപ്പിച്ചുകൊണ്ട് പച്ചയിൽ പട്ടാപ്പകലിന്റെ നട്ടുച്ചയിൽ അങ്ങാടിയിലേക്ക് അങ്ങ് ഇറക്കിയിട്ട് തത്തമ്മയെ പ്രദർശിപ്പിക്കും പോലെ പ്രദർശിപ്പിച്ചാൽ കുടുംബത്തിന് കുളം തോണ്ടുന്ന മക്കളായി നമ്മുടെ പെൺകുട്ടികൾ മാറുന്നതാണ്. അപ്പൊ കുടുംബസമേതം സ്വർഗത്തിലേക്കല്ല, കുടുംബസമേതം കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയിലേക്ക് പോകുന്നതാണ്. എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയോ? നാളെ ചില ആളുകൾ നരകത്തിൽ കടക്കാൻ കാരണം അവർ നിസ്കാരം ഉപേക്ഷിച്ചതല്ല, അവർ വ്യഭിചരിച്ചതല്ല, അവർ കള്ളുകുടിച്ചതല്ല, അവർ പലിശ നക്കിയതല്ല, 5 വക്ത് നിസ്കരിക്കുന്നവരാ, തഹജ്ജുദിന് വേണ്ടി എണീക്കുന്നവരാണ്. പക്ഷേ കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയിലേക്ക് വലിച്ചെറിയപ്പെട്ടത് SSLCയിൽ പഠിക്കുന്ന മോളെ കാരണത്താലാണ്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോന്റെ കാരണത്താലാണ്. കാരണം ആജിക്കാന്റെ തലയിൽ തൊപ്പിയുണ്ട്, നിസ്കാരത്താമ്പുണ്ട്, ഹജ്ജിന് പോയിട്ടുണ്ട്, ഉമ്മ ഹജ്ജുമ്മയാണ്, പരിശുദ്ധ ഖുർആൻ ഓതുന്നവളാണ്, ദിക്റിൽ ആവേശമുള്ളവരാ, വാലിന് വരുന്നവളാ. പക്ഷെ മകനതാ കഞ്ചാവിന്റെ അടിമയാണ്, മകളതാ അവള് മൊബൈലുമായി പാതിരാത്രിയിൽ സല്ലപിക്കുന്നത് പേര് ഫാത്തിമയാണെങ്കിലും കുമാരനോടാണ്. ഇത് തേടിപ്പിടിക്കാൻ മനസ്സ് കാണിക്കാത്ത വാപ്പ, പരിശോധിക്കാൻ അവസരം കിട്ടാത്ത ഉമ്മ, നാളെ മഹ്ശറ വൻസഭയിൽ പ്രളയത്തിൽപ്പെട്ട് നിങ്ങൾ കുടുങ്ങിയിട്ട് ഹിസാബിൽ പൊട്ടുന്നത് ഈ മകൾ കാരണത്താലാണെന്ന് മറക്കണ്ട, മകൻ കാരണത്താലാണെന്ന് മറക്കണ്ട. LP സ്കൂൾ മുതൽ ലഹരി ബാധിതരായ കുട്ടികൾ വളരുന്ന കാലമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. LP സ്കൂളിലെ കുട്ടികള് ലഹരിയുമായി ബന്ധപ്പെടുന്ന കാലമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒന്ന് ആമീൻ പറയും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലെങ്കിൽ വാപ്പാർക്കും ബോധമില്ലാത്ത കാലമാണ്, അതുമില്ലല്ലോ. നിസ്കാരം മനസ്സന്മാർക്കുള്ള താക്കീത് എന്നൊരു പ്രഭാഷണത്തിന് CD
ഒരു ചെറുപ്പക്കാരെ ഇരുന്ന് കേട്ടു. അങ്ങനെ ആ കുട്ടിക്ക് തോന്നി ഇനി ജീവിതത്തിൽ നിസ്കാരം കളാക്കൂല, അതൊക്കെ മടക്കണമെന്ന്. ഓന് പരമാവധി ഒക്കെ മടക്കി എല്ലാ ദിവസവും നിസ്കാരം അവൻ നിലനിർത്തും. സുബഹിയൊന്നും പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് കളാകുന്നത് ഗൗരവത്തിലെടുത്തിട്ട് ഓന് വാപ്പാനിമാനെയൊക്കെ ഇങ്ങനെ വിളിച്ചുണർത്തും. വാപ്പാനിമാനെ നിസ്കാരം കളാക്കിയിട്ട് ഉറങ്ങാൻ വിടൂല, അങ്ങനെ വിളിച്ചുണർത്തിട്ട് ഉണർത്തിയിട്ടൊക്കെ നിസ്കരിപ്പിക്കും. അങ്ങനെയാണ് കെട്ടിച്ച പെങ്ങളും അളിയനും കൂടി വിരുന്ന് വന്നത്. വിരുന്ന് വന്നപ്പോൾ ഇവന് വാങ്ങൊടുത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കഴുകി പോകുന്ന സമയത്ത് അളിയനോട് പറഞ്ഞു, അളിയ നിസ്കരിച്ച് കിടന്നോളി. ഇവൻ ആ ഈമാൻ കയറിയതാണ്. അൽഹംദുലില്ലാഹ്, നല്ല തൗഫീഖല്ലേ, അള്ളാഹുവിൻ്റെ ഒരു ഹിദായത്തിന്റെ വെളിച്ചം കിട്ടല്ലേ, അള്ളാഹു തആല നിലനിർത്തി കൊടുക്കട്ടെ. അപ്പൊ ഇവന് എന്നെ പറഞ്ഞു, അളിയ നിസ്കാരം നിലനിർത്തണം, നിസ്കരിക്കാതിരുന്നാൽ ഇത് നരകാണ് അളിയ, അതുകൊണ്ട് കിടന്ന് എണീച്ചിട്ട് നിസ്കരിക്കാന്ന് കരുതിയാൽ പിന്നെ ഉണരൂല. അളിയനും താത്തിയും കൂടി ഇമാമും ജമാഅത്തുമായിട്ട് അവിടുന്ന് നിസ്കരിച്ചോളി എന്നൊക്കെ പറയാം. ഒരു ശേഷം നിസ്കരിച്ചു. ഇവൻ സുബഹിക്കും പിന്നെ എണീച്ചിട്ട് കലാ വീട്ടിൽ തുടങ്ങും. വാങ്ങ് കൊടുത്താൽ വാപ്പിയമ്മയും കിടക്കുന്ന റൂമിൽ പോയിട്ട് മുട്ടും. അങ്ങനെ സുബഹിയാൻ കൊടുത്തപ്പോൾ വാപ്പിയമ്മയും കിടക്കുന്ന റൂമിൽ പോയിട്ട് അതിശക്തമായിട്ട് മുട്ടി. അവർ രണ്ടാളും ഉണർന്നു. ഒതുകൊടുത്തിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇവൻ്റെ അടുത്ത പണി അളിയൻ കിടക്കുന്ന റൂമിൽ മുട്ടുകയാണ്. അപ്പം ഉമ്മ ഒതുകൊടുത്ത് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അളിയനെ ഉണർത്തുന്ന ഇവനെ മുട്ടിയിട്ട് ഇങ്ങനെ കാണും. ഉമ്മ പറഞ്ഞു, ഞങ്ങളെ ഇടങ്ങറാക്കി, ഞാറ്റിങ്ങളെ ഇടങ്ങറാക്കല്ലേ. അതിലാ മനസ്സിലായത് ഉമ്മ എണീച്ച് നിസ്കരിക്കണ ഇവന്റെ ഇടങ്ങറോണ്ടാണ്. കുടുംബത്തിന്റെ തലന്റെ അവസ്ഥ പിന്നെ വാലുമ പോകണോ? തലപ്പിന്റെ അവസ്ഥ കുറ്റിമെന്ന് വരുന്നത് ഈ ചെതല. പിന്നെ അതിമെങ്ങനെ നല്ല ചെടി ഉണ്ടാവുക, നല്ല പഴം കഴിക്കുക. ഇന്ന് അവിടുന്ന് മുരടിന്റെ അവിടുന്ന് കണ്ട് ശരിയായി തുടങ്ങണം. മുമ്പൊക്കെ വാപ്പാരുമാരും മാതൃകയായിരുന്നു കുട്ടികൾക്ക്. ഇന്ന് മാതൃക ഇല്ല. എവിടെ മാതൃക? ഒരു മാതൃകയില്ല. നിസ്കരിക്കുന്ന വാപ്പാർക്ക് തന്നെ മക്കൾ നിസ്കരിക്കണം എന്നുള്ള ചിന്തയില്ല. അവരത്തെ മറക്കണം ഉമ്മാക്ക് മോള അവരത്തെ മറച്ചോളന്നില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില സ്ഥലത്തൊക്കെ നല്ല രംഗമായിരിക്കും. അൽഹംദുലില്ലാ, ഉമ്മാരിൽ ചില ആളുകൾ തലമറക്കും, മുഖം മറക്കും, കയ്യൊറടും, കാലൊറടും, എന്നിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ മുട്ടാതി പോയിഞ്ഞ മാതിരി നല്ല രസമാണ്. അൽഹംദുലില്ലാ, അങ്ങനെ തന്നെ വേണ്ടത്. അങ്ങനെ കണ്ട് പോകും. പക്ഷെ വയസ്സ് 80 ആയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ കുറച്ച് കാലം വലിയ പ്രശ്നമൊന്നുമില്ല, എന്നാലും മറിച്ച് പോകണത് നല്ലതാണ്. കണ്ടപ്പോൾ സന്തോഷം. പക്ഷെ 80 വയസ്സായ ഉമ്മാന്റെ കൂടെ ഒരു പേരക്കുട്ടി നടക്കുന്നുണ്ട്. വയസ്സ് എത്രയാ നിങ്ങൾ? 17. അത് എവിടെയും മറിച്ചിട്ടില്ല. അത് നമ്മൾ അങ്ങാടിയിൽ നിന്ന് ഈ പയറൊക്കെ കൊണ്ടുവന്നായിരുന്നു നടുവിലൊരു കെട്ടു, ബാക്കിയൊക്കെ പുറത്തും. എന്നിട്ട് ഈ ഫുള്ളായിട്ട് മറിച്ച ഉമ്മാന്റെ കൂടെ ഇവള് ഇങ്ങനെ പോവുക. ഇവിടെ എവിടെ ഇപ്പൊ ഈമാ ഉള്ളത്? ഈ തള്ളയും മറിച്ചയിൽ എന്തെങ്കിലും ഒരു ആത്മാർത്ഥം ഉണ്ടെങ്കിൽ ആ മകൾ ഇങ്ങനെ ഒപ്പം നടക്കൂല. നടക്കാൻ ഈ തള്ള അനുവദിക്കൂല. ഈമാൻ കൽബിന്റെ ഉള്ളിൽ വേര് വന്നിട്ടുണ്ടെങ്കിൽ, അല്ല അങ്ങനെ പൊതിഞ്ഞു വെച്ചുകൊണ്ട് കാര്യമില്ല. വേര് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ കുട്ടി നടക്കൂല. മുമ്പ് നടന്നിട്ടുണ്ടായിരുന്നില്ല. എന്തിനാ ഇത് ഇത്ര പറയുന്നറിയോ? ഇതിന്റെ സൈഡ് എഫക്റ്റ് നാളെ എന്താണെന്നറിയോ? സ്വർഗത്തിലേക്കുള്ള പോക്കല്ല, മറിച്ച് കേട്ടോളൂ, അല്ലാഹുവിന്റെ റസൂൽ മിഅ്റാജിന്റെ രാത്രിയിൽ കണ്ടൊരു രംഗമാണ്. ചില പെണ്ണുങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണേ, ചില പെണ്ണുങ്ങളെ ഈ മുടി ഇങ്ങോട്ട് പിടിച്ച് തൂക്കുക, കത്തിക്കാളുന്ന ഭീകരമായ നരകത്തിൽ. ഇത് ഇങ്ങോട്ട് പിടിച്ച് തൂക്കിയിട്ട് അടിയിൽ നിന്ന് അങ്ങോട്ട് തീ കൊടുക്കുക. അതിൽ ഇവളിങ്ങനെ ആ തീ ഇങ്ങോട്ട് പാറിയിട്ട് ഇങ്ങോട്ട് ഉരുക, ശവായമാതിരി ഇങ്ങോട്ട് ഉരുകിയിട്ട് തലയോട്ട് ഇങ്ങോട്ട് പൊട്ടിയിട്ട് തലച്ചോറ് ഉരുകിയിട്ട് മുടിമക്കൂടി ഹാവി അങ്ങോട്ട് പോവുക. ഇങ്ങനെ ചില പെണ്ണുങ്ങളെ ഞാൻ നരകത്തിൽ കണ്ടു എന്ന് മുഹമ്മദ് മുസ്തഫ. ഉറക്ക സലാത്തല്ലിക്കോ മുഹമ്മദ് മുസ്തഫ. ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചു, ഇത് ആരാ ജിബ്രീലേ? ആ നബിയെ, നിങ്ങളെ ഉമ്മത്തിൽ മുടി മറക്കാതെ പുറത്തിറങ്ങിയ പെണ്ണുങ്ങളാണ് എന്ന് എന്നോട് ജിബ്രീൽ പറഞ്ഞു എന്ന് മുഹമ്മദ് മുസ്തഫ. എന്നെ കേൾക്കുന്ന പെങ്ങള്, എന്നെ കേൾക്കുന്ന ഉമ്മ, ഏതെങ്കിലും സാഹിത്യകാരന്റെ അച്ചടി ഭാഷയിൽ മിനുങ്ങിയ പ്രയോഗങ്ങൾ ഞാൻ പറയുകയല്ല, കടങ്കഥ കേൾപ്പിക്കുകയല്ല. وما ينطق عن الهوى إن هو إلا وحي يوحى എന്ന് അല്ലാഹു പറഞ്ഞ തെറ്റാത്ത നാക്കിന്റെ മുത്തായ അഷ്റഫുൽ വറാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണെങ്കിൽ എന്റെ വാക്ക് കേൾക്കുന്ന ഭർത്താക്കന്മാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ഭാര്യമാരെ നാളെ നരകത്തിൽ മുടിക്കെട്ട് പിടിച്ചു തൂക്കിയിട്ട് അടിയിൽ തീ കൊടുത്തുകൊണ്ട് തലയോട്ട് വരെ ഒരുക്കുന്ന അവസ്ഥയിലേക്ക് വിറക് കൊള്ളുകളാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഭർത്താക്കന്മാരെ? ആഗ്രഹിക്കുന്നെങ്കിൽ സ്കൂൾ ബസ്സിലേക്ക് നിങ്ങൾ പെണ്ണുങ്ങളെ പറഞ്ഞേച്ചോ, മീൻ വാങ്ങാൻ വേണ്ടി പാത്രവുമായി ഭാര്യമാരെ ഉളുപ്പില്ലാതെ പറഞ്ഞേച്ചോ, പ്രശ്നമില്ല. പക്ഷെ നിങ്ങളുടെ ഭാര്യയുടെ ഭാവി ചിത്രമാണ് ഈ പറയുന്നത്. അല്ലാഹു ഈ സമൂഹത്തെ സമുദ്ധരിക്കട്ടെ.
ഇനി കേട്ടോ, വേറെ ചില പെണ്ണുങ്ങളുണ്ട്, അള്ളാന്റെ റസൂല് പറയുകയാണ്, നരകത്തിലെ ഇരുമ്പിന്റെ ചില തൂണുകളുണ്ട്. ആ തൂണിങ്ങനെ കത്തിപ്പഴുപ്പിച്ചിട്ട് ചൂടാക്കിയിട്ട് പഴുത്ത് ചുവന്ന് വെളുത്ത് കറുത്തിങ്ങനെ നിൽക്കുകയാണ്. അല്ലാ, ആ തൂണുമേൽ ചില പെണ്ണുങ്ങളെ പൂർണ്ണമായി നഗ്നരാക്കി കൊണ്ടുവന്ന് നാവിങ്ങോട്ട് വലിച്ചു നീട്ടുകയാ. ചില മൃഗങ്ങളെ തൂണിൽ നമ്മൾ കെട്ടല് അതാ കയറ് കൊണ്ടല്ലേ, ഭ്രാന്തന്മാരെ കെട്ടല് ചങ്ങല കൊണ്ടല്ലേ. എന്നാൽ ഈ പെണ്ണുങ്ങളെ കെട്ടിയത് സ്വന്തം നാക്ക് പിടിച്ച് നീട്ടിയിട്ട് നരകത്തിലെ ഇരുമ്പിന്റെ തൂണിൽ കെട്ടുകയാണ്. എന്നിട്ട് അവരുടെ വായ അതാ ഒരൽപ്പം പോലും കരുണയില്ലാത്ത സബാനിയാക്കളായ മലക്കുകൾ വന്നിട്ട് പ്രത്യേകമായ കൂർത്തമൂർത്ത മൂർച്ചയുള്ള ആയുധങ്ങളെ കൊണ്ട് വായ അങ്ങ് അടർത്തി പിടിക്കുകയാണ്. അപ്പോഴേക്ക് വേറെ ഒരു മലക്ക് ചൂടാക്കപ്പെട്ട ടാറില്ലേ, ആ ടാറ് ആ പെണ്ണിന്റെ വായിലൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതോടെ വയറങ്ങ് കത്തുകയാ. ഇങ്ങനെ നരകത്തിൽ വെച്ചുകൊണ്ട് അദാബിലാക്കപ്പെടുന്ന പെണ്ണുങ്ങളെ കണ്ടപ്പോ അള്ളാന്റെ റസൂല് സഹയാത്രികനായ ജിബ്രീലിനോട് ചോദിച്ചു, ഇവരാരാണ് ജിബ്രീൽ? ജിബ്രീൽ പറഞ്ഞു, നബിയേ, സ്വന്തം ഭർത്താവിനെ നാവ് കൊണ്ട് ഉപദ്രവിക്കുന്ന പെണ്ണാണ് എന്ന് എന്നോട് ജിബ്രീൽ പറഞ്ഞു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഭർത്താക്കന്മാരെ നാക്കോങ്ങിയിട്ട് വേദനിപ്പിക്കുന്ന ഉമ്മ, നാക്കാകുന്ന തോക്കോങ്ങിയിട്ട് അക്ഷരങ്ങളാകുന്ന വെടിയുണ്ടകൾ തൊടുത്തു വിട്ടിട്ട് ഭർത്താക്കന്മാരുടെ മനസാന്തരങ്ങളിലേ അതാ ടെൻഷന്റെ പുക പടർത്തുന്ന പെങ്ങളെ, ഭർത്താവിനെ നാക്കുകൊണ്ട് ഉപദ്രവിച്ചാൽ ഭാവി സങ്കേതത്തിലെ സൽക്കാരമാണ് പറയുന്നത്. അല്ലാഹു സലാമത്താക്കി തരട്ടെ. വേണ്ടത് അങ്ങനെയല്ലല്ലോ. ഭർത്താവ് നേരെ സ്വർഗത്തിലേക്ക് പോകുമ്പോ വലത് ഭാഗത്തതാ ഉമ്മ, ഇടത് ഭാഗത്തതാ ഉപ്പ, പിറകിലതാ ഭാര്യ, പിന്നെ അതാ മക്കള്. അങ്ങനെ സിറാത്ത് വിട്ടുകടക്കാൻ അല്ലാഹു നമുക്ക് അവസരം നൽകട്ടെ. പാപ്പാന്റെ നേതൃത്വത്തിൽ അതിന് ഇവിടെ അങ്ങനെയൊക്കെ പോകണം. ഇവിടെ ഇപ്പം ഉമ്മാനായിട്ട് പോകണം. നിങ്ങൾ കണ്ടുകണോ? ഇപ്പം അടുത്ത് ഞാൻ ഒരാളെ കണ്ട, ഒരു മുതലാളിയാ. ഇന്നോവയിൽ പോകും മുമ്പിൽ ഭാര്യ, മുൻസീറ്റിൽ ഭാര്യ, കുട്ടിനെ മടിയിലിരുത്തിയിട്ട് അതിൻ്റെ നേരെ ബാക്കിൽ 4-5 മക്കള്. ഉമ്മാനെ കൊണ്ടുപോയിട്ട് ടിക്കിലിരുത്തിക്കണം. അതാണ് എവിടുക്കാ പോയി പോക്ക്? ഉമ്മ നമ്മക്കൊന്നുമല്ല. ഈ തള്ള നേരെ ബാക്കിൽ പല്ലില്ലാതെ വലിയോരോ ഓരം പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കണം. ഈ പോക്ക് നരകത്ത് കാട്ടോ. ഉമ്മാനെ ഇരുത്തണം മുമ്പിൽ. പെണ്ണുങ്ങളെ വേണമെങ്കിൽ ടിക്കി കൊണ്ടിരുത്തിക്കോ. അവിടെ പെണ്ണുങ്ങൾ ഇരുത്തണ്ട കേട്ടോ. പെണ്ണുങ്ങളെ മാനായിട്ട് സുഖമായിട്ട് ഒരു സ്ഥലത്ത് ഇരുത്തണം. പക്ഷേ എന്താ ഉമ്മാനെ ബാക്ക് കണ്ട് തള്ളണ്? എന്താ അത്? എന്താ അത്? വാടക ചെമ്പ അമ്മിക്കുട്ടിയാ? നമ്മളെ പൊരയിൽ ഉമ്മാന്ന് പറഞ്ഞപ്പോ വാഷ് മെഷീനാ. കാരണം നല്ല നല്ല ചെറുപ്പക്കാർ 10-20 വയസ്സായിക്കണ്. എന്നിട്ട് ഓലിട്ട ആ ടൈറ്റ് പാൻറ് അതെന്നോ വെള്ളം കണ്ടതാണേക്കാരം. എൻ്റെ അടിക്കൊക്കെ നോക്കി അണ്ണാച്ചാൽ അടിപ്പാടുണ്ടായി കീറി പറഞ്ഞിട്ട് ചാലും. ഇതൊക്കെ കൂടി കൊണ്ടുപോയിട്ട് ഊരിയിട്ട് 70 വയസ്സായ അമ്മാനെ വെത്തുകിട തിരുമ്മിക്കോളേ. എടാ ചെറുപ്പക്കാരാ, ബുദ്ധി ഉണ്ട നീ? നിന്റെ ആരോഗ്യം ഉമ്മാക്കുണ്ടോ? നിനക്കെന്താ കയ്യും കാലൊക്കെ അല്ല? എനിക്കാണ് തിരുമ്പിക്കൂടെ? എനിക്കെന്താ ഒന്നുണ്ട് അലക്കിയാല്? അവര് എക്സർസൈസ് അല്ലേ? ഉമ്മാനെ എന്തിനാ ഏൽപ്പിക്കണ ഈന്ന്? നാണല്ലല്ലോ ഉമ്മ. ചില ഉമ്മാരുടെ അവസ്ഥയും പിന്നെ അങ്ങനെ തന്നെയാ. അള്ളാഹുവെ കാത്തുരക്ഷിക്കണം റബ്ബേ. എന്തൊക്കെയാ. ഞാനൊരിക്കൽ തിരുവനന്തപുരത്ത് വാതിനപ്പോൾ വാല് കഴിഞ്ഞിട്ട് രാവിലെ അത് സുബീക്കാൻ ട്രെയിൻ. അപ്പോൾ സംഘാടക സമിതിയുടെ ചെയർമാൻ്റെ വീട്ടിലാണ് കിടക്കുന്നത്. അത് രാവിലെ സുബീക്കുമ്പോൾ തന്നെ എണീറ്റു. സുബി അവൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ജമാഅത്തായിട്ട് നിസ്കരിച്ചിട്ട് പെട്ടെന്ന് ട്രെയിൻ കിട്ടാൻ വേണ്ടി പോകുമ്പോൾ അയാളെ ഉമ്മയും ഭാര്യ ഒരു ചെറിയ കുട്ടിയാണ്, വലിയൊരു കൊട്ടാരാണ്. അപ്പം നിങ്ങൾ നോക്ക്, പിന്നെ ഇയാളിങ്ങനെ അലറുകയാണ്. അപ്പം ഉമ്മയാണ് ഇങ്ങനെ വണ്ടിൻ്റെ ചാവി ഇടുന്നു കൊടുക്കണ്, മൂപ്പരെ ഷൂ ഇടുന്നു കൊടുക്കണ്, മൂപ്പരെ മോൻ്റെ ഷൂ ഉമ്മ ഇടുന്നു കൊടുക്കുക. അതിന് ഇയാൾ ഉമ്മാന്ന് വിളിക്കണില്ല എന്ന് പറയുമ്പോഴത്തേ തള്ള പണിയൊക്കെ എടുക്കുന്നുണ്ട്. അതിൽ വണ്ടിൻ്റെ ചാവി ഇടുന്നു കൊടുത്തപ്പോൾ അലമാറിൻ്റെ ചാവിയായി പോയി. തള്ളല്ലേ, അതിൻ്റെ അടുത്ത് മാറൂലേ, വെളിച്ചം വെക്കണതിന് മുമ്പല്ലേ. അതിൽ പനും എന്താ നിങ്ങളെ കണ്ണ് ശരിയല്ലേ? എന്തേ മോനെ, ഇതെന്താ അലമാര ഇറക്കാനാ വെച്ചത്? അതിൽ തള്ള എൻ്റെ അടുത്ത് അബദ്ധം വന്നാണ് ഇപ്പോൾ കൊടുത്താൽ എൻ്റെ വണ്ടിൻ്റെ ചാവി കൊടുത്തു. ഇതും കൂടിയാണ് ഇപ്പം എൻ്റെ തലക്കാണ്ട് കയറി.
ഞാൻ പറഞ്ഞു വണ്ടി കയറി നിങ്ങളെ ഉമ്മാനോട് 2 മിനിറ്റ് ഒരു കാര്യം പറയാണ്ട്. അതിൽ മൂപ്പർക്ക് എന്തിനാണെന്നും തോന്നണില്ല, ഓടണില്ല. കാരണം ഇതൊന്നും ഇപ്പം അങ്ങനെ തെറ്റായിട്ട് ആരും കാണുന്നില്ല. ഞാൻ ഇയാൾ വണ്ടി കയറിയിട്ട് ഇയാളിനോട് പറയേണ്ട ഉസ്താദ് വൈകണ്ട കേട്ടോ, ട്രെയിന് വരാനേക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉമ്മാനെ വിളിച്ചിട്ട് ഉമ്മ നിങ്ങളയാളെ ഉമ്മല്ലേന്ന് വെച്ച് ആന്ന് പറഞ്ഞു. എന്നാൽ ഈ പണി മേലാൽ നിങ്ങൾ ചെയ്തത് എന്തേന്ന് വെച്ചു, ഇത് ഖിയാമത്ത് അടയാളാണ്. അൻതലിദൽ അമതു റബ്ബതഹാ, മക്കളുടെ മുമ്പിൽ ഉമ്മമാര് അടിമകളെ പോലെ സേവനം ചെയ്യുന്ന കാലമെന്ന് മുഹമ്മദ് നബി. അപ്പൊ ഈ ഉമ്മ എന്നോട് പറഞ്ഞ എന്താ അറിയോ, ഉസ്താദെ എങ്ങനെയൊക്കെ ഒപ്പിച്ച് ചെയ്തൂട്ടിട്ടല്ലേ ഇവിടെ നിന്ന് പോണത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്ത് ബർക്കത്താണ് പറയിലുണ്ടാകുക, എന്ത് ബർക്കത്താണ് പറയിലുണ്ടാകുക. എടാ പക്വത എന്ന് പറഞ്ഞാൽ നീ MLA ആയാലും MP ആയാലും മന്ത്രി ആയാലും, നീ ഖത്തീബാണെങ്കിലും മുദരിസ് ആണെങ്കിലും, നീ വലിയ യോഗ്യനാണെങ്കിലും ഉമ്മാന്റെ മുമ്പിൽ മകനായി നിന്നൊടുക്കലാണ് യോഗ്യത. അവിടെ നമ്മൾ വലിയ ആളാരുത്, അത് പൊട്ടന്റെ ലക്ഷണമാണ്. ഇന്നോടത്ത് ഇന്നത് എന്നുള്ള രീതി ഉണ്ട്. അത് കീപ്പ് ചെയ്യുന്ന ആൾക്കേ യോഗ്യനാൻ കഴിയുള്ളൂ. എന്റെ മകന്റെ മുമ്പിൽ ഞാൻ വാപ്പയാണ്, പക്ഷെ എന്റെ വാപ്പാന്റെ മുമ്പിൽ വാപ്പല്ല മോനാണ്. എന്റെ ശിഷ്യന്റെ മുമ്പിൽ ഞാൻ ഉസ്താദാ, പക്ഷെ എന്റെ ഉസ്താദിന്റെ മുമ്പിൽ ഉസ്താദല്ല ശിഷ്യനാണ്. ഓരോ സ്ഥലത്തും അതുപോലെ നിന്നൊടുക്കലാണ് യോഗ്യത, അല്ലാതെ തോന്നിയ കാടത്തം കാട്ടലല്ല. നമുക്ക് തോന്നിയ കാട്ടല യോഗ്യത. അതുകൊണ്ട് ചിന്തിക്കണേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അഖല് എന്നൊരു സംഗതിയുണ്ട്, ബുദ്ധി. അത് കേവലം ചതല് പിടിച്ച ബുദ്ധിയാകാൻ പാടില്ല. ഉമ്മാനെയും വാപ്പാനെയും തിരിച്ചറിയുന്ന വിദ്യാഭ്യാസം നമ്മുടെ മക്കളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ കയ്യിലുള്ള ഡിഗ്രി കുമ്പാരങ്ങളെ കൊണ്ട് നേട്ടമില്ല. അല്ലാഹു നമ്മെ സലാമത്താക്കി തരട്ടെ. അതുകൊണ്ട് ഉമ്മമാരെ ഉപ്പമാരെ കുടുംബസമേതം സ്വർഗത്തിൽ പോകണോ? അടിസ്ഥാനപരമായിട്ട് ഞാൻ പറയുന്നു, സ്വർഗത്തിന്റെ താക്കോല് ഇൽമാണ്, മാരിഫത്താണ്, ഇൽമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നതിനെ കുറിച്ചുള്ള ഇൽമാണ്. അതുകൊണ്ടല്ലേ മഹാന്മാർ മക്കൾ അത് പഠിപ്പിക്കുന്നത്. നമ്മുടെ ഭാര്യയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന കുഞ്ഞിന്റെ ചെകിട്ടിലായി നമ്മൾ പറയുന്നത് ഇൽമല്ലേ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അത് അഖീദയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അത് അഖീദയാണ്. ഹയ്യ അലസ് സ്വലാഹ് അത് ഫിഖ്ഹാണ്. ഹയ്യ അലൽ ഫലാഹ് അത് തസവ്വുഫാണ്. ഇതൊക്കെ തന്നെയാണ് മദ്രസയിലെ സിലബസും. അപ്പൊ പിന്നീട് പഠിക്കുന്ന എല്ലാത്തിന്റെയും മൂലധനം ആദ്യമായിട്ട് നമ്മൾ ചകിട്ടിൽ കൊടുക്കുന്നുണ്ട്. അതെന്തെയും ബാങ്കന്നപ്പോ പോയിട്ടോ, ഇപ്പൊ ബാങ്ക് കൊടുക്കണ പേരൊക്കെ കീറല്ലേ, ഇപ്പൊ പേര് കുറവാണ്, കീറാണ്. ഇപ്പൊ ഒരു പെണ്ണ് വീട്ടിൽ പ്രസവിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ന് പേപ്പറിൽ വരുന്ന അത്ഭുതമായിട്ട് മാറിയത്. എന്നോട് ഇവിടെ അടുത്തൊരാൾ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലൊരു മഹാത്ഭുതം നടന്നു. എൻ്റെ ഒരു പെണ്ണ് പരിയിൽ പെറ്റു നടന്നു. ഒക്കെ മഹാത്ഭുതമായി. മുമ്പ് ഇതൊക്കെ ഒരു അത്ഭുത. മുമ്പെന്താ ഒക്കെ പോയി. ഇപ്പോ മുമ്പ് ഒന്നുമില്ല. ആ സമയത്തിയാൽ ഒരു ചൂലെടുത്തിട്ട് വല്യമാര് മോളെ പുറത്തേക്ക് ഇറക്കും, അടിച്ചോരടിയെന്ന് അറിയും. ഈ പെണ്ണിങ്ങനെ ചൂലേറ്റ് അടിച്ചു വരുമ്പോൾ ഒരു കുളത്തിൽ പിടിക്കല്, ചൂലിട്ട് കണ്ട് വാടിയെന്ന് പറയും. റൂമിലാണ്ട് കിടത്തും. എന്നിട്ട് വല്യമാണ്ട് മജ്ലിസിന് പറയലും, അല്ലാഹ് എല്ലാ ബലാഉം ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറകത്തിനാൽ കാക്കണോ യാ റബ്ബന ആലാ ഇലാഹ. മജ്ലിസുന്നൂന് സാസാണ്, അതുകൊണ്ട് സാന്ദർഭമായിട്ട് ബന്ധിപ്പിട്ട ഒന്ന് ഓർക്കാൻ. ദണ്ണം വബാവാസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന ആലാ ഇലാഹ. ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിന് കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങള തുണ റബ്ബന ആലാ ഇലാഹ ഇല്ലല്ലാഹു. അല്ലാഹുവേ, ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഈ സദസ്സിനെ കബൂലാക്കണേ അല്ലാഹ്. താസുവായിന്റെ രാത്രിയിലെ വൈജ്ഞാനികമായ സൽക്കാര സദസ്സിനെ സംഘാടകരിൽ നിന്ന് കബൂലാക്കി ഞങ്ങളെയും അവരെയും രക്ഷപ്പെടുത്തണേ അല്ലാഹ്.
പ്രയാസങ്ങൾ നീക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ റബ്ബേ. ക്യാൻസർ അധികരിക്കുന്ന കാലമാണ്, അറ്റാക്ക് അധികരിക്കുന്ന കാലമാണ്. ബദരീകളെ സ്നേഹിക്കുന്ന, അവർക്ക് വേണ്ടി സഹായം നൽകുന്ന, സമ്പത്ത് നൽകുന്ന, അധ്വാനം നൽകുന്ന, ഉറക്കൊഴിക്കുന്ന, വേർത്തൊലിക്കുന്ന, കട്ടപ്പെടുന്ന, പറയുന്ന, കേൾക്കുന്ന, പകരുന്ന, നുകരുന്ന ഞങ്ങളെ എല്ലാവരെയും ബദരീങ്ങളുടെ മദദ് കൊണ്ട് ദുനിയാവിലെ ഇസ്സത്തിലാക്കണേ അല്ലാ, ആഖിബത്ത് നന്നാക്കണേ അല്ലാ, ആഫിയത്തുള്ള ദീർഘായുസ്സ് തരണേ അല്ലാ. സ്റ്റേജിലും താഴെയും പ്രായമേറിയ കാരണവന്മാരുണ്ട്, രോഗികൾ വേറെയുമുണ്ട്, ആലിമീങ്ങളുണ്ട്, മുത്താലിമീങ്ങളുണ്ട്, സ്നേഹപുഷ്പങ്ങൾക്ക് സമാനം പ്രശോഭിതരായിട്ടിരിക്കുന്ന കർമ്മോത്സകരായ ചെറുപ്പക്കാരുണ്ട്, അതിലേറെ ഉമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട്. റബ്ബേ, ഈ സദസ്സ് ഞങ്ങളെ സ്വർഗീയ സംഗമത്തിന് കുടുംബസമേതം സ്വർഗത്തിൽ പോകുന്ന സദസ്സായി സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അള്ളാഹു സ്വീകരിക്കട്ടെ. ഏതൊരു ആമീൻ അള്ളാഹു കബൂലാക്കി നമ്മളൊക്കെ രക്ഷപ്പെടും. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. ഒന്നാമീൻ പറയും, അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പൊ കുടുംബം എങ്ങനെയാണ്? റബ്ബന, സ്വർഗത്ത് പോകുന്ന കുടുംബനാഥന്റെ അജണ്ടയാണ് ഖുർആൻ പറയുന്നത്. കേട്ടോളൂ. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. കുടുംബസമേതം ആര് പോകും എന്നതിന്റെ മറുപടി ഈ ആയത്ത് തന്നെയാണ്. ഏത് കുടുംബനാഥന്റെ കൽബിൽ കുടുംബത്തെക്കുറിച്ച് ഈ അജണ്ടയുണ്ടോ, ആ കുടുംബനാഥൻ കുടുംബത്തെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നവനാണ്. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തട്ടെ. എന്തോ അത് റബ്ബന, ഒന്ന് റബ്ബന, അതാണ് റബ്ബന, റബ്ബി എന്നല്ല റബ്ബന. കാരണം കുടുംബത്തിലെ വാപ്പ ഞാൻ എന്നത് ഒഴിവാക്കണം. ഞാനല്ല, നമ്മക്ക് നിസ്കാരമുണ്ട്, തൊപ്പിണ്ട്, നമുക്ക് തലയെക്കെട്ടുണ്ട്. വാപ്പി പേടിക്കേണ്ട, പിരിവൊക്കെ സമയത്ത് നടന്നോളൂ. വാപ്പിക്ക് പേടി കുടുംബം സ്വർഗമൊന്നുമല്ല, പിരിവ് എന്താ കാട്ടുറായ്മാനി എന്നുള്ളതാണ്. അത് ഇൻഷാ അല്ലാഹ് പിരിവ് ലക്ഷ്യാക്കാൻ മതി. പിരിവാണ്ട് വന്നോളും. പിരിവ് പേമാരി വരും, ലക്ഷ്യാക്കാൻ മതി. പിരിവ് ലക്ഷ്യാക്കരുത്, വിഷയം ലക്ഷ്യാക്കി ഇടയിൽ പിരിവുണ്ടാവും. നിങ്ങൾ എന്താപ്പോ ഈ ബദരീങ്ങൾക്ക് വേണ്ടിയുള്ള ഈ പന്തല്, ബദരീങ്ങൾക്ക് വേണ്ടിയുള്ള ലൈറ്റ്, ബദരീങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുക്കിയ താസുവാന്റെ രാത്രി വിരുന്ന്, ഇതിന് കൊടുക്കാൻ പൈസ നമ്മളെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾ ആ പൈസ നടന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ തരൂലേ? ചോദിച്ചാൽ നിങ്ങൾ തരൂലേ? ഒന്ന് ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞോളി. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി ഇവര് തരും ഇൻഷാ അല്ലാഹ്. ഇനി രാത്രി ഇൻഷാ അല്ലാഹ് തരാതെ പോയാണ്ടല്ലോ പിന്നെ വീരാണ്ട് തരും. അതാണ്. ഞാൻ കുറച്ച് വിഷയം വരട്ടെ. എന്നിട്ട് ഈ പിരിവ് കടന്ന പിന്നെ വിഷയം അവിടെ കെട്ടോ. പുറത്തും നൂറുദിനങ്ങളുണ്ട് അവിടെ ഇത് സപ്ലൈ ചെയ്യാൻ വേണ്ടി ഇരിക്കണം. അതൊന്ന് വെറുതെ ഒരുപാട് ആളുകൾ പുറത്ത്, ആയിരക്കണക്കിന് ആളുകൾ വേറെയും കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ പിരിവിക്കാണ്ട് ഇറങ്ങിയാൽ പിന്നെ പുറത്ത് കേൾക്കുന്ന ആൾക്കാരൊക്കെ വിഷയം എടുത്തേക്കല്ല പൊതുവെ. അപ്പോൾ വിഷയം എവിടേക്കെങ്കിലും ഒന്ന് എത്തിയിട്ട് ഇൻഷാ അല്ലാഹ് ഉടനെ പിരിവ് എന്ന് പറഞ്ഞാൽ അത് പുറത്തൊരു കാര്യമില്ല. കുറേ വിഷയങ്ങൾ കേൾക്കുക, പിന്നെ രക്ഷപ്പെടാനുള്ളൊരു വാതിൽ തുറക്കുക, അതിലെല്ലാവരും അമൽ ചെയ്യുക, സ്വർഗത്തിൽ ടോക്കൺ വാങ്ങിയിട്ടാണ്ട് പോവുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കാരണം വിഷയങ്ങളൊക്കെ കേട്ടിട്ട് ടോക്കൺ തരുമ്പോൾ വാങ്ങാതെ പോയാൽ അതും ബുദ്ധിമുട്ടാണ്. ടോക്കൺ എന്ന് പറഞ്ഞാൽ സ്വർക്ക തരുന്നേ, അതന്നെ ടോക്കന്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ദീനിന് വേണ്ടി കൊടുക്കാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു നല്ല സമ്പത്ത് നമുക്ക് തെറ്റേ കണ്ട, നല്ല സമ്പത്ത് തെറ്റെന്ന് പറഞ്ഞപ്പോ ആമീൻ കൊടുക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ഇത് പൊതുവേ മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. കാരണം ഈ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മണ്ണിൽ നിന്നുണ്ടായ സാധനമാണ്. മണ്ണിനൊരു സ്വഭാവമുണ്ട്, ഗുരുത്വാകർഷണ ബലമാണ്. ഗുരുത്വാകർഷണം എന്ന് പറഞ്ഞാൽ ഒക്കെ ഇങ്ങോട്ട് വാങ്ങലാണ്, കൊടുക്കൂല. മണ്ണിന്റെ സ്വഭാവം അതല്ലേ. ഐസക് ന്യൂട്ടൻ അതല്ലേ കണ്ടുപിടിച്ചത്. ആപ്പിൾ തലേക്ക് വീണ്, അത് ആ മരത്തിൻ്റെ തൊട്ട് പോയിരിക്കണ്ടെന്ന് ആദ്യം പറഞ്ഞാണ് നമ്മൾ. ഏതായാലും ഇരുന്നപ്പോൾ കാറ്റടിച്ചപ്പോൾ ഒന്ന് തലേക്ക് വീണ്. അപ്പം മൂപ്പരിങ്ങനെ ഇണ്ടിച്ചു, തലവേദന ആയപ്പോൾ അതെന്താ അങ്ങോട്ട് പോകാൻ കാരണം. അതിൽ മൂപ്പർക്ക് മനസ്സിലായി ഭൂമിക്ക് ഗുരുത്വാകർഷണ ബലം ഉണ്ട് എന്ന്. അതിനാലപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പം നമുക്ക് എപ്പോഴും ഇങ്ങോട്ട് കിട്ടണം എന്നുള്ള ചിന്തയുണ്ട്. അതാണ് ഞാൻ അല്ലാഹു തആല പൈസ നമുക്ക് എല്ലാം തെറ്റേ ആമീൻ കൊടുക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ആ ഗുരുത്വാകർഷണ ബലത്തിന്റെ സ്വഭാവം ഉണ്ടല്ലോ, ഈ ഇൽമോണ്ടും അമലോണ്ടും നമ്മൾ തടിയെന്നാണ് നീക്കി കളയണം, നല്ല രക്ഷപ്പെടുള്ളൂ. അതുകൊണ്ട് ഒന്നും കൂടി ആമീൻ പറയും. അള്ളാഹു ദീനിന് വേണ്ടി നല്ലോണം കൊടുക്കാൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഇഞ്ഞ് കിട്ടും ഇൻഷാ അല്ലാഹ്. അല്ലെങ്കിൽ കടുങ്ങാത്തുണ്ടിനെ കുറിച്ച് ഇന്നൊരു തീരുമാനം എടുത്തിട്ട് പിരിഞ്ഞിട്ട് നാളത്തെ സാഹസിൽ നിങ്ങളെ ഉദാഹരണം പറയും ഇൻഷാ അല്ലാഹ്. അപ്പൊ കുടുംബനാഥന്റെ തേട്ടതാ റബ്ബന. അങ്ങനത്തെ കുടുംബമുണ്ട്. സുബ്ഹാനല്ലാഹ്. ഒരു പെങ്ങളുണ്ട്, എന്റെ എല്ലാ പ്രഭാഷണവും കേൾക്കുന്നവളാണ്. അതാ വയറ്റിലൊരു മുഴ വന്നു, വലിയ മുഴയാണ്. മേജർ ഓപ്പറേഷന് വേണ്ടി കോഴിക്കോട് അഡ്മിറ്റ് ചെയ്യപ്പെടാൻ വേണ്ടി പോകുമ്പോ കാറിൽ നിന്ന് എനിക്ക് വിളിച്ചിട്ട് കരഞ്ഞിട്ട് ഭർത്താവിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് മസല ചോദിച്ചത്, നിസ്കാരം എന്താണ് ചെയ്യുക ഉസ്താദ്? നിസ്കാരം ഖലാ ആകില്ലേ?
ബോധം കെട്ടാൽ എന്താണ് മസല? ഉദു ചെയ്യാൻ പറ്റാതെ ഞാൻ അങ്ങനെ തിയേറ്ററിൽ കയറിയ എങ്ങനെയാണ് ഉദു ചെയ്യേണ്ടത്? നിസ്കാരം എന്നൊരൊറ്റ ചൂട് മാത്രമേ ആ പെങ്ങൾക്കുള്ളൂ. അല്ലാഹുവേ, രോഗം ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ഒരു മോന് ഹാഫിളാണ്, മക്കളെ ഇഫ്ദിന് പറഞ്ഞേക്കുന്നു, ഇൽമിന് പറഞ്ഞേക്കുന്നു. അങ്ങനെയുള്ള വാപ്പമാര് ഈ സദസ്സിലുണ്ട്. ഈ മദ്രസയിൽ തന്നെ ജോലി ചെയ്യുന്ന മുഅല്ലിമീങ്ങള് 5ഓളം വാഫികളാണ്. അവര് വാള് പറയുന്നു. ഞാൻ ഈ സ്റ്റേജിലേക്ക് കയറുന്നത് വരെ വാള് പറഞ്ഞത് വല്ലപ്പുഴയിലുള്ള പ്രിയപ്പെട്ട ഈ വാഫയാണ് എന്നെ ഭക്ഷണത്തിന് വേണ്ടി കൊണ്ടുപോയത്, എനിക്ക് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയത്, ഇതിന്റെ സംഘാടനത്തിൽ മികവ് കാണിച്ച് ഇഖ്ലാസോടെ മുന്നേറുന്നത് പണ്ഡിതന്മാരായ ചെറുപ്പക്കാരാണ്. അവർ അരമുറിയൻ പാണ്ഡിതാരികളല്ല. പാതിരാത്രിയിൽ ഗൾഫുകാരെ ഭാര്യമാരെ ശല്യപ്പെടുത്തുന്ന മൊബൈലേന്തികളല്ല. കണ്ടാൽ തിരിച്ചറിയാത്ത മുടികട്ടിങ്ങിന്റെ ഉടമകളല്ല. അവർ 5 വക്ത് നിസ്കരിക്കുന്നു, മാതാപിതാക്കൾക്ക് ദുആ ചെയ്യുന്നു, ഉസ്താദുമാർക്ക് ദുആ ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന വാപ്പാ, അങ്ങനെ ഒരു വാഫി നിങ്ങൾക്ക് വേണ്ടേ? ഹുദവി നിങ്ങൾക്ക് വേണ്ടേ? ബാഗവി നിങ്ങൾക്ക് വേണ്ടേ? ഫൈസി നിങ്ങൾക്ക് വേണ്ടേ? താരിമി നിങ്ങൾക്ക് വേണ്ടേ? അഷ്റഫി നിങ്ങൾക്ക് വേണ്ടേ? റഹ്മാനി നിങ്ങൾക്ക് വേണ്ടേ? അസ്ഹരി നിങ്ങൾക്ക് വേണ്ടേ? ദീന് പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു ആലിമ വേണ്ടേ? പുറയിൽ തെറ്റ് നടക്കുമ്പോ മസാല പറഞ്ഞ് തിരുത്താനുള്ള ഒരു പണ്ഡിതന് വേണ്ടേ? ഉള്ള മക്കളൊക്കെ ആനകളെ പോലെ ചവിട്ടി മതിച്ചും പുലികളെ പോലെ കടിച്ചു കയറിയോ, പാമ്പുകളെ പോലെ വിഷമൂതിയും തേളുകളെ പോലെ കുത്തിനോവിച്ചു, പെരിച്ചായികളെ പോലെ ഉറക്കൊഴിച്ചും മലമ്പുകളായി ചവറുകളായി ബഹളമയമായ അന്തരീക്ഷത്തിൽ മഹല്ലുകളെ പറയിപ്പിക്കുന്ന കുടുംബത്തിന്റെ കുളം തോണ്ടുന്ന നരകത്തിലേക്കുള്ള ചവറുകളായി മാറിയാൽ സ്വർഗത്തിലേക്ക് ആളെ കിട്ടുമോ? അതുകൊണ്ട് കുടുംബനാഥനായ പൊന്നുവാപ്പ, നിങ്ങളുടെ അജണ്ടയിൽ ഒന്നാമത്തെ അജണ്ട ഞാൻ എന്ന ധാരണയല്ല, നീ എന്ന ഭാവനയല്ല. റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ നാം എന്നതാണ്. നാം മക്കളെല്ലാരും കൂടി കൂട്ടിയിട്ട് നാം കുല്ലുക്കും റാഇൻ. മോനെ ബക്കറ്റ് ആണുങ്ങൾ എടുത്ത് കൊണ്ടോണ്ട, മോനെ ബക്കറ്റ് ആണുങ്ങൾ എടുത്ത് കൊണ്ടോണ്ട, പെണ്ണുങ്ങൾ എടുത്ത് കൊണ്ടുപോയാൽ മതി കേട്ടോ, പെണ്ണുങ്ങൾ എടുത്ത് കൊണ്ടുപോയാൽ മതി. കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊൽ. ഇങ്ങോട്ട് നോക്കിക്കോളൂ, ആര് ബക്കറ്റായി തിന്നാൻ കൊണ്ടുവരുന്നല്ല. ഇനിയിപ്പോ ഒന്ന് സാധനം കാണുമ്പോഴേക്ക് തിന്നാനാന്ന് കരുതിയിട്ട് തിന്നാനല്ലേ കുട്ടി. അത് ആ പെണ്ണുങ്ങളെടുത്ത്, പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ആ മാക്സിമം പറഞ്ഞൊക്കെ ഇട്ടാണ്ടിരിക്കണേ ആണ്ടുണ്ടായിക്കോളെ. ഞാൻ മാന തീരാത്തോണ്ടാന്ന് അറിയില്ല, അതുകൊണ്ടോ ചെറിയ കുട്ടിയാണ്. ആണുങ്ങളെടുത്തൊക്കെ വേണ്ടട്ടോ. അത്രയും പരമാവധി നിങ്ങളെ രക്ഷപ്പെടുത്താനുള്ള പരിപാടിയിലാണ് ഞാൻ. അങ്ങക്കറിയാം അത് എവിടെ കൊണ്ടുപോയി അവസാനം ഉണ്ടാക്കുന്നു. കുല്ലുക്കും റായിൻ കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതി നബിയുനാ മുഹമ്മദ് മുസ്തഫ. റബ്ബനാ, ഞങ്ങളെ രക്ഷിതാവേ. നമ്മളിത് ഇങ്ങനെ തഹജ്ജുദ് നിസ്കരിച്ച് നമ്മളിങ്ങനെ സ്വതക്കം കൊടുത്ത് ഇങ്ങനെ നടക്കാം. മോങ്ങാനാ ടൗസർ ഇട്ടിട്ട് കള്ളിഷാപ്പിന്റെ മുമ്പിൽ ഇങ്ങനെ പഴയ കാലത്തെ റേഷൻ കടയിൽ അരിക്കി ക്യൂ നിൽക്കണമാതിരി ഇങ്ങനെ നിൽക്കുക. വാപ്പ ജമാഅത്തിനെ തൊപ്പിയിട്ട് പോവാ. അങ്ങനെ ഒരു ദീനില്ല, അങ്ങനെ ദീനില്ല. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി മുഹമ്മദ് മുസ്തഫ. ഒരാള് ഒരു കാര്യം ഇഷ്ടപ്പെട്ടാൽ ഈമാൻ പൂർത്തിയാവണമെങ്കിൽ അത് സ്വന്തം സഹോദരൻ ഇഷ്ടപ്പെടുന്നവരെ ഈമാൻ പൂർത്തിയാവൂല എന്നാണ്. നമ്മൾ സാധാരണ അർത്ഥം വെക്കും. നമ്മൾ ഈ ബിരിയാണി ഇഷ്ടപ്പെട്ട മറ്റോന് ബിരിയാണി കൊടുക്കണം, നമ്മൾ നെയ്ച്ചോറ് ഇഷ്ടപ്പെട്ട വേറെ ഉള്ളവന് നെയ്ച്ചോറ് കൊടുക്കണം. കുട്ടി ഈമാന്റെ ഹൈസ്യത്തിൽ ആ ചർച്ച. അവിടെ ബിരിയാണി നെയ്ച്ചോറല്ല. അതിനങ്ങനെ അർത്ഥമില്ല എന്നൊന്നും ഈ പറഞ്ഞതിന് അർത്ഥമില്ല. പക്ഷെ അർത്ഥത്തിന്റെ മർമ്മം എന്താ അറിയോ? നമുക്ക് തക്കവ ഇഷ്ടമായിട്ടുണ്ടോ അത് മോന് ഇഷ്ടപ്പെടണം, അത് മരുവന് ഇഷ്ടപ്പെടണം, അത് മോൾക്ക് ഇഷ്ടപ്പെടണം, അത് അഞ്ചത്തിക്ക് ഇഷ്ടപ്പെടണം, ജ്യേഷ്ഠത്തിക്ക് ഇഷ്ടപ്പെടണം, കുടുംബത്തിന് കൊടുക്കണം. എന്നാലേ ഇത് പൂർണ്ണമുള്ളൂ എന്നാ പറഞ്ഞതിന്റെ മർമ്മം. എന്നിട്ട് ബിരിയാണി നെയ്ച്ചോറൊക്കെ കൊടുത്താൽ മതി. ഇത് നമ്മള് റബ്ബനാ തിരുത്തി നമ്മളെ രക്ഷിതാവ്. അതുകൊണ്ട് വാപ്പാരോട് ഒന്നാമത് ഞാൻ പറഞ്ഞു, കുടുംബസമേതം സ്വർഗത്തിലെത്തണോ റബ്ബന എന്നതിൽ ഇശാറത്ത് പഠിക്കണം. എല്ലാവരും കൂടി പോകണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് എളുപ്പമുണ്ട്. ഒന്ന് ആമീൻ പറയാം, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നും കൂടി ആമീൻ പറയാം, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.
എളുപ്പമുണ്ട്. അങ്ങനത്തെ കുറെ ആജമാരെ എനിക്ക് തന്നെ പരിചയമുണ്ട്. ഇവിടെ അടുത്ത് ഞാൻ ഒരു വാളിനായപ്പോഴ് ഒരു ആജിക്കുണ്ട്. അയാളൊരു ആലിമൊന്നല്ല, ഒരു സാധാരണ ആജി, പക്ഷെ തൊപ്പിയൊക്കെ ഇട്ടിട്ടതുപോലെ അൽഹംദുലില്ലാ ഇവിടെയൊക്കെയുള്ള ആജിമാരുമായി തന്നെ ഇരുന്നിട്ട് പള്ളിയിലൊക്കെ വരും, സ്റ്റേജിലൊക്കെ കയറും. ഞാൻ പിരിവിന് വേണ്ടി നിങ്ങളെ ജാക്കിടാൻ തോന്നണ്ട, ഇത് ഉള്ള കാര്യം പറയാണ്. അതുപോലെ ജമാഅത്തൊക്കെ ആയിട്ട് നിസ്കരിക്കുന്ന നല്ലൊരു ആജി. അപ്പോൾ വാളൊക്കെ കഴിഞ്ഞിട്ട് പള്ളിയിൽ നിസ്കരിക്കാൻ പോയപ്പോൾ ഇയാൾ ഞാൻ ഓതുകൊടുക്കുന്ന ഹൗലിൻ്റെ അവിടെ ഒരു 11-12 വയസ്സുള്ള ഒരു കുട്ടീൻ്റെ തൊപ്പിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ആചാര്യ എന്നോട് വെച്ചു, ആ ചെറിയ കുട്ടി നിങ്ങൾ അറിയുമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ലായിരുന്നു. അതിൻ്റെ ഇളയ മോനെ ഹാഫിളാണ് എന്നറിയാം. ആ ഇളയ മോനെ ഹാഫിൾ 12-13 വയസ്സായിട്ടുള്ള അപ്പോൾ പിന്നെ ഹാഫിൾ ഖുർആൻ ഹിഫിൾ ഉണ്ട്. അതിൽ ഞാൻ ഇയാളെ വല്ലാതെ സന്തോഷത്തോടെ നോക്കി. ഒരു കുട്ടിനെ ഹാഫിളാക്കിയല്ലോ. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് കുട്ടികളുണ്ടോയെന്ന് ചോദിച്ചു. ഇനി 3 ആൺകുട്ടികൾ വേറെ ഉണ്ട്, ഓലക്കൊക്കെ എന്താ പണിയെന്ന് വെച്ചു. അപ്പം എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ആ മൈക്കൊന്ന് ശരിയാക്കി തന്നില്ലേ. അപ്പോൾ തടിച്ചൊരു താടിയുള്ള ജുബട്ടൊരു മൂല്യര് കയറി നിന്നിട്ട് മൈക്കൊന്ന് ഇങ്ങനെ ഉണ്ടാക്കി തന്നീന്ന്. അതിൻ്റെ മൂത്ത മോനാ, മൂപ്പര് കഴിഞ്ഞൊല്ലം വെല്ലൂരിൽ നിന്ന് ഇറങ്ങിയ ബാക്കവിയാണ്. ചെറിയ മോന് ആപ്പിള്, മൂത്ത മോന് ബാക്കവി. ഞാൻ ചോദിച്ചു ഇനി 2 എണ്ണല്ലോ, എവിടെയെന്ന് വെച്ച്. ആ 2 ജാറുള്ളതിൽ ചമ്മാടിൽ ഉദവിക്ക് പഠിക്കണേ പറഞ്ഞു. ഈ വാപ്പ കുടുംബസമേതം സ്വർഗത്ത് കൊണ്ടുപോകും. നമ്മളോട് ചോദിച്ചപ്പോൾ എന്താ പറയാനുള്ളത്? റഹ്മാനെ അത്താണിയും ഇരിക്കുമ്പോൾ ബോധം കെട്ട് വീണില്ലേ, അത് താഴെയുള്ളവനാ കഞ്ചാവ് വലിച്ചിട്ട്. പള്ളിയിലെ ഔലങ്കർക്കൽ അടി ഉണ്ടാക്കിയിട്ട് മൂക്കിന്റെ പാലം പൊട്ടിയിട്ട് ആംബുലൻസ് കൊണ്ടുപോയില്ലേ, മൂത്തോനാണ്. പിന്നെ നമ്മൾ ആ നബീസ് ഉണ്ടല്ലോ, 27 നബീസാനെ കൊണ്ടായ 17 വയസ്സായ കുട്ടി ഉണ്ടല്ലോ, അത് ചെറിയനാണ്. ഇങ്ങനെ കുറെ എണ്ണുണ്ടാക്കിയിട്ട് എന്താ കാര്യം എന്ന്. അപ്പൊ അങ്ങനെയല്ലേ ചാടി കൊണ്ടുവരണം. ഇപ്പൊ കണ്ണൂർ ഒരു പെണ്ണിനെ 40 വയസ്സ് പെണ്ണിന് കൊണ്ടുപോയാൽ എനിക്ക് 17 വയസ്സോ. ചിന്തിച്ചോക്കാ നിങ്ങൾ, കൊണ്ടുപോകുന്ന കോലം നോക്കാണ്. ഞാൻ അങ്ങനെ എന്തിച്ചു ഇവർ പോയിട്ട് ഇപ്പൊ എന്താ കാട്ടുന്നത്, ചാറ്റയും പുട്ടുണ്ടാക്കി കളിക്കണോ? ലോഡ്ജിലേറ്റ പോലെ ഇവളിങ്ങനെ തൊട്ടിട്ടിട്ട് ബാബാന്ന് പറയേണ്ടി വരും. എന്നാലും ചാടിപ്പോവന്നെ. കാരണം എന്താ സംഗതി എന്നറിയോ? ഈ കുട്ടികൾക്ക് ഈ ഹോർമോൺ വരുന്നില്ല, വികസിച്ചിട്ടില്ല. ലൈംഗികമായ ഉത്തേജനം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ കുട്ടികൾക്ക് 14 വയസ്സുള്ള കുട്ടി വൃദ്ധയെ കയറി പിടിച്ചു. നമ്മളെ കേരളത്തില് വേറെയുള്ളക്കാണ്ട് മാറ്റാം. 90 വയസ്സുള്ള ക്യാൻസർ രോഗിണിയായ പെണ്ണിനെ കൊല്ലത്ത് ലൈംഗികമായി പീഡിപ്പിച്ചു. പെണ്ണല്ല, തള്ള, ഉമ്മച്ചിനെ. 90 വയസ്സെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിന്റെ ഓറമാതിരി ആയില്ലേ. അതന്നെ ക്യാൻസർ രോഗിണിയായ തള്ള. മലയാളക്കര എവിടുക്കാ പോണത്? ഒരു വാള് പറഞ്ഞ ഒതുങ്ങപ്പതൊക്കെ. 90 വയസ്സുള്ള ക്യാൻസർ രോഗിണിയായ തള്ളയെ ലൈംഗികമായി പീഡിപ്പിച്ചു. അത് നമ്മളിങ്ങനെ ചിന്തിച്ചു കൊല്ലത്തല്ലേന്ന്. അപ്പൊ പിറ്റേന്നുണ്ട് തൃശ്ശൂർ ജില്ലയിൽ 60 വയസ്സുള്ള 2 കിഡ്നിയും പോയ തള്ളനെ 5 വയസ്സുള്ള പേരക്കുട്ടിനെ മുമ്പിൽ വെച്ചിട്ട് 2 ആൾ വന്നിട്ട് പീഡിപ്പിച്ചു. പിന്നെ ഇവിടുത്തെ കഥ ഞാൻ പറയണില്ല, അത് നാളെ വേറെ ജില്ലയിൽ പോയി പറഞ്ഞോളെയാണ്. കാരണം എൻ്റെ പണി അതാണ്. മലപ്പുറം ജില്ല പറയുമ്പോൾ മലപ്പുറം ജില്ലത്തെ വല്ലാതെ പറയില്ല. അപ്പം തൃശ്ശൂരും അവിടെ പോയി പറയുമ്പോൾ ഇവിടുത്തെ എടുക്കും. അങ്ങനെ മുമ്പൊക്കെ ഞാൻ തിരൂരാണ് എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു അഭിനിവേശം ഉണ്ടായിരുന്നു. ഞാൻ തിരൂരാണ്. ഇപ്പോൾ തിരുവനന്തപുരം അവിടെയൊക്കെ എറണാകുളമൊക്കെ അതിനു മുമ്പ് തിരൂരാണ്, പൊന്നാനിയിലാന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നല്ലൊരു ഒരു ബഹുമാനം കിട്ടിയിരുന്നു. ഇപ്പോൾ നാട് പറയും എവിടെയെന്ന് വെച്ചപ്പോൾ എങ്ങനെ തർമ്മലാണ് എന്നറിയലാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഈ തർമ്മല പോലെ തർമ്മ തന്നെയല്ലോ. ഈ തർമ്മല ഏതോ നാടാന്നിരിക്കും. കാരണം എന്താണ്, വൈലത്തൂരാന്ന് പറയാൻ വയ്യ, പെൺപാണിയം കൊണ്ടാണ് നടക്കാൻ വയ്യ. കടുങ്ങാത്തോണ്ടാന്ന് പറയാൻ പറ്റുമോ? ഞാൻ ആവർത്തിക്കണോ ഇവിടുത്തെ സംഗതികൾ? അല്ല. എന്നാ ഞാൻ തിരൂരാന്ന് പറയാൻ പറ്റുമോ? അവിടെ 3 വയസ്സ് മുതൽ ലൈംഗിക പീഡനം തുടങ്ങി അല്ലേ. പിന്നെ എവിടെയെന്നാ പറയാ, പൊന്നാനിക്കാണ്ട് അടുക്കാൻ വയ്യ, കള്ളോണ്ട് കള്ള്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ എവിടെ നാടെന്ന് വെച്ചാൽ തർമ്മലാന്ന് പറഞ്ഞ് ഉരുണ്ട് കളിക്കലാണ്. ഇപ്പോൾ തർമ്മലാണ്, എവിടേക്കും അനങ്ങാൻ പറ്റാതായി. ഇതൊക്കെ ആരാണ് ഇതിന്റെ ബാക്കിൽ? നമ്മളെ ഇത് അബൂജാഹിലിന്റെ കുട്ടികളല്ലല്ലോ, നമ്മളെ കുടുംബത്തിലെ കുട്ടികളല്ലത്. ഒരു കുടുംബം കൂടെ ഈ കുട്ടികൾ കളിക്കണ കളികൾ കണ്ടുകണോ? പുതിയാപ്പിള്ളൊക്കെ കൊണ്ടുപോകണേ എങ്ങനെ, ഏത് വായിച്ചാ ദജ്ജാലിനെ കൊണ്ടെടുക്കണമായിരുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതെടുത്തൊരു പുതിയാപ്പിള്ള വരുന്ന രംഗം എനിക്കിങ്ങനെ കാണിച്ചു തന്നൊരു കുട്ടി. അപ്പം പറഞ്ഞു നിങ്ങൾ ഏതായാലും ഒക്കെ പറയുന്ന ആളല്ലോ ഒന്ന് കണ്ടോളിന്ന്. അപ്പം ഇങ്ങനെ എന്തോന്ന് പറഞ്ഞാൽ ചിലരിങ്ങനെ ചാടുന്ന്, അതിൽ ചിലർ തുണിയൊക്കെ ഊരിയിട്ട് തലമ കെട്ടിക്കണം. പുതിയാപ്പള്ളം കൊണ്ടുവരാം ഇങ്ങനെ. അതിൽ ഇവരിങ്ങോട്ട് വരുമ്പോൾ ഈ ബഹളം കൊണ്ട് ഇങ്ങോട്ട് വരാതെ തടുക്കാൻ വേണ്ടിയിട്ട് പെണ്ണിൻ്റെ നാട്ടിലെ കുറച്ച് കാക്കക്കാരന്മാരും മസിൽ പവർ ഉള്ളവരൊക്കെ കൂടി തടുക്കാൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതും ഞാൻ കാണുന്നുണ്ട് മൊബൈലിൽ. പക്ഷെ ഈ പഹരിങ്ങനെ വരണേണ്ടപ്പോൾ തടുക്കാൻ നിന്നവരൊക്കെ ജമ്മുവും കസറും ആക്കാനുള്ള ദൂരത്ത് ഓടിക്കണം. വരവ് കണ്ടു, കാരണം തടുക്കാൻ കഴിയില്ല. ആജാതി വരവാണ്. ഓരോന്നിൻ്റെ മുടിക്കെട്ട് ഇങ്ങനെ ചാടുകയാണ്, കോത്താമ്പി ചാടണമായി. ഇതാരാ ഇത് തടുക്കുക? ഞാൻ അങ്ങനെ കണ്ടപ്പോൾ എനിക്കൊന്ന് മൊബൈൽ ഇപ്പോൾ പൊട്ടിപ്പോകുന്നു.
ഇങ്ങനെ കുറേ സ്പ്രേ അടി. എന്നിട്ട് ഈ മുസ്ലിം മാപ്പിളാര് ഒരു പുതിയാപ്പിളിനെ കൊണ്ടുവരുന്ന രംഗം ഇങ്ങനെ കാണുമ്പോൾ നെറ്റത്ത് കുറിയുള്ള അയ്യപ്പന് മൂക്കുമ്പോൾ വരല് വെക്കുക. അള്ളാഹു ഇതിൽ നിന്നാണെങ്കിൽ മറ്റേ കുട്ടികൾ വരുന്നത്, കുടുംബത്തിൽ നിന്ന് കുട്ടി. ഇതൊക്കെ കൂടി ഇപ്പോൾ സ്വർഗത്തേക്ക് പോകുമെന്ന് പറഞ്ഞാൽ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ കാരണന്മാർ എങ്ങനെ ഇപ്പോൾ ഇതൊക്കെ തിരുത്താൻ ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം. ഇന്നും ഞാൻ നടപ്പിലാക്കിയിട്ടുണ്ടത്. തിരുത്താൻ പറ്റും. നിങ്ങൾ നിൽക്കാൻ എന്താ പള്ളിയിൽ ചാക്കിയാൽ പള്ളിൻ്റെ ഉള്ളിലേക്ക് ഇവർ ഇങ്ങനെ കയറൂല എന്ന് ഉറപ്പാണ്. പള്ളിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറിയാൽ എന്നെ പോലത്തെ ഹത്തിമാരുണ്ടാവും. ഞങ്ങൾ തെളിയിക്കും ഈ വാള് എന്ന് പറഞ്ഞാൽ കുത്തുബോധ മാത്രമല്ല തെളിയിക്കും. ഞാൻ തെളിയിച്ചിട്ടുണ്ട്. അത് കുത്തുബോധ മാത്രമല്ല എന്നാണ് തെളിയിക്കും. പള്ളിൻ്റെ ഉള്ളിൽ കുളച്ച് പോകുന്നത് എന്ന് മാത്രമല്ല, ഇവർ ഇനിയിപ്പോൾ ഏത് കുളച്ച് പോയാലും പള്ളിക്ക് നമ്മളെ കുട്ടികൾ ഇങ്ങനെ കയറൂല. അങ്ങനെ ഒരു ഈമാൻ ഓൽക്കുണ്ട്. പള്ളിക്ക് പോലെ അങ്ങനെ കയറൂല. പള്ളിൻ്റെ ഉള്ളിൽ എന്നിട്ട് പടക്കം പൊട്ടിക്കൂല, പള്ളിൻ്റെ ഉള്ളിൽ എന്നിട്ട് തുണി വയ്ക്കൂല, പള്ളിൻ്റെ ഉള്ളിൽ വന്നിട്ട് സ്പ്രേ അടിക്കൂല. അതിനോട് ബഹുമാനം അവർക്കുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ആ പള്ളി വെച്ച് നീക്കാർച്ച, ആ വെള്ളിയാഴ്ച രാവിലെ ആക്കുക. എന്നതൊക്കെയാണ് മാറിക്കിട്ടുന്നേ. അപ്പോഴല്ലേ കുടുംബം സ്വർഗത്ത് കൊള്ളൂ. കാരണം തുടക്കം ശ്രദ്ധിക്കണ്ടേ? തുടക്കം ഇക്കോളത്തിലാ, പിന്നെ അതിന് വരുന്ന കുട്ടികളെ കഥ പറയണോ? ഇത് മലപ്പുറത്തെ ആളുകൾ എല്ലായിടത്തും ഞാൻ ഒരു രീതിയിലല്ലെങ്കിൽ മറ്റു രീതിയിൽ പറയുന്നതാ. ഒന്ന് ഗൗരവത്തിലെടുക്കണമെന്ന് വളരെ സങ്കടത്തോടെ പറയുകയാണ്. അള്ളാഹു ആർക്കെങ്കിലും ഒരു വെളിച്ചവും പരിവർത്തനവും നൽകട്ടെ. ഇത് നമ്മളതല്ല. ഇത് നമ്മൾ ആദ്യം ഒരു 3 ദിവസത്തെ കല്യാണമാണ് തീരുമാനിക്കും. മൈലാഞ്ചി കല്യാണം ആദ്യം സിനിമാ നടന്മാർക്ക് പങ്കെടുക്കാനുള്ളത്, പിന്നെ ക്രിക്കറ്റ് താരം പങ്കെടുക്കുക, പിന്നെ മദ്രസ മുഅല്ലിമീങ്ങൾക്കും സദറിനും ഖത്തീബിനും പങ്കെടുക്കാനുള്ളത്. ഇബ്ലീസിനെ അള്ളാഹിനെ ഒപ്പം തൃപ്തിപ്പെടുത്തുക. കല്യാണത്തിന് അന്ന് അങ്ങനെയാണ്. എല്ലാ പരിപാടിയും നടക്കും. ഗാനമേള, വീഡിയോ ക്യാമറ, ഫാത്തിഹ എന്തുവായി അത് നടക്കും. ഗാനമേളൊക്കെ നടക്കും. ആ പെൺകുട്ടിനിങ്ങനെ ചുണ്ടുമൊക്കെ ലിസ്റ്റിക്ക് ഇട്ടിട്ട് ചോദിപ്പിച്ചിട്ട് കൊടുന്ന് ഇരുത്തുക. എന്നിട്ട് അപ്പുറത്ത് വേറെ പെൺകുട്ടികൾ, ഇപ്പുറത്ത് വേറെ പെൺകുട്ടികൾ, മുമ്പിൽ കുറേ ആൾക്കാർ ക്യാമറ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. ഇതിൽ മുന്നിൽ നിൽക്കുന്ന ആൾ മുമ്പ് 3 പെണ്ണുങ്ങൾക്ക് ഗർഭമുണ്ടാക്കിയ ആളാണ് ഈ കാരണം. എന്നിട്ട് ഓനൊക്കെ ക്യാമറ പിടിച്ചിട്ട് ആചാര്യ മോളെങ്ങനെ ഒപ്പിയെടുക്കുക. ഓന ഉള്ളിൽ ഇങ്ങനെ ആഗ്രഹിക്കണ്ടാവും ഇതിനൊന്നും കിട്ടിയാൽ തർക്കമുണ്ടായിനിലാണ്. എന്നിട്ട് അതിന് മൈലാഞ്ചി കല്യാണം എന്ന് പേരിടുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഖത്തീബിനെ വിളിച്ചിട്ട് ഒരു ഫാത്തിഹ ഓതിയിട്ട് ദുആയും അൽ ഫാത്തിഹ. എന്നിട്ടൊരു അല്ലാഹുമ്മ ബാരിക് ലനാ വലി ഹൗലായി, പടച്ചോനെ ഞങ്ങൾക്കും ഈ ചാടി കളിക്കുന്നവർക്കും ബർക്കത്ത് കൊടുക്കണേ. ഇങ്ങനെ ഒരു കല്യാണം അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇവിടൊക്കെ ശുദ്ധി വേണം, ഇവിടൊക്കെ ശുചിത്വം വേണം, ഇവിടൊക്കെ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് മുഴങ്ങാത്ത കാലോ കുടുംബത്തിലേക്ക് ആൾക്കൂട്ടത്തെ പ്രതീക്ഷിക്കാൻ പറ്റൂല. അള്ളാഹു നമ്മെ സലാമത്താക്കട്ടെ. അതല്ലേ അള്ളാഹിന്റെ റസൂല് പറഞ്ഞത്. ദീർഘമായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. എന്റെ പ്രിയ സുഹൃത്ത് ഖലീൽ നബി ഇന്നലെ പ്രസംഗം നിർത്തിയ സമയമായിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ 15 മിനിറ്റ് വൈകിട്ടാണ് ഞാൻ തുടങ്ങിയതെന്നുകൊണ്ട് ഒരല്പസമയം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്നെല്ലാവരും ഒരു 3 സ്വലാത്ത് ചൊല്ലിക്കേ. അല്ല ഇരുന്നോളി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി. ഇനി ഞാൻ ഒരു ചരിത്രം പറഞ്ഞുതരാം. ഒരു ചരിത്രമാണ് പറഞ്ഞുതരാം. അതിനെല്ലാ മാതൃകയും പഠിക്കണം. ഒറ്റ ചരിത്രം പറഞ്ഞുതരാം. നിങ്ങൾക്ക് സമയമുണ്ടോ? എന്നാ ഒരു ചരിത്രം പറഞ്ഞുതരാം. അപ്പോൾ അവസാനത്തിൽ എനിക്ക് സ്വഭാവമുണ്ട്. ഞാൻ ഒന്ന് ഇരിക്കും, അപ്പോൾ ഓപ്പറേറ്റർ ഒന്ന് നിൽക്കും, എന്നിട്ട് എനിക്ക് സെറ്റിങ്സും ശരിയാക്കി തരും. ഈ പീഡ ഇവിടുന്ന് ഒഴിവാക്കും, കസേരയിൽ ഇരിക്കും. ഒരു 10 മിനിറ്റ് ചെറിയ സ്വകാര്യം പറഞ്ഞത് ആരുടെ നമുക്ക് പേരിയാ എന്തേ? പിന്നെ എല്ലാവർക്കും ചോറുണ്ട്. നിങ്ങൾ ഏതായാലും ഞാൻ അരമണിക്കൂർ ഇരിക്കുമെന്ന് എനിക്കറിയാം. ആർക്കെങ്കിലും തയ്യാറാവോ? പിന്നെ ഒരു പറയുന്ന 12 ആൾ വന്നത് ഈ കൂട്ടത്തിലുണ്ട്. ആളെണ്ണം ഓരോ പൊതി വാങ്ങിയാൽ ചിലപ്പം തേഞ്ഞില്ലാന്ന് വരും. അതുകൊണ്ട് 10-12 ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ 2 പൊതിയൊക്കെ വാങ്ങിയിട്ട് അതുകൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോഴേ ഞാൻ പറഞ്ഞത് പൂർത്തിയുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും കൂടി ഇത് കഴിഞ്ഞാൽ എനിക്ക് തുടങ്ങും വിളി, ഏത് ഹോട്ടലിലേക്കാണ് കയറേണ്ടി നിങ്ങളെ വകായിട്ട് എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് എല്ലാവരും ആ വിഷയത്തിലൊന്നും എന്നെ പെടുത്താനല്ല, ഈ വിഷയം വിജയിക്കാൻ വേണ്ടി സഹകരിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നതോടുകൂടി ഓപ്പറേറ്ററെ ഞാൻ പീഠത്തിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രസംഗത്തിനല്ല, എനിക്ക് സൗകര്യം ചെയ്തു തരാൻ വേണ്ടിയിട്ട്. വരും, എനിക്കൊന്ന് ഇരിക്കാനോ ഈ പീഠമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് കയ്യിൽ മൈക്ക് തന്നാൽ മതി. ഒരു ചരിത്രം പറഞ്ഞുതരാം. ഒരു ചരിത്രം. പിന്നെ
ഇനി നമുക്ക് ഇതുവരെ പറഞ്ഞതൊക്കെ കാര്യം തന്നെ. ഇനി കാര്യത്തിൻ്റെ മർമ്മത്തിലേക്ക് കയറാം. നമുക്കൊക്കെ ഒരുപാട് രോഗങ്ങൾ. ഇന്നലെ ഇന്നലെ വയല് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിരുന്നപ്പോഴേ ആ പുരക്കാരന് അറ്റാക്കുണ്ട്, ക്യാൻസറുണ്ട്. അയാളെ മലദ്വാരം അടച്ചിട്ട് ഇപ്പോൾ വേസ്റ്റ് വിസർജ്യമൊക്കെ വരുന്നത് വയറിൻ്റെ അവിടെ ഒരു തുള ഉണ്ടാക്കിയിട്ട് പുറത്തേക്ക് ബാഗ് വെച്ചിട്ട് ഇങ്ങനെ വരികയാണ്. അള്ളാഹു അദ്ദേഹത്തിന് സലാമത്ത് കൊടുക്കട്ടെ. ഞാനത് ഭക്ഷണം കഴിക്കാനുള്ള വീട്ടിൽ നിന്ന് കണ്ടപ്പോൾ എൻ്റെ പ്രസംഗത്തിൽ നിന്ന് ഇന്നലെ ആൾക്ക് വേണ്ടി ദ്വാരന്നിട്ട് ഇറങ്ങിപ്പോയപ്പോൾ വേറെ ആൾ വേദന നിൽക്കണം. അയാളിനോട് പറഞ്ഞു, ഉസ്താദ് ഇവിടെ തൊട്ട് നോക്കി, ഞാനും അങ്ങനെ തന്നെയാണ്, ഇവിടെ 2 തോളുണ്ട്. ഇത് വ്യാപകമാണ്, ക്യാൻസർ അറ്റാക്ക് വ്യാപകമാണ്. നമ്മൾ മജ്‌ലിസുന്നൂറൊക്കെ വെച്ചത് തങ്ങൾപ്പാപ്പ ഇത് തുടങ്ങിയ എന്തിനും കൂടിയാന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് ഒഴിവായി കിട്ടാനും കൂടിയാണ്. അതുകൊണ്ട് അള്ളാഹു തആല ബദരീങ്ങളെ ബർക്കത്തുകൊണ്ട് ക്യാൻസറിൽ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ പറഞ്ഞോളി. അറ്റാക്കിൽ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പടച്ചോനെ 30 വയസ്സ് 35 വയസ്സ്, പക്ഷെ മൂത്രയ്ക്ക് അമ്മാൻ്റെയും വാപ്പാൻ്റെയും സഹായം വേണം. അങ്ങനെ ജീവച്ചവായിട്ട് കാര്യമുണ്ടോ? അവിടെ അള്ളാഹു തആല ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. ഹിദായത്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട അനുഗ്രഹം ആഫിയത്താണ്. അതില്ലാതെ ചലിക്കുന്ന മൃതദേഹമായിട്ട് കാര്യമില്ല. അതുകൊണ്ട് അള്ളാഹു നമുക്ക് രോഗങ്ങളൊക്കെ ശിഫാക്കി നമുക്ക് ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. അതിനെ ഇത് ബദരീങ്ങളെ സാസാണ്. നിങ്ങളറിയാം, ഈ പാങ്ങിലൊരു അബ്ബാസ് ഉണ്ട്, എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആളാണ്. ഞാൻ അവിടെ വേദനയപ്പോൾ ഈ അബ്ബാസ് വിളിച്ചിട്ടാണ് ഞാൻ പോയത്. മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. ആ പരിസരത്ത് എവിടെ വേദനയുണ്ടെങ്കിലും വരവുണ്ട്. അബ്ബാസിന് ഞാൻ എന്താ പറയാൻ കാരണമോ, 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ആളായിരുന്നു. 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ആളായിരുന്നു അബ്ബാസ്. ആദ്യം കാഴ്ച ഉണ്ടായിരുന്നു, പിന്നെ കാഴ്ച പോയി. മധുരയിൽ പോയി, കോയമ്പത്തൂർ പോയി, പെരിന്തൽമണ്ണ പോയി, സകല സമർത്ഥരായ ഡോക്ടർമാരെ സമീപിച്ചു. എല്ലാവരും ഒരേ മറുപടി, ഈ കണ്ണിന് ദുനിയാവിൽ കാഴ്ച തിരിച്ചിട്ടില്ല. 11 കൊല്ലം അബ്ബാസിനെ മൂത്രയിക്കാൻ കൊണ്ടായത് കുട്ടികളാണ്. 11 കൊല്ലത് സഹിച്ച് അബ്ബാസ് 11ാമത്തെ കൊല്ലം അത്തിപ്പറ്റ സ്ഥാനം കണ്ടപ്പോൾ പൊട്ടി അങ്ങോട്ട് കരഞ്ഞു. എന്തേന്ന് വെച്ചു, എനിക്ക് നേരത്തെ കണ്ണുണ്ടായിരുന്നു, കാഴ്ച ഉണ്ടായിരുന്നു, പോയിട്ട് 11 കൊല്ലമായി, ഇതിഞ്ഞ് തിരിച്ചു കിട്ടൂല എന്നാണ് എല്ലാവരും പറഞ്ഞതെന്ന് പറഞ്ഞു. ആത്തിപ്പറ്റ സാറിന് ആര് പറഞ്ഞ് തിരിച്ചു കിട്ടൂല എന്ന് പരിശോധിച്ചവരൊക്കെ പറഞ്ഞ അങ്ങനെയെന്ന് പറഞ്ഞു. എൻ്റെ നാട്ടിൽ മജ്‌ലിസുന്നൂറില്ലെന്ന് വെച്ച് ഉണ്ടായിരുന്നു. അവിടെ പോയി പങ്കെടുത്തോ, കാഴ്ച തിരിച്ചിട്ടു പറഞ്ഞു. അബ്ബാസ് പോയി പങ്കെടുത്തു. 11 കൊല്ലത്തിന് ശേഷം മജ്‌ലിസുന്നൂറിൽ പങ്കെടുത്തു. മജ്‌ലിസുന്നൂറിലേക്ക് അബ്ബാസ് വന്നത് 2 മക്കളുടെ സഹായത്താലാ. 1-2 മജ്‌ലിസുന്നൂറിൽ കൃത്യമായി പങ്കെടുത്തുകൊണ്ട് സഹായം നൽകിയപ്പോ അബ്ബാസിന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടുകയാണ്. തിരിച്ചു കിട്ടിയപ്പോ ഈ പ്രപഞ്ചത്തിൽ കാഴ്ചക്കുള്ള മരുന്നില്ല എന്ന് പറഞ്ഞ പെരിന്തൽമണ്ണയിലെ നിപുണനായ ഡോക്ടറെ കാണാൻ അബ്ബാസ് പോയി. ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ സാർ, നിങ്ങൾ എനിക്ക് കാഴ്ച ദുനിയാവിൽ തിരിച്ചു കിട്ടൂല എന്ന് ഉറപ്പിച്ച് പറഞ്ഞവനാ. ഞാൻ നിങ്ങളെ കാണുന്നുണ്ട്, ഹോസ്പിറ്റൽ കാണുന്നുണ്ട്, രോഗികളെ കാണുന്നുണ്ട്, എനിക്ക് കാഴ്ച തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ആ സമയത്ത് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പെരിന്തൽമണ്ണയിലെ നിപുണനായ ഡോക്ടർ സാറ് പറഞ്ഞു, അബ്ബാസ്, ഇതിന് ഞാൻ ഭൂമിയിൽ മരുന്നില്ല എന്നാണ് പറഞ്ഞത്, ഭൗതിക ലോകത്ത് മരുന്നില്ല എന്നാണ് പറഞ്ഞത്, ദൈവം ഇത് മാറ്റൂല എന്ന് പറഞ്ഞിട്ടില്ല. ഇത് ഭൂമിയിലെ അലോപ്പതിയല്ല, ഇത് യുനാനിയല്ല, ഇത് ആയുർവേദിക്കല്ല, ഇത് നിന്റെ വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ട് ദൈവം താൻ തന്നെ തന്നതാണ് എന്ന് ഡോക്ടർ അങ്ങ് പറയുകയാ. ആ അബ്ബാസ് ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. ആ അബ്ബാസ് പാങ്ങുകാരനാണ്, ഇന്നും കാഴ്ചയുള്ളവനാണ്. അതുകൊണ്ട് എല്ലാ ബലാവും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറകത്തിനാൽ കാക്കണോ യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു. അതുകൊണ്ട് ചിന്തിക്കണേ, പണ്ഡിതന്മാരാണ് സംഘാടകരിൽ ഭൂരിഭാഗവും. മഹാന്മാരായ ആലിമീങ്ങൾ കെട്ടിപ്പടുത്ത മദ്രസക്ക് വേണ്ടിയാണ്, മദ്രസയുടെ കീഴിലാണ് ഈ പരിപാടി ഉള്ളത്. അതിന്റെ ഗോൾഡൻ ജൂബിലിയുടെ വാർഷിക മഹാസമ്മേളനത്തിന്റെ പ്രഖ്യാപനമാണ് ബഹുമാനപ്പെട്ട ഹാരിസ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത്. അതിന്റെ ചുവടുവെപ്പുകളൊക്കെ നടക്കാൻ പോവുകയാണ്. ഇതൊക്കെ അള്ളാന്റെ ദീനിന് വേണ്ടിയാണ്, ഉലൂമിന് വേണ്ടിയാണ്. അതിനു വേണ്ടി തന്നെയാണ് ലോകം സൃഷ്ടിക്കപ്പെട്ടത്. അത് ബദരീങ്ങളുടെ അഡ്രസ്സിലാണ്. അതുകൊണ്ട് ലക്ഷങ്ങൾ കൊടുത്താലും മാറാത്ത മാറാപ്പിന്റെ വൈറസുകളുടെ കരാളഹസ്തങ്ങളിൽ കിടന്ന് പടയുന്ന സമൂഹമേ,
രോഗമില്ലാത്തവർ സമാധാനിക്കണ്ട. നമുക്ക് വയറ്റിൽ എവിടെയോ മുളയുടെ തുടക്കമുണ്ടോ എന്നറിയില്ല. ചില ക്യാൻസർ ഒക്കെ അറിയൽ 4 സ്റ്റേജും വിട്ടാലാണ്, പിന്നെ ലക്ഷങ്ങൾ കഴിച്ചിട്ടും കാര്യമില്ല. അങ്ങനെ വല്ലതുമുണ്ടെങ്കിൽ ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഇല്ലാതെയാകാൻ, അറ്റാക്ക് വരാതെ ഇരിക്കാൻ. ഏത് ശാസ്ത്രീയ ജീവിതം നയിച്ചാലും അറ്റാക്ക് വരൂ. എന്റെ മഹല്ലിലെ പ്രസിഡന്റ് ഉണ്ട്, അദ്ദേഹം 1 കിലോ ഇറച്ചി വാങ്ങിയാൽ ആദ്യമൊന്ന് ചൂടാക്കിയിട്ട് അത് വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് വേസ്റ്റുകളൊക്കെ ഒഴിവാക്കിയിട്ട് എണ്ണയില്ലാതെ വാട്ടി പുഴുങ്ങുന്നവനാണ്. എന്തിന്? കൊഴുപ്പ് വരാതിരിക്കാൻ. നല്ല മത്സ്യം നോക്കി ദൂരെ പോയിട്ട് കൊഴുപ്പില്ലാത്ത ഫ്രഷായത് വാങ്ങുന്നവനാണ്. രാവിലെ നടക്കുന്നവനാണ്. പക്ഷേ ബ്ലോക്ക് കൊണ്ട് അറ്റാക്ക് എന്ന് അദ്ദേഹം ഐസിയിലായിരുന്നു. ഇന്നാണ് പുറത്തു വന്നത്. അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. ഈ അറ്റാക്കും ബ്ലോക്കും ക്യാൻസറൊക്കെ എത്ര ശ്രദ്ധിച്ചാലും വരുന്ന കാലമാണ്. പക്ഷേ നമുക്ക് രക്ഷപ്പെടാനുള്ള പരിചയം ഏതാണെന്നറിയോ? അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ചൊല്ലിക്കോ മുഹമ്മദ് മുസ്തഫ. പോരാ മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ. इस आस पे जीता हो कर देंगे कोई आखिर है, चल तुझको मदीने में अल्लाह बुलाता है. अल्लाह खजानों के मालिक नबी सरवर. अल्लाह खजानों के मालिक नबी सरवर മുഹമ്മദ് മുസ്തഫ. ഖജനാബ് അല്ലാഹുവിന്റേതാ. അണ്ടകടാഹങ്ങൾ നിയന്ത്രിക്കുന്നവനാണ്. അനന്തകോടി താരകങ്ങൾ അവന്റെ നിയന്ത്രണത്തിലാണ്. വർണ്ണച്ചിറകുകൾ വിടർത്തി നിൽക്കുന്ന മഴവില്ല അവന്റെ നിയന്ത്രണത്തിലാണ്. പൂക്കളും പുഴുക്കളും അവന്റേതാണ്. പ്രദോഷ സൂര്യന്റെ മങ്ങിയ പ്രഭക്ക് മുത്തം കൊടുത്തുകൊണ്ട് രാഗം പാടുന്ന പ്രവിശാലമായ കടലിലെ തിരമാലയുടെ മധുരരാഗ സരസത നിയന്ത്രിക്കുന്നത് റബ്ബുൽ ആലമീനാണ്. അള്ളാന്റെ ഖജനാവിന്റെ ഭണ്ഡാരത്തിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരൻ ആരെന്നറിയോ? അത് ബദരീങ്ങളുടെ റഈസായ ലോകത്തിന്റെ സയ്യിദായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാ. അതുകൊണ്ട് രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ആശൂറായിന്റെ മുമ്പുള്ള താസുവാന്റെ രാത്രിയിൽ ഒട്ടുമിക്ക മഹാസംഭവങ്ങൾക്കും സാക്ഷിയായ ആശൂറാ നമുക്കൊന്ന് അനുകൂലമാകാൻ. മാൻസാമ യൗമ ആശൂറാ കതബല്ലാഹു ലഹു ഇബാദത 60 സന. ആരെങ്കിലും ആശൂറായിൽ നോമ്പനുഷ്ഠിച്ച 60 കൊല്ലത്തെ നോമ്പിന്റെ കൂലി അള്ളാഹു അവന് നൽകുന്നതാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 60 കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലി കിട്ടാൻ, ദോഷങ്ങളൊക്കെ ഒന്ന് ഒരുങ്ങി കിട്ടാൻ, ആഫിയത്തുള്ള ത്വാഅത്തിലുള്ള ദീർഘായുസ് കിട്ടാൻ, ആഖിബത്ത് നന്നായ മരണം കിട്ടാൻ അള്ളാന്റെ ദീനിന് വേണ്ടി ബദരീങ്ങളുടെ അഡ്രസ്സിലുള്ള ഈ ഫണ്ടിലേക്ക് നമ്മളാൽ കഴിയുന്നൊരു സഹായം തരുമോ? ഒരു വലിയ സംഖ്യയാണ് ഇതിൻ്റെ പുറകിലുള്ളത്. പെണ്ണുങ്ങളെ ഒരു ബക്കറ്റ് നിങ്ങളടുത്തേക്ക് വരുന്നുണ്ട്. പറഞ്ഞ് ഞാൻ ആദ്യം ചെയ്യണം, അതാണ് അതിൻ്റെ കണക്ക്. പറഞ്ഞ് ഞാൻ അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയാണ്, ഒരു 313 എല്ലാവരും മനസ്സ് കരുതിക്കോളി. നിങ്ങൾ പറയും ബാക്കി ഇവരടുത്ത് ചില്ലറ തരാണ്ടാവില്ല. അതിനെന്ത് ചെയ്യുക? ഒരു 500 അങ്ങോട്ട് കൊടുക്കുക. 500 ഉള്ളവർ ബാക്കിയാണ് പൊരുത്തപ്പെടുക. അപ്പോൾ ബദരീങ്ങളുടെ ഓർമ്മയിൽ 313 ആയും ചെയ്ത് ഒരു ബക്കറ്റ് ഇവിടെ വെച്ചോളി, ഒരു ബക്കറ്റ് ഇവിടെ വെച്ചോളി മാം വരും. 313 ആയും ചെയ്ത് നമുക്ക് ദുആക്ക് ഇജാബത്തായും ചെയ്ത് എല്ലാവരും ഒന്ന് സഹായിക്കും. ഈ പന്തലിന് എണീച്ച മുമ്പ് ബദരീങ്ങൾ ഈ സദസ്സിൽ ഇറങ്ങിയിട്ട് നമ്മളെ രക്ഷപ്പെടുത്തും ഇൻഷാ അല്ലാഹ്. അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ലക്ഷങ്ങൾ കൊടുത്തിട്ടും രക്ഷപ്പെടാത്ത മാരകമായ രോഗങ്ങളുടെ ഏതെങ്കിലും ഭാഗം നമ്മളെ തൊട്ടി തീണ്ടിയെങ്കിൽ ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അത് ഇല്ലാതെയാവാൻ, മേലാൽ വരാതിരിക്കാൻ, അല്ലെങ്കിലും ആരോഗ്യം കിട്ടാൻ, ശത്രുക്കളിൽ രക്ഷപ്പെടാൻ, ഹലാലായ സമ്പത്ത് വർദ്ധിച്ചു കിട്ടാൻ, പ്രായമേറിയിട്ട് കല്യാണം കഴിച്ചിട്ട് കുട്ടികളില്ലാതെ കട്ടപ്പെടുകയാണെങ്കിൽ നിയത്ത് വെച്ചോ, വൈകാത്ത ഭാവിയിൽ സ്വാലിഹീങ്ങളായ മക്കളെ കിട്ടാൻ. അതുകൊണ്ട് ബദരീങ്ങളുടെ പേരിൽ അൽഹംദുലില്ലാ ഒരു സഹോദരൻ 500 അങ്ങോട്ട് വെച്ചാൽ എല്ലാവരും നിങ്ങളുടെ വരി. ഞാൻ ഇൻഷാ കഴിഞ്ഞ ഉടനെ അവിടെ തന്നെ ഒന്ന് ഇരുന്നാൽ മതി. ചെറിയ ചരിത്രം വന്ന് ദ്വാരം നമുക്ക് പിരിയാം. ബാക്കിലുള്ള ആളുകളൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ മുമ്പിലുള്ള എടുത്ത് കൊടുത്തയച്ചാൽ മതി. പിന്നെ ബിസ്മില്ലാ പിന്നെ എന്താ വെച്ചാൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയാൽ ചിലപ്പം ബദരീങ്ങളെ ബർക്കത്തുകൊണ്ട് ഞാൻ വികാനും സാധ്യതയുണ്ട്.
വീകും. പക്ഷെ ബദ്രീങ്ങൾ വർക്കത്തോടൊന്നും പറ്റൂല. പക്ഷെ വീഴാൻ ഇവിടെ സമയമില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കും. എൻ്റെ എന്ന് പറഞ്ഞാൽ കൈ ഒടിക്കപ്പോൾ സമയമില്ല എന്ന് ഞാൻ ഇവിടെ ഇരിക്കും. അപ്പം നിങ്ങളൊക്കെ മുമ്പോട്ട് വന്നിട്ട് വക്കറ്റിൽ ഒരു 500 ഇല്ലാത്തവർ 200എങ്കിലും പങ്കെടുത്തോളി. എല്ലാവരും ഇങ്ങോട്ട് വരും. എല്ലാവരും വരും. ബാക്കിലുള്ളവരൊക്കെ പങ്കെടുത്തോളി. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. സ്വർഗത്തിന് വേണ്ടിയല്ലേ. എൻ്റെ ബിസ്മില്ലാ. ഞാൻ ആരും കൈ പിടിക്കണ്ട. അല്ല കൈ പിടിച്ചാൽ പോ. എല്ലാവരും വരും. ഞാൻ ബദരീങ്ങളെ ബൈത്ത് ഇങ്ങനെ ചെല്ല. നിങ്ങൾ ഇതിൽ ഇട്ടാൽ മതി. അൽഹംദുലില്ലാ. വരും. എല്ലാവരും വരും. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله واهل البدر يا الله باهل البدر يا الله توسلنا ببسم الله പരമാവധി 500 ഇടാൻ നോക്കി. എല്ലാവരും പരമാവധി 500 ഇടും. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله واهل البدر يا الله واهل البدر يا الله إلهي سلم الأمة إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله بأهل البدر يا الله توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله بأهل البدر يا الله بأهل البدر يا الله എല്ലാ ബലാഉം ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറകത്തിനാലെന്നെ കാക്കണോ യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ദണ്ണം വബാവാസോരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറകത്തിന ശിഫയാക്കണ യാ റബ്ബനാ. ഞാൻ ഒരുപാട് കാലം ഗൾഫിൽ നിന്ന് എന്റെ വലങ്കയായിരുന്ന സുഹൃത്തിനെ ഇപ്പൊ കാണാൻ പറ്റില്ല. അൽഹംദുലില്ലാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ദണ്ണം വബാവാസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണ യാ റബ്ബനാ. അല്ലാഹുവേ, ബദരീങ്ങളുടെ പേരിൽ നിന്റെ ദീനിനു വേണ്ടി സംഭാവനകൾ ചോദിക്കുമ്പോ ചെറുതും വലുതുമായി അനവധി നിരവധി ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് തരുന്ന സഹോദരന്മാരാ, പ്രായമുള്ളവരാ, രോഗികളാ, ചെറുപ്പക്കാരാണ്, ആലിമീങ്ങളാണ്, കൊച്ചുമക്കളാണ്. അല്ലാഹുവേ, ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കി തരണയല്ല, പ്രയാസങ്ങൾ നീക്കണേ അല്ല, രോഗങ്ങൾ ശിഫയാക്കണേ റബ്ബേ. റബ്ബേ, ഞങ്ങളെ മാരകമായ രോഗങ്ങളിൽ പെടുത്തല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, നാഫിയായ ഇൽമ് നൽകണേ അല്ല. പഠിച്ചവനെ, ഞങ്ങളെ ചെറുപ്പക്കാരിൽ ആരുമില്ലത് അവരെയും ഞങ്ങളെയും സകല നിനക്ക് പൊരുത്തമില്ലാത്ത അവസ്ഥയിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും സ്വഭാവങ്ങളിൽ നിന്നും വിശ്വാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ല. നിന്റെ ഹബീബിന്റെ മുഹബ്ബീങ്ങളിൽ പെടുത്തണേ അല്ല, മുത്തബീങ്ങളിൽ പെടുത്തണേ അല്ല. തമ്പുരാനെ, ജാരിയായ സദഖയായി നീ സ്വീകരിക്കണേ അല്ല. പടച്ചവനെ, ഹൈറും ബർക്കത്തും ചെയ്യണേ അല്ല. കല്യാണം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാർക്ക് ഹൈറായ ഇണകളെ കൊടുക്കണേ അല്ല. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ല. മക്കളുള്ളവരുടെ മക്കളെ നന്നാക്കി തരണേ അല്ല. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ല. കല്യാണം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾക്ക് സ്വാലിഹീങ്ങളായ ഭർത്താക്കന്മാരെ കൊടുക്കണേ അല്ല. കുടുംബത്തിൽ സന്തോഷം നൽകണേ അല്ല. കുടുംബസമേതം സ്വർഗത്തിൽ പോകാനുള്ള ഈമാനികമായ
പരിപൂർണമായ സൗഭാഗ്യ സംവിധാന സെറ്റപ്പിലാക്കണയല്ല. അല്ലാഹുവേ നിന്റെ ബദരീങ്ങളെ കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. ബദരീങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ദുനിയാവ് ഇസ്സത്തിലാവുകയും ആഖിറം രക്ഷപ്പെടുകയും ചെയ്യുന്ന കൂട്ടത്തിൽ പെടുത്തണേ അല്ല. ഈ സദസ്സിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയോ നിങ്ങളോട് ബന്ധപ്പെട്ടവരെയോ അല്ലാഹുവേ നാളെ സുവലോക സ്വർഗത്തിൽ മുസ്തഫ നബിയുടെ ജിവാറിൽ പങ്കെടുപ്പിക്കണേയല്ല. അല്ലാഹുവേ സ്വർഗം കിട്ടുന്ന മുച്ചക്കയങ്ങളിൽ പെടുത്തണേയല്ല. ഞങ്ങളെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കല്ലേ അല്ല, രോഗങ്ങൾക്ക് വിട്ടുകൊടുക്കല്ലേ അല്ല, വൈറസുകൾക്ക് തിന്നാൻ കൊടുക്കല്ലേ അല്ല, ഞങ്ങളുടെ ശരീരത്തിൽ വൈറസിനെ കയറ്റല്ലേ അല്ല, വൈറസുകളുണ്ടെങ്കിൽ തട്ടിമാറ്റണേയല്ല. ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേയല്ല. ഈ സംഘാടനനെ സ്വീകരിക്കണേയല്ല. സംഘാടകർക്ക് ബറക്കത്ത് നൽകണേയല്ല. ഇതിൽ പങ്കെടുത്തവർക്ക് ബറക്കത്ത് നൽകണേയല്ല. ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് കാക്കണേയല്ല. ഈ പാവപ്പെട്ടവന്റെ ഈ സദസ്സിലുള്ള ദുആക്ക് ഇജാബത്ത് നൽകണേയല്ല. ഞങ്ങളെ മാനം കെടുത്തല്ലേ അല്ല, നാണം കെടുത്തല്ലേ അല്ല, ഗുരുത്തക്കേടിലാക്കല്ലേ അല്ല. പടച്ചവനെ ഗുരുത്തമുള്ള മക്കളും ശിഷ്യന്മാരുമാക്കണേയല്ല. അല്ലാഹുവേ ഞങ്ങൾക്ക് നാഫിയായ ഇൽമ നൽകണേയല്ല. ഞങ്ങളെ സലാമത്താക്കി തരണേയല്ല. ഞങ്ങളെ ചെറുപ്പക്കാരെ നന്നാക്കണേയല്ല. ഞങ്ങളെ പെണ്ണുങ്ങളെ നന്നാക്കണേയല്ല. ചാടിപ്പോക്കിൽ നിന്ന് കേരളക്കരയെ സലാമത്താക്കണേയല്ല. വിദ്വേഷങ്ങളിൽ നിന്ന് കാക്കണേയല്ല. സകല കക്ഷിപക്ഷ ജാതി മതങ്ങൾക്കിടയിൽ വിശാല മനസ്കരയും സൗഹാർദ്ദവും നിലനിർത്തി തരണേയല്ല. അല്ലാഹുവേ സൗദിയും അമേരിക്കയും സംഘട്ടനത്തിലാണ്. അല്ലാഹുവേ കേരളവും കർണാടകയും തമിഴ്നാടും സംഘട്ടനത്തിലാണ്. ഇന്ത്യയും പാകിസ്ഥാനും സംഘട്ടനത്തിലാണ്. നാടുകളൊക്കെയും സംഘർഷഭരിതമാണ്. നീ സലാമത്ത് ചെയ്യണേ അല്ലാ, സലാമത്ത് ചെയ്യണേ അല്ലാ. ഈ പരിപാടി വിജയിപ്പിക്കണേ അല്ലാ, വിജയിപ്പിച്ചവരെ സഹായിക്കണേ അല്ലാ. 11 മണിയെ നിർത്തുക. ഇന്നലെ 10:45 നിർത്തിയതല്ലേ. ഇടയിൽ ഈ പിരിവും കൂടി വന്നുകൊണ്ട് അതിനെ കുറച്ച് നമുക്ക് ഇല്ലാക്കാൻ പറ്റില്ല. നമ്മൾക്ക് രക്ഷപ്പെടാനുള്ള വലിയൊരു പരിപാടിയാണ്. ഇതില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ വേറെ എവിടെയൊക്കെ വെച്ച് ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തി എവിടെ വെച്ച് പറയാം. അടുത്തൊക്കെ എവിടെയൊക്കെ വരുമ്പോൾ പറയാം. ഇത് എൻ്റെ വിഷയമല്ല, നിങ്ങളൊക്കെ കൂടി പരിഗണിച്ചിട്ട്. കാരണം 11 മണി ഇന്നലെ 10:30 നിർത്തിക്കണം, ഇന്ന് 11 മണി എന്തേ. പിന്നെ എല്ലാവർക്കും ഇവിടെ ഭക്ഷണമുണ്ട്. അത് വലിയൊരു മുതലാളി ഒന്നല്ല എന്നത്, ഒരു പാവപ്പെട്ട ഗൾഫുകാരനാണ്. 10,000 റുപ്യോളാവും. അദ്ദേഹം ബദരീങ്ങളെ സാഹസിലേക്ക് തരുമ്പോൾ പ്രധാനമായിട്ട് അദ്ദേഹത്തിൻ്റെ മകന് വേണ്ടി ദുആ ചെയ്യാനാണ് ഇവിടെ ഏൽപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു തആല നാടിനും കുടുംബത്തിനും രണ്ട് ലോകത്തും തുണയാകുന്ന, തണലാകുന്ന, നെടുന്തൂണാകുന്ന, ഹൈറും ബർക്കത്തിനും കാരണമാകുന്ന ഒരു സ്വാലിഹായ മകനാക്കി അദ്ദേഹത്തിൻ്റെ മോനെ അള്ളാഹു മാറ്റട്ടെ. അള്ളാഹു ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് ആ കുടുംബത്തെ നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു അവർക്ക് സ്വർഗീയ ഭക്ഷണം നമുക്കും പ്രദാനം ചെയ്യട്ടെ. ബദരീങ്ങളുടെ ബർക്കത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഗൾഫിലെ ബിസിനസ്സിൽ, തൊഴിലിൽ, അവരുടെ ഹയാത്തിൽ, അവരുടെ ആയുസ്സിൽ, അവരുടെ അധ്വാനത്തിൽ, അവരുടെ വിയർപ്പിൽ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ഈ താക്കാത്ത് പോലെയുള്ള പരീക്ഷണങ്ങളിൽ നിന്നും, പ്രവാസികളുടെ പ്രയാസങ്ങളിൽ നിന്നും, നിയമവേലിയേറ്റങ്ങളിൽ നിന്നും അള്ളാഹു അവരെ നമ്മളും, അതുപോലെ ഒരുപാട് ഗൾഫുകാർ ഈ പരിപാടി നേരിട്ട് എന്നും കേട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഇന്നും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ഗൾഫുകാർ പല നാടുകളിലുമുണ്ട്. എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും ചെയ്യട്ടെ. നാട് മറന്നുകൊണ്ട് നാടിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, കെട്ടിക്കാനുള്ള മോൾക്ക് വേണ്ടി, കെട്ടിക്കാനുള്ള അഞ്ചത്തിക്ക് വേണ്ടി, ഉമ്മാനെ ഉപ്പാനെ ഭാര്യയെ കാണാതെ ചോര നീരാക്കി അറബിയുടെ ആട്ടും തുപ്പും സഹിച്ച് പ്രിയപ്പെട്ട പ്രവാസികൾ കഷ്ടപ്പെടുകയാണ്, ചോര നീരാക്കുകയാണ്, എല്ലുമുറിയെ പണിയെടുക്കുകയാണ്. അള്ളാഹുവേ നീ കാണണേ റബ്ബേ. അള്ളാന്റെ മാർഗത്തിലായി കുടുംബത്തെ ഹലാലായ ഭക്ഷണം കൊടുത്ത് പോറ്റാൻ വേണ്ടി അധ്വാനിക്കുന്നവൻ, പടച്ചവന്റെ മാർഗത്തിൽ സമരം ചെയ്യുന്ന പോരാളിയാണെന്ന് മഹാനരായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹു തആല ഗൾഫുകാർക്ക് അതിന്റെ സവാബ് കൊടുക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിഷയം എവിടെ എത്തിയില്ല, വിഷയം എവിടെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഇതൊരു 10 മണിക്കൂർ പറഞ്ഞാൽ എന്തിന് തറങ്കിൽ വിടാൻ പറ്റുള്ളൂ. ഇത് വാപ്പ, അമ്മ, മോന്, വാപ്പ, ഉസ്താദ്, ശിഷ്യന്, ഇൽമ്, അമല്, നിസ്കാരം, നോമ്പ്, ഇതൊക്കെ അങ്ങനെ പറഞ്ഞു തരുമ്പോൾ 10-15 മണിക്കൂർ വരും. ഞാൻ എല്ലാം കൂടി ഒരു ബിരിയാണി വെപ്പങ്ങോട്ട് വെച്ചതാണ്. അതേ 2 മണിക്കൂർ കൊണ്ട് പറ്റുള്ളൂ. അതുകൊണ്ട് അത് നിങ്ങൾ പൊരുത്തപ്പെടണം. വിശാലമായ ചർച്ചയ്ക്ക് ഇവിടെ സൗകര്യം ഇല്ലാത്തതുകൊണ്ടും സമയം പര്യാപ്തമല്ലാത്തത് കൊണ്ടാണ്. അള്ളാഹു പറഞ്ഞതും കേട്ടൊക്കെ കബൂലാക്കട്ടെ. അള്ളാഹു പറഞ്ഞതും കേട്ടൊക്കെ കബൂലാക്കട്ടെ. അള്ളാഹു നമ്മളെല്ലാവരെയും സ്വീകരിക്കട്ടെ. ഈ സദസ്സിൽ പങ്കെടുത്ത് നമ്മളെല്ലാവരെയും നമ്മളോട് ബന്ധപ്പെട്ടവരെയും. ഇന്ന് താസുവാ, നാളെ ആശൂറാണ്. ഒട്ടുമിക്ക സംഭവങ്ങളും ഈ ദിവസങ്ങളിലാണ് സംഭവിച്ചത്. എല്ലാ മഹത്വങ്ങൾ എന്ന് പറഞ്ഞ തെറ്റാവാത്ത അവസ്ഥയിൽ എല്ലാ വിഷയങ്ങൾക്കും സാക്ഷിയായിട്ടുള്ള ആശൂറ നാളെ നാം അതിലേക്ക് കടക്കുകയാണ്. ഇന്ന് താസുആന്റെ രാത്രിയാണ്, നാളെ അസ്തമിച്ചാൽ ആശൂറാന്റെ രാത്രിയാണ്. അതുകൊണ്ട് ഇതിലൊക്കെ മുഅ്മിനീങ്ങൾക്ക് കൊടുക്കുന്ന അള്ളാഹുവിൻ്റെ ആനുകൂല്യങ്ങൾ, അവൻ്റെ അനുഗ്രഹങ്ങളുടെ വാതായനങ്ങൾ അള്ളാഹു നമുക്കും അനുകൂലമായി തുറന്നു നൽകട്ടെ. അതുകൊണ്ട് രക്ഷപ്പെടുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ പെടുത്തട്ടെ. ഈ സദസ്സ് അള്ളാഹു കബൂലാക്കട്ടെ. സ്വതക്ക നൽകിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ദുആ കഴിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് അള്ളാഹു തആല ഈ സദസ്സ് കബൂലാക്കട്ടെ. അള്ളാഹുവേ, 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 ഈ സദസ്സിൽ പങ്കെടുത്ത ഞങ്ങളെല്ലാവരെയും
ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയും അല്ലാഹുവേ ഇതിനേക്കാൾ സന്തോഷത്തോടെ പാലാറ് വീഞ്ഞാറ് കളകളാരവം മുഴകി ഒഴുകുന്ന അരുവികളാൽ സമൃദ്ധമായ സ്വർഗത്തിൽ കുടുംബസമേതം നീ ചേർക്കണേ അല്ലാ. ഞങ്ങൾക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ റബ്ബേ. ഞങ്ങൾ വഴി ഞങ്ങളെ മാതാപിതാക്കളെ പറയിപ്പിക്കല്ലേ അല്ലാ, ഉസ്താദുമാരെ പറയിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങൾ മക്കൾ വഴി ശിഷ്യന്മാര് വഴി ഞങ്ങളെ നീ പറയിപ്പിക്കല്ലേ അല്ലാ. ദുനിയാവിൽ കൺകുളിർമയുള്ള മക്കളെ തരണേ അല്ലാ, ദുനിയാവിൽ കൺകുളിർമയുള്ള ശിഷ്യന്മാരെയും തരണേ അല്ലാ, ദുനിയാവിൽ ഉസ്താദുമാർക്ക് സന്തോഷം പകരുന്ന ശിഷ്യന്മാരാക്കണേ അല്ലാ, മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുന്ന മക്കളാക്കണേ റബ്ബേ. അല്ലാഹുവേ നാളെ സ്വർഗത്തിൽ കുടുംബസമേതം പുഞ്ചിരിച്ച് സന്തോഷത്തോടെ സിറാത്ത് പ്രവിശാലമായ സ്വർഗത്തിലേക്ക് പാറിപ്പറക്കുന്ന, സിറാത്തിലൂടെ പാറിപ്പറക്കുന്ന മുഹിബ്ബീങ്ങളായി മുത്തബീങ്ങളായി മുത്തഖീങ്ങളായി ഞങ്ങളെ നീ മാറ്റണേ അല്ലാ. ഈ താസ്വായിന്റെ പാതിരാത്രിയിൽ പല നാടുകളിൽ നിന്ന് വന്ന നിന്റെ മുഅ്മിനീങ്ങൾ ഇടറിയ ശബ്ദത്തോടെ പൊട്ടുന്ന ഖൽബോടെ ഖാലിഖായ റാസിഖാനോട് ചോദിക്കുന്ന യാചന നീ തട്ടിമാറ്റല്ല റബ്ബേ. നിങ്ങൾക്ക് ഹലാലായ സമ്പത്ത് നൽകണേ അല്ലാ, ഹറാമായ സമ്പത്തിൽ നിന്ന് കാക്കണേ റബ്ബേ. ബിസിനസ്സിൽ ബർക്കത്ത് നൽകണേ റബ്ബേ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദിൻ വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദിൻ തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദിൻ. അള്ളാഹു കബൂലാക്കട്ടെ. ഭക്ഷണം ഇങ്ങനെ കൊടുത്തു വരികയാണ്, അതുകൊണ്ട് ദ്വാ നീട്ടേണ്ടി വരും എന്നാണ് വാഫി പറഞ്ഞത്. പക്ഷെ ഭക്ഷണം കൊടുക്കാൻ ദ്വാ നീട്ടൂല. ഞാൻ അങ്ങനെ നീട്ടിയിട്ട് കാര്യമില്ല. പിന്നെ കുറച്ച് നമുക്ക് ദ്വാർക്കണ ഭക്ഷണം കൊടുക്കാനേ നീയത്തെക്കരുത്. നമ്മളെ കാര്യങ്ങൾ ഈ രാത്രി അള്ളഹാനോട് പറയാണ്. അതുകൊണ്ട് ബദരീങ്ങളുടെ പേരിൽ ഒന്ന് നീയത്ത് ചെയ്തിട്ട് എല്ലാവരും ഒരു 11 സ്വലാത്തൊന്ന് ഉറക്ക ചൊല്ലിക്കാണേ. സ്വലാത്ത് അങ്ങോട്ട് എത്തട്ടെ. നമ്മളെ ശബ്ദത്തിന്റെ ഊക്കൊണ്ട് എത്തട്ടെ എന്നല്ല, ഇഖ്ലാസിന്റെ കടുപ്പം കൊണ്ട് എത്തട്ടെ. അതുകൊണ്ട് ആണുങ്ങളൊന്നും ഉറക്ക, പെണ്ണുങ്ങൾ പതുക്കെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. സയ്യിദ് അലവിയിൽ മൻഫറമിയുടെ ആണ്ടുള്ള മാസമാണ്. വിപുലമായി ഇന്നലെ നടന്നതാണ്. അല്ലാഹുവേ അവർക്ക് നീ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാ. കുടുംബസമേതം സ്വർഗത്തിലേക്ക് ആളെ നയിക്കുന്ന നേതാവല്ലേ, ഖുതുബുസ്സമാനല്ലേ. എന്താണ് അവരുടെ മഹത്വം? അവർക്ക് കൊയിലാണ്ടിയിൽ ഒരു ഭാര്യ ഉണ്ടായിരുന്നു, ഫാത്തിമ എന്നാണ് ആ ഭാര്യയുടെ പേര്. അവർ രോഗിണിയായി. മമ്പുറം തങ്ങൾ പാപ്പാനോട് തിരൂരങ്ങാടിയിൽ വന്നിട്ട് പറഞ്ഞു, ഭാര്യ രോഗിണിയാണ്, നിങ്ങളെ കാണാൻ ആഗ്രഹം പറയുന്നുണ്ട്. മമ്പുറം തങ്ങൾ എന്തോ തടസ്സം കാരണത്താൽ പെട്ടെന്ന് പോവാൻ പറ്റിയില്ല. ഭാര്യ വഫാത്താവുകയാണ്. പിന്നീട് കൊയിലാണ്ടിയിൽ നിന്ന് രണ്ടാമതൊരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ ഭാര്യ മരിച്ചിരിക്കുന്നു തങ്ങളെ. അപ്പോഴേക്ക് കൊയിലാണ്ടിയിൽ 2-3 ഗ്രൂപ്പ് ഉണ്ടായി. ഒരു ഗ്രൂപ്പ് തങ്ങളെ കുറിച്ച് പറഞ്ഞു, വലിയ വലിയാണ് ആലിമാനൊക്കെ പറയുന്നു. പക്ഷേ സ്വന്തം ഭാര്യ രോഗിണിയായി കിടത്തിട്ട് കാണാൻ ആഗ്രഹം പറഞ്ഞിട്ട് കാണാൻ വരാതെ തിരക്കിലാല്. ഏത് ഇത്തിബാഅ്? റസൂലുള്ളാഹിന്റെ ഇത്തിബാഅ്. ഭാര്യനെ വന്ന് കാണലായിരുന്നില്ലേ, മരിച്ചിട്ടല്ലേ വരുന്നത് എന്ന നിലയിൽ പലരും മുറുമുറുപ്പ് നടത്തുകയാണ്. ഖുതുബുസ്സമാൻ അസ്സയ്യിദ് അലവി തങ്ങളെ
കൊയിലാണ്ടിയിലേക്ക് നെഞ്ചുറപ്പോടെ ഭാര്യയുടെ മയ്യത്തായി കിടക്കുന്ന വീട്ടിലേക്ക് കയറിയപ്പോ ചില ആളുകളുടെ മുഖമുഖേ മ്ലാനമാവുകയാണ്. ചില ആളുകളൊക്കെ നിറം മാറി നോക്കുകയാണ്. കാരണം രോഗിണിയായി കിടന്നപ്പോൾ സന്ദർശിക്കാൻ വരാത്ത ആളെന്ന നിലയിൽ ആ സമയത്ത് പ്രിയപ്പെട്ട കുതുബുസ്സമാൻ തങ്ങളെ പാപ്പ മരിച്ചു ചേതനയിട്ട് കിടക്കുന്ന ഭാര്യയുടെ അരികിലേക്ക് അങ്ങ് കയറിയിട്ട് പറഞ്ഞു, പ്രിയ സഹധർമ്മണി, എനിക്ക് വരാൻ പറ്റിയില്ല. ഒരല്പം സമയമായപ്പോഴേക്ക് നീ അങ്ങ് മരിച്ചില്ലേ. ഇപ്പൊ നീ മരിച്ചങ്ങ് കബറിൽ പോയാൽ ഈ അലവിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റൂല. അതുകൊണ്ട് എണീക്ക് പെണ്ണേ എന്ന് കുതുബുസ്സമാൻ മരിച്ചു കിടക്കുന്ന ഭാര്യയെ നോക്കി പറഞ്ഞപ്പോ മയ്യത്തായി കിടക്കുന്ന ഭാര്യയെന്ന് സടകുടഞ്ഞെഴുന്നേൽക്കുകയാണ്. ആ ഭാര്യയെ കൂട്ടിയിട്ട് മമ്പുറം തങ്ങൾ രണ്ടാമത് അതാ കൊയിലാണ്ടിയിൽ നിന്ന് മമ്പുറത്തേക്ക് വരികയാണ്. മമ്പുറം തങ്ങൾ പാപ്പ ഈ ഭാര്യയുടെ കൂടെ പിന്നെയും കാലങ്ങളേറെ താമസിക്കുകയാണ്. പിന്നെയും ആ ഭാര്യക്ക് കുട്ടി ഉണ്ടാവുകയാണ്. അതിന് പൂക്കോയ എന്ന് പേരിടുകയാണ്. ഈ ഭാര്യയെ കൂട്ടിയിട്ട് കൊയിലാണ്ടിയിൽ നിന്ന് മമ്പുറത്തേക്ക് വരുമ്പോ ഭാര്യ പറഞ്ഞു, എന്നെ മയ്യത്ത് മണക്കുന്നുണ്ടല്ലോ, ഞാൻ മയ്യത്തായി കടന്നതല്ലേ, അതുകൊണ്ട് എന്നെ മയ്യത്ത് മണക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മമ്പുറം തങ്ങൾ പാപ്പ ഭാര്യയുടെ ശരീരത്തിൽ പനനീര് കുടയുകയാണ്. ആ ശരീരം പിന്നെ മരിക്കുന്നത് വരെ പനനീരിന്റെ ഗന്ധമുള്ള ശരീരമായിരുന്നു. ആ ഭാര്യ ഒരു മോനെ പ്രസവിച്ചിരുന്നു. ആ മോനെ പൂക്കുകയാണ്. ആ കുട്ടിയുടെയും ശരീരത്തിൽ നിന്ന് മരിക്കുന്നത് വരെ ആളുകൾ പനനീരിന്റെ മണം പഠിച്ചിരുന്നു. മമ്പുറം തങ്ങൾ പാപ്പാന്റെ വലിയ കറാമത്ത് തന്നെ. അതുകൊണ്ട് അല്ലാഹു മമ്പുറം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, നിന്റെ മഹലായ ഫദ്ല് കൊണ്ട്, ഈ രാത്രിയുടെ പുണ്യം കൊണ്ട്, ആലിമീങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, സദഖയുടെ ബറക്കത്ത് കൊണ്ട്, ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. ഇവിടെ ഭക്ഷണം നൽകിയവർക്ക് സ്വർഗീയ ഭക്ഷണം കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കും സ്വർഗീയ ഭക്ഷണം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞാൻ വരുന്നത് വരെ ഇവിടെ വാള് പറഞ്ഞ പ്രിയങ്കരനായ വാഫി, അതുപോലെ പ്രഭാഷകന്മാരിൽ പലരും താഴെയാണ്. വേറെയും ഒരുപാട് വലിയ പ്രഭാഷകന്മാർ സ്റ്റേജിൽ ഇന്നും കയറിയവരുണ്ട്, ഇന്നലെയും കയറിയവരുണ്ട്, നാളെയും കയറുന്നവരുണ്ട്. ഞങ്ങൾക്കെല്ലാവർക്കും ഇഖ്ലാസോട് നിന്റെ ദീനിന് വേണ്ടി, നിന്റെ കലിമത്തിന്റെ ഉന്നതിക്ക് വേണ്ടി ദഅവത്ത് നടത്താൻ എന്തൊക്കെയാണോ ആവശ്യമുള്ളത്, ആദ്യമായിട്ട് ഇഖ്ലാസാണ്, വിശാല മനസ്കതയാണ്, സ്വബറാണ്, ആഫിയത്താണ്, മുഹിബ്ബീങ്ങളാണ്, ശാസ്ത്രീയ സംവിധാനങ്ങളാണ്. അതൊക്കെയും നീ അനുകൂലമാക്കി തരണേ അല്ലാ. ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട്, മമ്പുറം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് തരണേ അല്ലാ. അല്ലാഹുവേ, പെടുന്നനെ മരിപ്പിക്കല്ല റബ്ബേ. അതിന് കാരണമാകുന്ന അറ്റാക്കിൽ പെടുത്തല്ല റബ്ബേ, ക്യാൻസറിൽ പെടുത്തല്ല അല്ലാ. പെടുന്നനെ മരിപ്പിക്കല്ല അല്ലാ. പടച്ചവനെ, റോഡ് സൈഡിൽ ചപ്പിക്കിടക്കുന്ന വണ്ടിയിൽ നിന്ന് വെട്ടിപ്പൊളിച്ചെടുക്കുന്ന മയ്യത്താകുന്ന അവസ്ഥയിൽ പെടുത്തല്ലേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ മുഹിബ്ബീങ്ങളെ തരണേ അല്ലാ. നിന്റെ മാർഗത്തിൽ മുഹിബ്ബീങ്ങളെ തരണേ അല്ലാ. നിന്റെ മാർഗത്തിൽ മുഹിബ്ബീങ്ങളെ തരണേ അല്ലാ. നിന്റെ ഹബീബിന്റെ മദ്ഹ് പറയാൻ അവസരം നൽകണേ അല്ലാ. വർദ്ധിപ്പിക്കണേ അല്ലാ. അവിടുത്തെ മുഹിബ്ബീങ്ങളിൽ മുദ്ദാഹിൽ പെടുത്തണേ അല്ലാ. ആശിഖീങ്ങളിൽ പെടുത്തണേ അല്ലാ. മുസ്ബീങ്ങളിൽ പെടുത്തണേ റബ്ബേ. ആ കാണാത്ത പാൽപുഞ്ചിരി ഞങ്ങൾക്ക് കാണിച്ചു തരണേ റബ്ബേ. ആ കേൾക്കാത്ത മധുരസ്വരം കേട്ട് സായുജ്യമടയുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ തമ്പുരാനെ. പഠിച്ചവനെ, മരിക്കുന്ന സമയത്ത് ഹബീബിന്റെ പൊൻപ്രഭാ തിളങ്ങുന്ന പ്രശോഭിതമായ പുണ്യമാക്കപ്പെട്ട ശറഫാക്കപ്പെട്ട മുഖങ്ങൾ സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിക്കുന്നവരിൽ പെടുത്തണേ റബ്ബേ. പിന്നിലൂടെ കാഷ്ടവും മുമ്പിലൂടെ മൂത്രവും വന്ന് പെടച്ച് പേപ്പട്ടികളെ പോലെ ചത്തുപോകുന്നവരിൽ പെടുത്തല്ലേ റബ്ബേ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. ഈ സദസ്സിനെ കബൂലാക്കണേ അല്ലാ.